എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ ഒരു വലിയ ഓണാശംസകൾ ഞാൻ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ സുഹൃത്തുക്കളെ. ഇന്ന് ഗസ്റ്റിനെ പരിചയപ്പെടുത്താൻ എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്താണെന്നറിയാമോ? ഒത്തിരി നാളായിട്ട് എനിക്ക് അറിയാം. ഒത്തിരി നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ ആങ്കറായിട്ട് വന്നപ്പോൾ ആദ്യമായിട്ട് സ്റ്റേ കിട്ടുന്നത് ചീനിവല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നു, രാത്രി ഫുഡൊക്കെ കഴിക്കാതിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ അന്ന് തട്ടിമുട്ടിയായിരുന്നു. അതിനുശേഷം പിന്നെ മൂവീസിൽ സജീവമായി. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ ഒരു മൂവി കുരുതി എന്തോ ഷൂട്ടിങ്ങിൻ്റെ പ്ലാനിങ് നടക്കുകയായിരുന്നു അന്ന്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് പോയി ജോൻജോ വന്നു. പിന്നെ പണി വന്നേ പിന്നെ എൻ്റെ പൊന്നു അവനെ പിടിച്ചാൽ പോലും കിട്ടാനില്ല. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സാഗർ സൂര്യ. വെൽക്കം 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 വെൽക്കം. കൈ തന്നല്ലോ, കൈ തരും. അത് തന്നെ അളിയാ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മച്ചാനെ. എന്താണ് മച്ചാന്റെ വിശേഷങ്ങള്? എടാ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ്. അറിയാം. അതെ, എന്റെ കല്യാണം അറിയാത്തവരാരുള്ള എല്ലാവർക്കും അറിയാലോ കല്യാണം കഴിച്ചു. നാട്ടിൽ മൊത്തം പാട്ടാണെന്നൊക്കെ. കല്യാണമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഹണിമൂണിന് പോകാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരിയിൽ തന്നെയാണ് തിരക്കായിട്ട് പോട്ടെ. അതെ, അതില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇതുപോലെയാണ് എടാ. ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ വെറുതെ ഒക്കെ ഇരിക്കുകയാണെങ്കിലേ അയ്യോ ഒന്നും ചെയ്തില്ലല്ലോ, വെറുതെ ഒക്കെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു ഉള്ളില്. പക്ഷെ ഇടയ്ക്കൊക്കെ ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യടാ. ഇത് എൻജോയ്മെന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനിൽ നമുക്ക് കയറാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ വർക്കും നമ്മുടെ ലൈഫുമായിട്ട് അങ്ങ് സെറ്റായി പോകൂലേ. സാഗറെ, ഞാൻ ചോദിക്കട്ടെ അളിയ, എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇപ്പോ ആൾക്കാർക്ക് പണിയിലൊക്കെ വില്ലൻ, സൈക്കോ റോള്, പിന്നെ ബിഗ് ബോസ്. അപ്പൊ നിന്നെ ആൾക്കാർക്ക് അറിയാം മൊത്തത്തില്. പക്ഷെ ശരിക്കും സാഗറിന്റെ ഒറിജിൻ സ്റ്റോറി എന്താണ്? എനിക്ക് കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഞാനും അങ്ങനെ ഇൻഡെപ്തിൽ നിന്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നിന്റെ അപ്ബ്രിങ്ങിനെ കുറിച്ചോ ഒന്നും ചോദിച്ചിട്ടില്ല. എടാ, എന്റെ സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂരുകാരൻ. അതെ, തൃശ്ശൂരാണ്. തൃശ്ശൂര് കിടിയാണ് ഞാൻ. ഞാന് ഈ പ്രൊഫഷനിലേക്കൊക്കെ എത്തിയത് വളരെ അധികം യാദൃശ്ചികമായിട്ട് എത്തിയതാണ്. ഭയങ്കരമായിട്ട് സിനിമ എന്ന് പറഞ്ഞ് ചെറുപ്പം മുതൽ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. അധികം സംസാരിക്കുകയൊന്നുമില്ല. അപ്പം എങ്ങാനൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ജോലിയൊക്കെ കിട്ടി വീട്ടുകാരെ നോക്കണം, ഇതാണ് അൾട്ടിമേറ്റ്. അപ്പം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ പഠിക്കും. അപ്പം ഞാനൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കാൻ തോന്നും, പക്ഷെ എൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ കുത്തി നമ്മൾ പഠിക്കും, എഫേർട്ട് നമ്മളിവിടെ ഇടുന്നുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ ഞാനിങ്ങനെ കാലിലൊക്കെ വെള്ളട്ടൊക്കെ ഇരുന്ന് പഠിക്കും. അച്ഛനൊക്കെ പറയുന്നത് കിടന്നുറങ്ങ്, ഇതെന്തോ ഇങ്ങനെ ഇരുന്ന് പഠിക്കണേ, കുറച്ച് റെസ്റ്റൊക്കെ എടുക്ക്. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന സമയം അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി, ആൾക്കാരൊക്കെ വിളി തുടങ്ങി. അവൻ എന്തായാലും 10+ ആയിരിക്കും, ഒരു സംശയമില്ല. അത്രയും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നുണ്ട്. റിസൾട്ട് വന്നു, 1 A+, 2 B+, 2 B, ആ കൂടി 66% മാർക്കുള്ളൂ. അപ്പോ കാലിലൊക്കെ എന്തിനു നീ എന്താണ് ഇത് കാണിക്കുന്നേ? അപ്പൊ റിസൾട്ട് വന്ന് ആൾക്കാരൊക്കെ വിളി തുടങ്ങി, ഫാമിലിയിൽ ആൾക്കാരൊക്കെ. അച്ഛന് മാർക്ക് പറയാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു. അച്ഛൻ തപ്പി എത്ര A+ ഉണ്ട് ചോദിക്കും, അവന് കുഴപ്പമില്ല, നല്ല മാർക്കൊക്കെ ഉണ്ട് എന്ന് പറയുന്ന അച്ഛനെ ഞാൻ കണ്ടായിരുന്നു. അപ്പൊ 10 കഴിഞ്ഞ് അപ്പൊ പിന്നെ എന്ത് അടുത്തെടുക്കും എന്നുള്ള ചോദ്യമുണ്ട്. അത് ഭയങ്കര ചോദ്യമാണ് ആ സമയത്ത്. അപ്പൊ അച്ഛൻ്റെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു, അച്ഛൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്ന ഏറ്റവും നല്ല ജോലി ഉള്ള ഒരാൾ, നല്ല സാലറി മേടിക്കുന്ന ആളാണ് അച്ഛനെ ഗൈഡ് ചെയ്തത്. അപ്പൊ മോൻ പറഞ്ഞു അവന് സയൻസ് എടുക്കാൻ പറ. ജോലി ആള് പുറത്ത് ദുബായിൽ ഒരു റിഫൈനറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അച്ഛൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ ശരി, അപ്പൊ അച്ഛനാണെങ്കിൽ കൺസ്ട്രക്ഷനൊക്കെ ആണ്. അപ്പൊ അച്ഛൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളോടാണ് സജഷൻ ചോദിക്കുക, കാരണം മോന്റെ ഭാവി അടിപൊളിയാവണം. അച്ഛനും അത്ര അടിപൊളി എനിക്കും അറിയില്ല. എനിക്ക് അൾട്ടിമേറ്റ് നല്ല ജോലിയൊക്കെ കിട്ടി, പൈസ കുടുംബം നോക്കണം, അവരെ സന്തോഷിപ്പിക്കുന്ന എത്ര എഫേർട്ട് എടുത്ത്, ഇതാണ് അൾട്ടിമേറ്റ് എയിം. എൻ്റെ ഇഷ്ടങ്ങൾക്ക് അധികം പ്രയോറിറ്റികൾ അങ്ങനെ അന്ന് കൊടുത്തിട്ടില്ല, വീട്ടുകാരാണ് മെയിൻ നമ്മുടെ. പക്ഷെ സ്വാഭാവികമായിട്ടും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കുറവായാലും സയൻസ് ഗ്രൂപ്പ് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ആ കൂടി കിട്ടിയതൊക്കെ ഹ്യൂമാനിറ്റീസ് ഒക്കെ ആയിരുന്നു. ശരി, ഹ്യൂമാനിറ്റീസ് അന്ന് ഞാൻ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ
എനിക്ക് സയൻസാണ് വേണ്ടത്. ആള് പറഞ്ഞല്ലോ സയൻസ് ഇനി പഠിച്ചില്ലെങ്കിൽ എനിക്ക് ആൾ നല്ല ജോലി മേടിച്ച് തന്നില്ല എന്നുള്ള സംഭവം വന്നു. അപ്പൊ അന്ന് നമ്മുടെ പ്രിൻസിപ്പൾ വന്നിട്ട് ആർക്കെങ്കിലും ഹ്യൂമാനിറ്റീസിന് സയൻസിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞു. അവിടുന്ന് സയൻസിന് ഏതൊരു പിള്ളേർ ഇവിടേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണം വരണം പറഞ്ഞു. എടാ ഇത് മറ്റേ അയ്യോ പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല, അന്ന് നടന്നായിരുന്നു ആ സാധനം. തണ്ണീർമത്തം ദിനങ്ങളിലെ സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. കറക്റ്റ് ശരിയാണല്ലോടാ, അങ്ങനെ ഒരു സീനുണ്ട്. കറക്റ്റ് ആ സീൻ തന്നെ. അപ്പൊ ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൈ നോക്കി താല്പര്യമുള്ളത് പറഞ്ഞപ്പോ. പക്ഷെ ഇവന് നല്ല മാർക്ക് കൂടുതലായിരുന്നു. അപ്പൊ അവൻ ആദ്യം കൊണ്ടുപോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ വീണ്ടും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഓപ്ഷൻ വന്നപ്പോൾ സയൻസിലേക്ക് മാറി. അപ്പോൾ എനിക്കിത് മനസ്സിലായി, ഇത് പരിപാടി എളുപ്പമല്ല. കാരണം ഇത്രയും മാർക്ക് കുറവുകളാണ്, വീണ്ടും സയൻസിലേക്ക് ഇത് എങ്ങനെ പാസ്സാവും എന്നുള്ള ഭയങ്കര ചോദ്യമുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ +2 +1 എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിലത്തിരിക്കണം. പിന്നെ ഉത്തരം പറഞ്ഞ് കേൾപ്പിച്ചാലേ ബെഞ്ചിൽ കയറിയിരിക്കാൻ പറ്റുള്ളൂ. ഞാനും എൻ്റെ ആ 2 ഫ്രണ്ടും 2 വർഷമായിട്ട് നിലത്ത് തന്നെയാണ് നമ്മൾ ഇരുന്നിട്ടുള്ള. ബെഞ്ചിൽ കയറിയിരിക്കാനുള്ള യോഗം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും, പഠിച്ച് കേൾപ്പിക്കാൻ നോക്കും. ഫസ്റ്റ് ഒന്ന് കയറിയിരിക്കും, അപ്പൊ തന്നെ വീണ്ടും ചോദിക്കും, പിന്നെ വരും. അപ്പൊ എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു, നീ എന്തിനാ അവിടെ പോകുന്നത്, നീ എന്നെ കണ്ടുപിടിക്കുക. അവനെന്നും ക്ലാസ്സിക്ക് വരുന്നു, ആ ജനലര അവിടെ ബെഞ്ചിന്റെ അവിടെ കാലു മടക്കി ഇരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെ +1 +2 ഒക്കെ ജസ്റ്റ് കഷ്ടി പാസ്സായി. +1 2 സബ്ജക്റ്റൊക്കെ ഞാൻ ഫെയിലായി. അപ്പൊ +1 എത്ര മാർക്ക് കുറവുണ്ടോ അത് നമ്മൾ +2 എഴുതിയാൽ അങ്ങനെ പാസ്സാവും. അപ്പൊ +2 മാത്സിലൊക്കെയാന്ന് തോന്നുന്നു, മാത്സിൽ 24 മാർക്കാണ് ജസ്റ്റ് പാസ്. അപ്പൊ +1 4 മാർക്ക് എന്തോ കുറവുണ്ട്. അപ്പൊ 29 മാർക്ക് കിട്ടിയില്ലേ പാസ് മാർക്ക് ആവുള്ളൂ. അപ്പൊ ഞാൻ മാത്സ് എക്സാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എഴുതി വെച്ചു, എനിക്ക് +1 ഇത്ര മാർക്ക് കുറവുണ്ട്, അതുകൊണ്ട് 29 മാർക്ക് കിട്ടിയാലേ പാസ്സാവുള്ളൂ. ഇവരിപ്പോൾ എങ്ങനെ 24 മാർക്ക് കറക്റ്റ് കിട്ടിയാലും ഞാൻ പാസ്സാവില്ല, +1 ഇത്ര മാർക്ക് കുറവുള്ള അവർക്ക് അറിയില്ല എന്ന് വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചു. കറക്റ്റ് റിസൾട്ട് വന്നു. മാത്സിൽ കറക്റ്റ് 29 മാർക്ക്. ആരാണെന്ന് അറിയില്ല എന്നെ ഇട്ടത്, അവനെ രക്ഷിച്ചു. ഇങ്ങനെയൊക്കെ വർക്കായി. ഇതിപ്പോ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ടെലികാസ്റ്റ് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ സംഭവിച്ചു. പാവം തോന്നി കാണും കേട്ടോ. പിന്നെ പാവം തോന്നിക്കാനും അത് ഇട്ടു. എന്തായാലും അവൻ വലിയ ആളാണ് അവൻ, അതുകൊണ്ട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് +2 ഒന്ന് കടന്നുകൂടി. ഞാൻ വീണ്ടും അടുത്ത ചോദ്യം, ഇനിയിപ്പോ എന്ത് ചെയ്യും? വീണ്ടും അച്ഛൻ്റെ ഫ്രണ്ടോട് ചോദിച്ചപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചാൽ മതി, അടിപൊളി ജോലി. ഞാൻ സയൻസ് ആണല്ലോ എഞ്ചിനീയറിംഗ് ആണല്ലോ മെയിൻ. നിനക്ക് എങ്ങനെ എടുക്കാൻ തോന്നിയടാ? എനിക്ക് എന്റെ മനസ്സിലുള്ള ഏറ്റവും ഹോപ്പുള്ള ഒരു പ്രതീക്ഷയുള്ള ആളെ മാത്രം ആശ്രയിച്ച് അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ്. നല്ല ജോലി മേടിച്ച ഒരാളാണ്, നല്ല സെറ്റപ്പ് ജോലിക്കുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ശരി എഞ്ചിനീയറിംഗ് എടുക്കാം. പക്ഷെ ഈ മാർക്ക് കുറവുള്ള കാരണം നാട്ടിലൊന്നും സീറ്റ് കിട്ടിയില്ല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ +2 പഠിച്ചിട്ട് ഫ്രണ്ട് കോയമ്പത്തൂർ ജോയിൻ ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് കഥയുണ്ടല്ലോ പറയാൻ. അവൻ്റെ ഫ്രണ്ട് +2 പഠിച്ച ഫ്രണ്ട് കോയമ്പത്തൂർ ജോയിൻ ചെയ്തു. അപ്പോൾ അളിയാ നീ ഇവിടേക്ക് പോന്നോ, ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു എൻ്റെ ഫ്രണ്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് അവിടെ പോകാം. അത് SVS എന്ന് പറഞ്ഞൊരു കോളേജ് ആയിരുന്നു. ഇപ്പൊ ആ കോളേജൊക്കെ പേരൊക്കെ മാറി, അമൃതൊക്കെ മേടിച്ചു. അതിന്റെ ക്ലാസ് അമൃത് മേടിച്ചെന്നോ? അത് SVS അമൃത് മേടിച്ച കോളേജ് അവര് മേടിച്ച. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗിന് ഞാൻ ജോയിൻ ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. ഇല്ലാത്ത പൈസ ഒക്കെ മുടക്കി അച്ഛൻ എഞ്ചിനീയറിംഗ് ചേർത്തി. അച്ഛനൊക്കെ വളരെ നോർമൽ ഒരു ബിസിനസ്സൊക്കെ നടത്തുകയാണ്, സ്റ്റേഷനറി കടയൊക്കെയാണ്. ക്യാപിറ്റേഷൻ ഫീ കൊടുത്തു, എല്ലാം കൊടുത്തു. അന്നൊക്കെ ഒരു വർഷം 1.5 ലക്ഷം 2011 2014 പാസ് ഔട്ട്. നമ്മൾ കുറെ പറയാം. അപ്പോൾ അവിടെ വീണ്ടും ഇതേ പ്രശ്നങ്ങളൊക്കെ തന്നെ, ഈ സെയിം ഇഷ്യൂ. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. ഹാർഡ് വർക്ക് വിട്ടുള്ള ഒരു കളിയില്ല. കാരണം 2 മാസം ക്ലാസ് തുടങ്ങിയിട്ടാണ് ഓടി കയറുന്നത്. അപ്പോൾ 1 മാസം കൂടി 1.5 മാസം കൂടി കഴിഞ്ഞാൽ സെമസ്റ്റർ എക്സാം ആയിട്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പറ്റുന്നില്ല എനിക്ക് ഒട്ടും. കാരണം ഞാൻ +2 വരെ 10 വരെ മലയാളം ആണ് ഫുള്ള് പഠിച്ചതൊക്കെ. ഇവിടെ ഫുൾ ക്ലാസ് ഇംഗ്ലീഷ് കാര്യങ്ങൾ, ഇത് പറഞ്ഞ പോലെ മാത്സ് ഇൻ്റഗ്രേഷൻ പരിപാടികൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഫസ്റ്റ് സെം റിസൾട്ട് വന്നു, 6 സബ്ജക്റ്റാണ്, അതിൽ 5 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. ആ കൂടി ഇംഗ്ലീഷ് സബ്ജക്റ്റ് മാത്രം ജസ്റ്റ് പാസ്. അപ്പം അന്ന് ഈ മാർക്കിൻ്റെ ബേസിലൊക്കെ നമ്മുടെ കോളേജിൽ നമ്മുടെ പേരിടും. അപ്പൊ എൻ്റെ പേരാണ് ഏറ്റവും ലാസ്റ്റ് കോളേജിൽ. അപ്പോൾ ഈ തമിഴന്മാരൊക്കെ പറയും കോളേജിൽ, ഓ മച്ചാ നീതാനും ന്യൂയിര്, നീ ഉള്ള കാരണമാണ് നമുക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ആവേശം, പ്രചോദനം. ഞാൻ പോടാ അവിടുന്ന്,
ഞാൻ കിട്ടുന്ന ഇങ്ങനെ ഉരുകയാണ്. എന്ത് നോക്കിയിട്ട് പഠിക്കാനും കിട്ടുന്നില്ല. പിന്നെ വീണ്ടും സെക്കൻഡ് സെമസ്റ്ററായി, സപ്ലിയുടെ എണ്ണം കൂടി വരുന്നു. തേർഡ് സെമസ്റ്ററായി. ഇപ്പൊ ടീച്ചേഴ്സൊക്കെ വിളിച്ച് പറഞ്ഞു തുടങ്ങി, മോനെ നിനക്കധികം കഴിവില്ല. അവര് സത്യസന്ധമായിട്ട് പറഞ്ഞു, നിനക്കധികം കഴിവില്ല, അപ്പൊ നീ പരിപാടി നിർത്തുന്നതായിരിക്കും നന്നാവാ. വെറുതെ എന്തിനാ ഈ വർഷം കളഞ്ഞിട്ടുള്ള കാര്യം അവർ ജെന്യൂനായിട്ട് പറഞ്ഞു. പൈസയും കളയുന്നു. ഞാന് കുറെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്ക് കുറെ കൂട്ടം ആൾക്കാരുടെ അടുത്തുനിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എനിക്കൊരു ഒരു ഒരു പയ്യനൊക്കെ ഇൻഡിവിജ്വലായിട്ട് ഇരുന്ന് പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഞാൻ ശ്രമിച്ചു നോക്കി. അവസാനം എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. മിഥുൻ എന്നാണ് അവന്റെ പേര്. അവൻ എനിക്ക് എല്ലാത്തിനും ഇരുത്തി ഇങ്ങനെ പഠിപ്പിച്ചിട്ടായിരുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിത് പറ്റും തോന്നുന്നില്ല, ഞാൻ നിർത്താം. അച്ഛനോട് ടീച്ചേഴ്സ് വരെയൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പൊ തേർഡ് ഇയർ ഒക്കെ ആയിട്ടാ. തേർഡ് ഇയർ ആകുമ്പോ 10-35 സപ്ലിക്ക് ആയി. അപ്പോ അച്ഛൻ പറഞ്ഞു എൻ്റെ അടുത്ത്, നീ ഒരു പേടിയും പേടിക്കണ്ട, നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അത് ഒടുക്കത്തെ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെ ഒരു അച്ഛൻ പറയാന്ന് പറയുന്നത് ഭയങ്കരമാണ്. സാധാരണ പേരൻസ് ഒക്കെ എടാ നീ എന്താ കാണിക്കുന്നത്, ഇത്രയും പേപ്പറൊക്കെ ഉണ്ടായിട്ട് ഞാൻ അച്ഛൻ ഇവിടെ കഷ്ടപ്പെടുക്കുന്ന പൈസ നീ എന്താ കാണിക്കുന്നത്. പക്ഷെ എന്നോട് അച്ഛൻ ആ രീതിയിൽ ഒന്നും പറഞ്ഞില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നീ ഒന്നും പേടിക്കേണ്ട മോനെ, കോഴ്സ് ധൈര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അവിടുന്ന് എനിക്ക് ഭയങ്കര എനർജി കിട്ടി, മോട്ടിവേഷൻ ഭയങ്കര ബൂസ്റ്റ് കിട്ടി എനിക്ക്. അവിടുന്ന് ഞാൻ എങ്ങനെ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച് പഠിച്ച് 6th ആകുമ്പോഴേക്കും ഞാൻ ഒറ്റയടിക്ക് എല്ലാ പേപ്പറും ഞാൻ ക്ലിയർ ചെയ്തു. 2 പേപ്പർ മാത്രം ബാക്കി ഉണ്ടാകുന്നുള്ളൂ. അത് 8th സെമ്മിലാണെങ്കിൽ അത് ഫുൾ ക്ലിയർ ചെയ്തു ഞാൻ. ഞാൻ ഒറ്റയടിക്ക് പേപ്പർ ക്ലിയർ ചെയ്തു. 6th 7th കൂടി 2 പേപ്പർ ഉണ്ടാകുന്നുള്ളൂ. അത് 8th സെമ്മിൽ ഞാൻ ക്ലിയർ ചെയ്തു. ഒറ്റയടിക്ക് ഞാൻ ക്ലിയർ ചെയ്തു. അപ്പൊ പിന്നത്തെ ഞാൻ അത്രയും ഞാൻ ഹോസ്റ്റലിലൊക്കെ ഓണത്തിനൊക്കെ പിള്ളേരെല്ലാരും നാട്ടിൽ പോവും, ഞാൻ പോവില്ലായിരുന്നു. അപ്പിനോട് വാർഡനൊക്കെ പറയും, നീ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ ഔട്ടിങ്ങിനൊന്നും പോവാറില്ല. കോളേജ് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും എൻജോയ് ഒന്നും ചെയ്തിട്ടില്ല. 4th ഇയറിലാണ് പിന്നൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്, കാരണം ഇത്രയും പേപ്പറൊക്കെ ഒന്ന് ക്ലിയർ ആയപ്പോൾ. പിന്നെ വാർഡനൊക്കെ പറയട്ടെ ഇങ്ങനെ ഇരിക്കല്ലേ, നീ നാട്ടിൽ പോകാൻ നോക്കുക. അപ്പം ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഇരുന്ന് അവിടെ തമിഴന്മാരൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരൊക്കെ അടുത്തൊക്കെ ചോദിച്ചൊക്കെ പഠിക്കായിരുന്നു. അങ്ങനെ ആ 6th 3rd ഇയറിലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അത്രയും പേപ്പറൊക്കെ ക്ലിയർ ആയി. അപ്പം പിന്നത്തെ ടീച്ചേഴ്സൊക്കെ ജൂനിയേഴ്സിനോട് പറയും, ഇങ്ങനെ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ അടുത്ത് നമ്മൾ പഠിപ്പൊക്കെ നിർത്തി പോകാൻ പറയണം, അവൻ ഇത്രയധികം പേപ്പറെല്ലാം ക്ലിയർ ആയി. സത്യം പറഞ്ഞാൽ ഭയങ്കര ലൈഫ് അടിപൊളിയാണ്. 4th ഇയറിൽ ഞാൻ എല്ലാം അടിപൊളിയായിട്ട് ഞാൻ പാസ്സായി. അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. വീട്ടിലേക്ക് വന്ന അമ്മ എനിക്ക് പാസ്സായി കഴിഞ്ഞാൽ ഒരു സാധനം ഗിഫ്റ്റ് തരുന്നൊക്കെ പറയുന്നത്, ഒരു ചെയിനൊക്കെ എൻ്റെ കഴുത്തിലിട്ട്, എന്നിട്ട് അപ്പം തന്നെ അത് ഊരെടുക്കുകയും ചെയ്തു. നിർത്തിയേക്കാൻ കൊള്ളൂല അതൊക്കെ. അപ്പൊ തന്നെ ഊരെടുക്കുകയും ചെയ്ത്. അപ്പൊ അമ്മ ഗ്രാജുവേഷൻ ഡേക്ക് വന്നു. ഈ തൊപ്പി വെക്കുന്ന പരിപാടിക്ക് ഞാൻ വരുള്ളൂ, അത് വരുന്നുണ്ട് ഞാൻ കോളേജിലേക്ക് ഞാൻ വരില്ല. അമ്മയ്ക്ക് അപ്പോഴും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ. അതുകൊണ്ട് എൻ്റെ മീറ്റിങ്ങിലോ കോളേജിലേക്കോ ഒന്നും വന്നിട്ടില്ല, എല്ലാ അച്ഛൻ തന്നെയാണ്. അമ്മ എന്ന് പറഞ്ഞു, നീ എന്നാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അന്ന് ഞാൻ ഈ തൊപ്പി വയ്ക്കുന്ന എനിക്ക് വരണ്ട. അങ്ങനെ അതിലൊക്കെ അമ്മ വന്ന് അപ്പോഴും അത് നല്ല രീതിയിലൊക്കെ പാസ്സായി. ഇതിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ എന്നാലും ഇങ്ങനെ പറയാം. അതിന് നല്ല രീതിയിൽ പാസ്സായി. വീണ്ടും ചോദിച്ചിട്ടുണ്ടാവും ഇനി അടുത്തത് എന്ത്, നമ്മൾ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ ട്രൈ ചെയ്ത്. പക്ഷെ അന്നൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ് ആഗ്രഹം എന്നൊക്കെ ഞാൻ ആക്ടർ തന്നെയാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ആക്ടർ എന്നാണെങ്കിലും എഞ്ചിനീയറിംഗിലും പഠിക്കുമ്പോൾ ആക്ടർ എന്ന് ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള എഫർട്ട് ഞാൻ എടുത്തിട്ടില്ല. ആദ്യം മനസ്സിൽ നല്ലൊരു ജോലിക്ക് കിട്ടിയതിന് ശേഷം സെറ്റായിട്ട് വന്നിട്ട് സിനിമയിലേക്കൊക്കെ വരാം. കാരണം സിനിമ ഭയങ്കര പാടാണ്, അതോട് സിനിമ കൊണ്ട് വീട്ടുകാരെ നോക്കാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പണ്ടൊക്കെ നാടകത്തിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് സംസ്കൃതത്തിലും മലയാളത്തിലൊക്കെ 1, 2, 3 നാടകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഒറ്റ ഡയലോഗൊക്കെ ഉണ്ടാവുള്ളൂ എനിക്ക്. അപ്പം ഞാൻ ജില്ലാ കലോത്സവത്തിന് ഭയങ്കര പേടിയ സ്റ്റേജിൽ കയറാനൊക്കെ. ജില്ലാ കലോത്സവം കോളേജ് സ്കൂൾ പഠിക്കുന്ന പ്രോഗ്രാമുണ്ട്. സബ് ജില്ല കഴിഞ്ഞ് ജില്ല കലോത്സവത്തിന് ഒരു പ്രോപ്പർട്ടി എന്തോ വെക്കണം, തലയിലൊരു പൂ പോലെ. അപ്പൊ എല്ലാരും വെച്ചു. അപ്പൊ ഞാൻ വെക്കാൻ മറന്നുപോയി. പൂ വെക്കാൻ മറന്നു. അത് വെക്കാത്ത കാരണം ഈ നമുക്ക് ഫസ്റ്റ് കിട്ടിയില്ല, നമുക്ക് സെക്കൻഡ് കിട്ടി. അന്ന് എല്ലാ പിള്ളേരും എന്നെ കുറ്റപ്പെടുത്തി എനിക്കത് ഓർമ്മയുണ്ട്. പോലും വെക്കാത്ത കാരണം എനിക്ക് കിട്ടിയില്ല. അത് നമ്മള് വളരെ ചെറിയ റോള് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചിലപ്പോ കാറ്റോ മരങ്ങളോ ആ കൂടി വെക്കേണ്ട, എനിക്ക് പൂ മാത്രം.
ആ പൂ വെക്കാൻ വരെ ഞാൻ ടെൻഷനിൽ മറന്നുപോയി. പിന്നെ അപ്പുറത്ത് നോക്കുമ്പോ എല്ലാരും പൂ വെക്കും, ഞാൻ മാത്രം വെച്ചിട്ടില്ല. അപ്പൊ തന്നെ പൂവില്ലാത്ത ഒരു ചെടി മാത്രം എന്താണ് ഇവിടെ അതെ. അപ്പൊ ആ പേരിൽ ഇവൻ പൂ വെക്കാത്ത കാരണമാണ് നമുക്ക് ഇതില് പ്രൈസ് അടിക്കാത്ത പോയത്. അപ്പൊ അങ്ങനത്തെ ഒരു കഥയുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ച് വീണ്ടും എഞ്ചിനീയറിംഗിലേക്ക് വരാം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു വീണ്ടും അച്ഛന്റെ ആ ഫ്രണ്ടിനോട് ചോദിച്ചു, ഒരു സംശയം, ഈ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ നീ ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഒരു ഡ്രാഗൺ സിനിമയാണ് ഓർമ്മ വന്നത്. ഡ്രാഗൺ സിനിമ മറ്റേ തമിഴ് പടം. അതിനകത്ത് ഇത് കണക്ക്. പക്ഷെ അവൻ ഫുൾ ഉഴപ്പി കളയുന്നത്, പക്ഷെ നീ എഴുതി എടുത്തുവല്ല. അപ്പൊ ഈ കാലഘട്ടത്തിൽ അവിടെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഒരു സോങ് കാണും, ഒരു പ്രേമം കാണും, അങ്ങനെയുള്ള സെറ്റപ്പുകളൊന്നും ഇല്ലായിരുന്നു. എനിക്കോ ഇല്ല. ഞാൻ മീൻസ് തേർഡ് ഇയർ വരെ പഠിക്കണം, അടിപൊളിയാക്കണം, നൈസ് ആവണം. തേർഡ് ഇയർ ആകുമ്പോഴേക്കും ഒരുവിധം പേപ്പറൊക്കെ ക്ലിയർ ആയി. അപ്പോൾ തേർഡ് ഇയർ ഒരു ഹോസ്റ്റലിൽ നിന്നിരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു വർഷം പേപ്പർ ക്ലിയർ ആയപ്പോൾ ഒന്ന് കോളേജിന് പുറത്ത് റൂം എടുത്തു. ആ ഒരു വർഷമാണ് സത്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് പിള്ളേരായിട്ടൊന്ന് ചില്ല് ചെയ്തും എൻജോയ് ചെയ്തും. അതിൻ്റെ ഇടയിൽ ഞാനൊക്കെ ബിആർക്കിലെ പിള്ളേരൊക്കെ കമൻ്റ് അടിക്കാനൊക്കെ പോവാന്നല്ലാണ്ട് അങ്ങനെ സീരിയസ് റിലേഷനോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് സ്കൂളിൽ തന്നെ ഉണ്ടായിട്ടില്ല. സ്കൂളിലാണെങ്കിലും ഫുൾ ബോയ്സ് ഓൺലിയാണ് ഫുൾ പഠിച്ചത്. അതെ, അവിടെയും ബിടെക്കിനാണെങ്കിലും ഫുൾ മെക്കാനിക്കലായിരുന്നു, അവിടെയും പരാജയപ്പെട്ടു. ഇത്രയും മാർക്ക് പറഞ്ഞിട്ട് നീ മെക്കാനിക്കൽ തന്നെ പോയി എടുത്തുണ്ടല്ലോ, അത് സമ്മതിച്ചാലേ പറ്റുള്ളൂ. സമ്മതിച്ചില്ല, നമുക്ക് പ്രതീക്ഷ അതാണല്ലോ. അതെ, പക്ഷെ നീ ക്ലിയർ ചെയ്ത് അത് ഭയങ്കര അടിപൊളിയാട്ടോ. ഞാൻ അത് തീരെ പ്രതീക്ഷിച്ചില്ല. കഥ അങ്ങനെ പോകുന്നല്ല ഞാൻ വിചാരിച്ചത്. കഥ അങ്ങനെയാണ് ഉണ്ടായത്. കഥ ടിസ്റ്റിഞ്ഞിരിക്കുന്നുള്ളൂ. ഞാൻ ബിടെക് കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് ഞാൻ ഇനി അച്ഛൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ ഞാൻ ബിടെക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഇനിയൊരു ജോലി അവിടെ ഒന്ന് ചോദിച്ചു നോക്ക്. അപ്പം അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞു, ബിടെക്കാരൊക്കെ ഒരുപാട് പേരായി ഇപ്പോൾ, നീ ഒരു കാര്യം ചെയ്യും, എംടെക്കും കൂടി എടുക്കുക. എംടെക് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹയർ പോസ്റ്റിലുള്ള ജോലികളൊക്കെ കിട്ടും. അപ്പം ഞാൻ ബിടെക് തന്നെ പഠിച്ചു തന്നെ എൻ്റെ അവസ്ഥ അറിയാലോ. ശരി, ജോലി കിട്ടണല്ലോ, അളിയാ നീ ഞെട്ടരുത്, ഞാൻ എംടെക് എടുത്ത്. ഞാൻ ആ സെയിം കോളേജിൽ തന്നെ എംടെക്കിന് 4-2 6 വർഷം തമിഴ്നാട്ടിൽ തന്നെ. അത് ഹിന്ദുസ്ഥാൻ കോളേജിന്റെ ഒക്കെ അടുത്താ. ഒറ്റക്കാൽ മണ്ഡപം, മയിലിരിപ്പാളയം എന്നാണ് പറയാ. മറൈൻ കോളേജൊക്കെ അവിടെയുണ്ട്, ഭയങ്കര ഫേമസ് ആ കോളേജൊക്കെ. അപ്പം ഞാൻ എംടെക്കിന് അവിടെ തന്നെ ചെയ്തു. പക്ഷെ എക്സാമിന് മാത്രം പോയാൽ മതി. ഞാൻ ഡിസ്റ്റന്റ് തന്നെ റെഗുലർ സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മളവിടെ പഠിച്ച കാരണം ആ രീതിയിലൊക്കെ. അപ്പം അവിടെ ഒരു എംടെക്കിൽ ഒരു പയ്യൻ മാത്രമേ വരുന്നുണ്ടാകുന്നുള്ളൂ. അപ്പം ഞാൻ അവൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ എക്സാമിന് പോയിരുന്നു. റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട. എംടെക് അടിപൊളിയായിട്ട് തന്നെ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി പോയി. അപ്പം അന്ന് അവിടെ ബിടെക്കിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. നീ ബിടെക് പോലും പാസ്സായില്ലെന്ന് വിചാരിച്ചു, നീ ഇപ്പൊ എംടെക് എടുത്തല്ലോ, എന്താണത്. വീണ്ടും ഞാൻ അവിടെ അളിയ അങ്ങനെ എംടെക്കും നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. എല്ലാവർക്കും പൊതുവെ 10ലൊക്കെ മാർക്ക് കൂടുതലും, പിന്നെ പോകെ മാർക്ക് കുറയാണ്. എനിക്ക് 10 ഏറ്റവും മാർക്ക് കുറവും, PGയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ ഉണ്ടായത്. ഞാൻ അങ്ങനെയാണ് കയറിയത്. അങ്ങനെ ആ ദൗത്യം ഞാൻ കടന്നു കഴിഞ്ഞു. അപ്പൊ ഒരു 6 വർഷം ഓൾറെഡി പഠനത്തിന് വേണ്ടി മാത്രം പോയി. 23 വയസ്സിലാണ് ഞാൻ PG കഴിഞ്ഞത്. പക്ഷെ എവിടെയും ഞാൻ എന്റെ വർഷങ്ങളൊന്നും വേസ്റ്റ് ആയിട്ടില്ല, ഇങ്ങനെ പഠിച്ചു പോയിന്ന് മാത്രം. അത് വേറെ കാര്യങ്ങളൊന്നുമില്ല, ഒന്നും ചെയ്തിരുന്നു. എല്ലാം ഇത് ഒരു പ്രതീക്ഷയാണ്, ആള് നല്ലൊരു ജോലി മേടിച്ചു തരും. എംടെക് കഴിഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു ജോലി പറയും. അപ്പൊ ആള് പറഞ്ഞു, ലാസ്റ്റ് ഒരു കോഴ്സ് QC എന്ന് പറഞ്ഞൊരു കോഴ്സ്, ക്വാളിറ്റി കൺട്രോൾ. തീർന്നില്ല. ഇപ്പൊ 2 മാസത്തെ ഒരു കോഴ്സ്, കുഴപ്പമില്ല, ഇവളോ പണിയിട്ടേ ഇത് പണ്ടമാട്ടയാ. 6 വർഷം ഇത് വേണ്ടില്ല, ഇത് 2 മാസത്തെ കാര്യം കൂടെ അല്ലേ. അപ്പൊ അങ്ങനെ 2 മാസത്തെ ഒരു കോഴ്സും കൂടിയും ചെയ്തു. അത് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല, ക്രാഷ് കോഴ്സ് പോലത്തെ. അപ്പൊ അതൊക്കെ ചെയ്ത് ഞാൻ എല്ലാവർക്കും 1 കണക്കിന് സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ഇങ്ങനെ നല്ലൊരു ജോലി. അപ്പൊ ആള് പറഞ്ഞു, ഇപ്പൊ പുറത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒയ്യോ, ഞാന് ഇത് മറ്റേ അച്ഛന്റെ ഉപദേശിയോ മറ്റേ അലിഞ്ഞു പറഞ്ഞത് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ, ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എൻ്റെ ഇട്ടാവട്ട ലോകത്തില് കണ്ട ഏറ്റവും വലിയൊരു ആളായിരുന്നു. ആൾക്കാണ് നല്ല പേയ്മെന്റ് സാലറി കിട്ടുന്നത്. അപ്പം ഫാമിലി ആണെങ്കിലും ഭയങ്കരമായിട്ട് ആളത്രയും ക്ലോസ് ആണ്. ഞാനും ഭയങ്കരമായിട്ട് വിശ്വസിച്ച്.
പക്ഷെ ആൾ ഒറ്റയടിക്ക് നോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാനസികമായിട്ട് ഞാൻ തകർന്ന്. കാരണം നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും അത്യാവശ്യം അലമ്പ് കാണിച്ച് ഫെയിലായിട്ടും അവർക്കൊക്കെ നല്ല കണക്ഷനുള്ള കാരണമൊക്കെ ജോലി കിട്ടിയവരുണ്ട്. ഒരു കോണ്ടാക്ട് വേണം പുറത്തൊക്കെ കിട്ടണമെങ്കിൽ മനസ്സിലായി. അപ്പോഴും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ആകെ കൂടിയിട്ടുണ്ടെന്ന പ്രതീക്ഷ ആൾ നോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു. ആ തകർന്നതിൽ അവസാനം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് റാൻഡംലി വിളിച്ചായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ആക്ട് ലാബ് എന്ന് പറഞ്ഞൊരു തിയേറ്ററിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഞാൻ അങ്ങനെ ആക്ടിങ് പഠിക്കുന്നുണ്ട്. ഞാൻ ആക്ടിങ് പഠിക്കാൻ വേണ്ടി പോയതല്ല, എൻ്റെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യണം. ഈ കുറേ ഇമോഷൻസ് ഒക്കെ കെട്ടിക്കിടന്ന് ഇത്ര നാള് ഒരു മരവിച്ച് പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ 1 വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെ 3 ഡേ വർക്ക്ഷോപ്പ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പം ഇത്രയും നാളും മനസ്സിലുണ്ടാകുന്ന ഒരുപാട് ബ്ലോക്കുകൾ, കരയാനൊക്കെ വിട്ടുപോയത്, ചിരിക്കാനൊക്കെ വിട്ടുപോയത്, കുറെ എക്സസൈസ് ഒക്കെ ചെയ്തപ്പോൾ അങ്ങനെ പൊട്ടി പോകുന്നു. നീ കരഞ്ഞായിരുന്നാ? പല ഇമോഷൻസ് ഇങ്ങനെ പൊട്ടി പോകുന്നു. ഇതുണ്ട് കേട്ടോ, ഇത് ശരിക്കുള്ള സാധനമാണ്. നമ്മൾ ഈ വർക്ക്ഷോപ്പൊക്കെ ഈ മഞ്ചേച്ചി ഈയിടയ്ക്ക് ഒരെണ്ണം നടത്തിയായിരുന്നു. അവിടെ പോണം. എടാ അവര് പറയണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സാധനത്തെ കുറിച്ച് ചിന്തിക്കൂ, അതിനെ കുറിച്ച് ചിന്തിക്കൂ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ പുറത്തു വരും. അങ്ങനെ 3 ദിവസത്തെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് എന്തൊക്കെയോ കുറച്ച് കഴിവുകളുണ്ട് എന്ന് റിയലൈസ് ചെയ്ത് ആ ടേണിംഗ് പോയിന്റ് അതാണ്. ഞാൻ 6 വർഷം എഫേർട്ട് എടുത്തതിന് ഒരു 3 ദിവസം കൊണ്ടാണ് എൻ്റെ കുറച്ച് കഴിവുകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ കൂടെയുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ സാറ് നമുക്ക് അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉണ്ട്, നീ നാഞ്ഞ് പിടിച്ച് നോക്കി നോക്ക്. പിന്നെ 3 ഡേ വർക്ക്ഷോപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ 2 മാസത്തെ ഒരു കോഴ്സും കൂടി അവിടെ ജോയിൻ ചെയ്തു. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ആക്ടിങ് കോഴ്സിന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്കിതെന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നു, ഈ 2 മാസത്തെ കോഴ്സ് കൂടി അച്ഛൻ ചെയ്യണമെന്നുണ്ട്. അച്ഛൻ പറഞ്ഞ എല്ലാം ചെയ്തില്ല അച്ഛാ, ഞാൻ പറയുന്ന പോലെ അടിപൊളിയായിട്ട് പഠിച്ച് ഞാൻ പാസ്സായി. അപ്പം അച്ഛനും ഒന്നും പറയാൻ പറ്റില്ല, കാരണം അച്ഛൻ പറഞ്ഞ അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു, അച്ഛനും ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്റെ സ്റ്റോറിയുടെ പാരലടാ, ഞാൻ എല്ലാം ചെയ്ത്. നീയും അങ്ങനെ തന്നെയാണല്ലോ. ഞാനും അങ്ങനെയാണ് പറഞ്ഞാ, ഞാൻ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ബിസിനസ്സും തുടങ്ങിയിട്ടാണ് ഞാൻ പറയുന്നത്, അച്ഛൻ എനിക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തു നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, ഞാൻ ഒന്ന് ചെയ്തു നോക്കട്ടെ. നീ MBA എന്ത് കഴിഞ്ഞല്ലേ? MBA കഴിഞ്ഞതാണ്, അതും അടിപൊളി പാസ് ചെയ്തല്ലേ? സത്യയുടെ നമ്മള് ഒരേ പാതയിലാണ്. എടാ ആദ്യം നിനക്ക് ജോലി കിട്ടിയില്ല, എനിക്ക് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ എന്നും പറഞ്ഞ് ജോലി കിട്ടി ടെക്നോ പാർക്കിൽ. പക്ഷേ ശമ്പളം ഇല്ല. എന്തെങ്കിലും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കമ്മീഷനായിട്ട് കിട്ടും, പിന്നെ പെട്രോൾ കൂലി, അത്ര എനിക്ക് ആദ്യത്തെ ജോലിയിൽ നിന്ന് കിട്ടിയുള്ളൂ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് മടുത്തിട്ടാണ് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും പിന്നെ വയ്യാണ്ടായപ്പോഴാണ് ഞാൻ എന്നാ പിന്നെ ഒരു വ്ളോഗിങ്ങിലോട്ടൊന്ന് തിരിയാം, അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ. അപ്പൊ നീ 21-ലൊക്കെയാണ് ഈ വ്ളോഗിംഗ് പരിപാടി? ഞാൻ 24-ലാണ് വ്ളോഗിംഗ് തുടങ്ങുന്നത്. അതെ. നീ ഫാമിലി മാൻ അല്ലേ പക്ക? അതെ, നമ്മളെ ഏകദേശം ഒരു തോണിയിലാണ്, 2 സൈഡിലാണ്. ശരിയാ. എടാ പിന്നെ 2 മാസത്തെ കോഴ്സിന് അച്ഛൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അച്ഛനെ ഓൾറെഡി അത്യാവശ്യം ഈ പഠിപ്പിക്കാൻ വേണ്ടി നല്ലോണം പൈസ ചെലവാക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ അത്ര വലിയ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഒന്നുമില്ല. ഇതും പഠിക്കാനും അത്യാവശ്യം ചിലവുണ്ട്, അതിനും അച്ഛൻ തന്നെയാണ് പൈസ. വേണമെങ്കിൽ ഒരു വർഷം എന്തൊക്കെ പറഞ്ഞാലും വേറെ എന്തെങ്കിലും നോക്കിക്കോ, എനിക്ക് പറ്റില്ല, എനിക്ക് പൈസ തരാൻ പറ്റില്ല, ഇത്രയും പഠിപ്പിച്ചില്ല, നീ എന്തെങ്കിലും കിട്ടിയ ജോലിക്കൊക്കെ കയറിക്കോളാനൊക്കെ പറയും. പക്ഷെ അച്ഛനും അമ്മയും എന്നോട് നോ പറഞ്ഞില്ല, നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം നീ അതുകൊണ്ടും ചെയ്യേ. ഈ 2 മാസത്തെ കോഴ്സിൽ കുറേ നാടകങ്ങൾ, കുറേ എക്സസൈസുകളൊക്കെ ചെയ്തപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് എനിക്ക് സംഭവിച്ചു. ക്യാരക്ടറിലാണെങ്കിലും പേഴ്സണാലിറ്റിയിലാണെങ്കിലും കുറെ സംസാരിക്കാനാണെങ്കിലും. 2 മാസത്തെ കോഴ്സ് 2 മാസത്തെ കോഴ്സ് അത് ചെയ്ത്. എവിടെയായിരുന്നു? ഇവിടെ ആക്ട് ലാബിൽ കാക്കനാട് സജീവ് നമ്പ്യത്ത് എന്ന് പറഞ്ഞ സാറാണ്. ആ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ഒരു പരിപാടി ഉണ്ട്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നു. അപ്പോൾ എനിക്കറിയാം ഈ മേഖല ഒരു കടൽ പോലെ കിടക്കുന്ന മേഖലയാണ്, എത്തിപ്പെടാൻ ഭയങ്കര പാടാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ജോലി കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും ടഫുള്ളൊരു കാര്യമാണ്. പിന്നെ ഞാൻ അത് റിയലൈസ് ചെയ്തു, ഒരു രക്ഷയില്ല. മറ്റേ വക്കീൽക്കൂനകത്ത് അപ്പൊ എൻ്റെ കൂടെയുള്ള ആൾക്കാർ അപ്പോഴും നല്ല ശമ്പളമുള്ള ജോലികൾ മേടിക്കുന്നു, കല്യാണം കഴിയുന്നു, കാറ് മേടിക്കുന്നു. ഞാനപ്പോഴും ഒരു M.Tech കഴിഞ്ഞിട്ടും ഈ തിയേറ്റർ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല പടങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ഷോർട്ട് ഫിലിംസ് അഭിനയിക്കാൻ തുടങ്ങി. ഷോർട്ട് ഫിലിംസൊക്കെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം എനിക്ക് വന്നു. ഷോർട്ട് ഫിലിമിക്ക് വന്നിട്ട് തൃശ്ശൂർ തന്നെയാണ്. അപ്പം എൻ്റെ അനിയൻ പഠിക്കുന്ന സ്കൂൾ IS എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ ഇവരിങ്ങനെ ഷോർട്ട് ഫിലിമിൻ്റെ ആൾക്കാർ കോളേജ് തപ്പിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ ആ കോളേജ് മാത്രം കിട്ടില്ല, എൻ്റെ അനിയനോട് പഠിക്കുക. കറക്റ്റ് വന്നിട്ട് അവന് വിളിച്ചോളൂ, ആ കോളേജ് കിട്ടി, എൻ്റെ അനിയൻ പഠിക്കുന്ന കോളേജ് IS-ലാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ശരി, ഓക്കെ. എൻ്റെ അച്ഛനാണ് നേരെ കട നടത്തുക. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് സ്കൂൾ അസംബ്ലി നിൽക്കുന്ന, എൻ്റെ അനിയൻ അസംബ്ലി നിൽക്കുന്ന അതേ ലൈനിൽ ഞാനും നിൽക്കുക. M.Tech കഴിഞ്ഞിട്ട് അവൻ്റെ യൂണിഫോം ഇട്ടിട്ട്
ഞാൻ എന്ത് എന്റെ ധൈര്യത്തിലാണ് അവസ്ഥ. ആ. ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇത് അപ്പോഴൊക്കെ എനിക്ക് ഷോർട്ട് ഫിലിം അഭിനയിച്ചു, വരുമാനമില്ല, ആ. സിനിമയിൽ കയറി, ഇതൊക്കെ വരുമാനം എത്തി, ഇതൊക്കെയാണ് ചിന്ത അപ്പോൾ നിൽക്കുന്നത്. അഭിനയിക്കുന്ന സമയത്ത് അതൊന്നുമല്ല, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. അനിയനപ്പുറത്ത് നിൽക്കുക, വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ആ. അയ്യോ ഉഫ്. എൻ്റെ പൊന്നേ. അപ്പോൾ ആ ഷോർട്ട് ഫിലിമൊക്കെ കഴിഞ്ഞു. ഇതുപോലെ എങ്ങനെയോ ഷൂട്ട് തീർത്തു എന്നൊക്കെ. എങ്ങനെയോ ഒക്കെ തീർത്ത് ആ. 2-3 ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ എടാ, അത് ഏത് ഷോർട്ട് ഫിലിം ആയിരുന്നു? ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ യൂട്യൂബിലുണ്ടോ അത്? യൂട്യൂബിലുണ്ട്. Fresh ഫ്രഷ് Juice ജ്യൂസ് അല്ലേ? എന്ന് പറഞ്ഞ ഇതാണ്. പിന്നെ ഞാൻ കുറേ ഓഡീഷൻസ് ഒക്കെ പോയി, ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കിട്ടി. അപ്പം അതിനൊന്നും പൈസകളൊന്നും കിട്ടുന്നില്ല. അപ്പോഴും അച്ഛൻ്റെ അടുത്താണ് പെട്രോൾ അടിക്കാനൊക്കെ പൈസ മേടിക്കുന്നത്. ആ. ട്രാവൽ ചെയ്ത് പോകണ്ടേ, അതെ. അതിനൊക്കെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ്. അപ്പം അപ്പോഴും അച്ഛനൊന്നും നോന്ന് പറഞ്ഞിട്ടില്ല കേട്ടാ, ആ. ഒന്നും പറഞ്ഞിട്ടില്ല. നന്നാവും എന്നുള്ള രീതി അങ്ങനെയും പറഞ്ഞിട്ടില്ല. അവർക്കും അറിയില്ലല്ലോ എന്താവുമെന്ന്. അവര് മാക്സിമം സപ്പോർട്ടായിട്ട്. ഭീകര സപ്പോർട്ട്, ഒന്നും പറയാനില്ല. പക്ഷേ എനിക്കൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലായി. ഒരു കണക്ഷനും ഇല്ല, കണക്ഷനുള്ള ആൾക്കാർ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. പക്ഷെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ബാക്കപ്പ് ഉണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നടക്കാം. പക്ഷെ അങ്ങനെയുള്ള ബാക്കപ്പ് അവസ്ഥയില്ല. നമ്മൾ തന്നെ ഏൺ ചെയ്താൽ മാത്രമേ വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഫ്യൂച്ചർ കാണുമ്പോൾ അത്ര ഓക്കെ ഇല്ല. നമുക്ക് വീട്ടിൽ അത്യാവശ്യം നല്ല ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വർഷം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കാം. പക്ഷെ അതെനിക്കത് പറ്റിയിരുന്നില്ല. ഫൈനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലെങ്കിൽ നമ്മൾ തന്നെ. റിയാലിറ്റിയാണ് അത്. അതെ. ഒട്ടുമിക്ക കേരളത്തിലെ മെജോറിറ്റി ആണുങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണ്. അതാണ് അളിയ. അപ്പം ഞാൻ പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് ഈ പഠിച്ചതിൻ്റെ ബേസിൽ എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് ഒരു 18 മാസത്തെ ഒരു വർക്ക് വിസ ഓ. ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി IELTS ഒക്കെ എഴുതി അതിന് വേണ്ടി പോവാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തി. അപ്പം അതിന് പോകുന്ന സമയത്ത് അവിടെ 18 മാസം വർക്കേഴ്സ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ അവിടെ ഓസ്ട്രേലിയയിൽ കുറേ തിയേറ്റേഴ്സ് ഉണ്ട്, അവിടെ കുറേ നാടകങ്ങളൊക്കെ ചെയ്യാം, എന്നിട്ട് അവിടുത്തെ ഹോളിവുഡ് പടത്തിലൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ചിന്തകളൊക്കെ ഇവിടെ ഒന്നും ആവാൻ പറ്റിയിട്ടില്ല കേട്ടോ. പക്ഷേ എക്സ്ട്രീം ചിന്തകളൊക്കെ ഹോളിവുഡിൽ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയൊക്കെ ചിന്തിക്കുക, വലിയ വലിയ ചിന്തകളൊക്കെ. ചിന്തയ്ക്ക് നമ്മൾ ആർക്കും ഒന്നും കൊടുക്കണല്ലോടാ, അത് സെറ്റാണ്. അപ്പോഴാണ് വേറെ ട്വിസ്റ്റ് വരുന്നത്. എൻ്റെ ഒരു കൂടെ പിടിച്ച എൻ്റെ ഒരു ഫ്രണ്ട് തട്ടിമുട്ടിയുടെ കാസ്റ്റിംഗ് കോൾ ആ മൊമെന്റിൽ അയച്ചിരുന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത്. അപ്പം ഞാൻ കണ്ട്, ഞാൻ വീഡിയോ സെൽഫ് ഉണ്ട് അയച്ചു കൊടുത്തു. ഞാൻ എൻ്റെ പേര് സാഗർ, ഞാൻ എന്തൊക്കെയാണ് പഠിച്ചത്. ഇത് ഏത് വർഷമാണ്? ഇത് 2016 ഓക്കെ. ആ സമയം ഞാൻ വീഡിയോ സെൽഫ് ഉണ്ട് അയച്ചു കൊടുത്തു. ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പൊളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്നെ ഓഡീഷനിൽ വിളിച്ചു. അപ്പോൾ അന്ന് ആ സമയം ഓഡീഷന് വിളിച്ച സമയത്ത് തലോ ദിവസം എന്നെ വിളിച്ചേക്കണം. പക്ഷെ ഞാൻ അത് പോകുമെന്നുള്ള ഒരു സാധനം എനിക്ക് ഉണ്ട് അതിലേക്ക്, കാരണം എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാലത്ത് പനി പിടിച്ച് സ്വപ്നം കണ്ടിട്ട് കിട്ടി, നീ എന്താ കിടന്നുറങ്ങുന്നേ, വേഗം പോകാൻ നോക്കുന്നത് എൻ്റെ ഓഡീഷനാ. അങ്ങനെ തന്നെ ഉണ്ടായത്. കറക്റ്റ് ഞാൻ അത് കേട്ട് ഞെട്ടി എണീറ്റ്. അച്ഛൻ എനിക്ക് ഇങ്ങനെ ഓഡീഷന് വിളിച്ചിരുന്നു, എനിക്ക് വയ്യ സത്യത്തിൽ, ഞാൻ പോയി നോക്കാല്ലേ. പക്ഷെ മോനെ ധൈര്യമായിട്ട് പോയി നോക്കടാ. പക്ഷെ അമ്മ പറഞ്ഞു പോകണ്ട, നിനക്കൊന്നും കിട്ടൂല. അമ്മ അങ്ങനെ പറയുന്ന ഉള്ളിൽ മോനെ കിട്ടണം തന്നെയാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞു നീ പൊക്കോ. ഞാൻ അവിടുന്ന് ലേറ്റ് ആയി ഓൾറെഡി എത്താൻ. ഞാൻ അവിടുന്ന് ബസ് കയറി മനോരമ എൻ്റെ തട്ടകത്തിലേക്ക്, ഞാൻ മനോരമ തട്ടലേക്ക് ഞാൻ കാല് കുത്തി. ഈ സമയത്തൊന്നും എനിക്ക് മഴവിൽ മനോരമ അറിയില്ല, അല്ല അറിയാം, പക്ഷെ അങ്ങനെ ഒരു ചിന്തയില്ല, ഒരിക്കലില്ല. അങ്ങനെ മഴവിൽ മനോരമ തട്ടത്തിലേക്ക് കാല് കുത്തി. ഞാൻ നേരെ ഫസ്റ്റ് തന്നെ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളി കയറി. അപ്പോൾ അവിടുത്തെ ഡയറക്ടർ പറഞ്ഞു, മോനെ താഴെ ഇഷ്ടം പോലെ പിള്ളേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ പോയിരിക്കും എന്ന് പറഞ്ഞു. ഡയറക്ടർ ആരായിരുന്നു? അന്ന് മനോജേട്ടൻ. ഞാൻ സോറി, ഞാൻ ലേറ്റ് ആയി കാരണം പെട്ടെന്ന് അറിയില്ലായിരുന്നു താഴെയാണല്ലേ. ഞാൻ താഴെ പോയിരുന്നു. അപ്പോൾ അവിടെ കുറേ പിള്ളേരെല്ലാവരും നിൽക്കുന്നുണ്ട്, പലരും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പെർഫോമൻസ് ചെയ്യണം, ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം. അവസാനം എൻ്റെ കൂടെ എത്തി. ഞാൻ ഓഡീഷനിലേക്ക് കയറി. അവരെല്ലാവരും പറഞ്ഞു, കുറേ പേര് ഇരിക്കുന്നുണ്ട്. അന്ന് നായകൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ ആ പിള്ളേരൊക്കെ ഓഡീഷൻ കാണാൻ നിൽക്കുന്നുണ്ട്. നായകൻ. അപ്പോൾ അവിടുത്തെ ഡയറക്ടറും അവിടുത്തെ അസോസിയേറ്റീവ് എല്ലാവരും പറയും ഞങ്ങളെല്ലാവരും ചിരിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിപ്പിക്കണം എന്ന് പറയുന്നത് വേറെ സിറ്റുവേഷൻ, എല്ലാവരും ചിരിപ്പിക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു കരയുന്ന ഒരു സിറ്റുവേഷൻ എടുത്ത് കരഞ്ഞ് ഞാൻ. അപ്പം ഇവർ ചിരിക്കും, എന്തിനെ കരയുന്നത്, ചിരിപ്പിക്കാനല്ലേ പറഞ്ഞേ. ഞാൻ കരഞ്ഞു, അയ്യോ ഇത് മാറിപ്പോയില്ല, ചിരിപ്പിക്കല്ലേ വേണ്ട, ഞാൻ നല്ല കഴിവുള്ള ആളാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കുക, ഇഷ്ടംപോലെ ചാനലുകാരെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം, എനിക്കൊന്നുമില്ല, ഞാൻ കഴിവുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ചിരി വന്ന്. ആ ചിരി വന്ന് നോക്കി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ തന്ന്, നക്ഷത്ര സംക്രാന്തി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇമാജിൻ ചെയ്തിട്ട് മീനാക്ഷിനെ പെണ്ണ് കാണാൻ
മീനാക്ഷിനെ എനിക്കൊന്ന് സെറ്റാക്കി തരണം, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, അതിലെന്തൊക്കെയോ കൗണ്ടർ അടിച്ച് അത് ഓക്കെ. ഓ മൂന്നാമത്തെ ഒരു ടാസ്ക് തന്ന് അർജുനേട്ടനായിട്ട് ഒരു കവിത ചൊല്ലുന്ന ഒരു സാധനം. അതിന് കുറച്ച് സമയം തന്നു പ്രിപ്പയർ ചെയ്യാൻ തന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി, അത് അത്ര വർക്കായില്ല. ബാക്കി സ്പോട്ടിലെ സാധനം കിട്ടി, മനസ്സിലാവൂടാ, നമുക്ക് ചിന്തിക്കാൻ കയ്യിൽ നിന്ന് പോയി. ഞാൻ മൂന്നാമത്തെ അത്ര കയ്യിൽ നിന്ന് ഓക്കെ അല്ലാത്ത വിട്ട് ചെയ്തപ്പോൾ എനിക്കത് മനസ്സിലായി, അത് വർക്കായില്ല. ശരി, ഞാൻ എല്ലാവർക്കും കൈ കൊടുത്ത് പോയി. ഞാൻ വീട്ടിൽ കറക്റ്റ് എത്തിയപ്പോഴേക്കും ഡയറക്ടർ വിളിച്ചു, നീയാണ് മീനാക്ഷിയുടെ കെട്ടിയോനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആദിശങ്കരനായിട്ട് നീ മഴവില്ലിൽ നമ്മുടെ കൂടെ നീ നിൽക്കണം, പൊളിക്കണം. ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എനിക്ക് മിനി സ്ക്രീനിൽ കിട്ടുന്നത്. അതിനൊരുപാട് നന്ദി. മനോജ് ഏട്ടൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ നിൽക്കാനുള്ള വലിയൊരു കാരണം. അതെ, ആദ്യത്തെ ഒരു വലിയ സ്റ്റെപ്പ്, വലിയൊരു സ്റ്റെപ്പ് ആയിരുന്നു മഴവിൽ മനോരമ തട്ടിമുട്ടിയിൽ. അത് ഇത്രയും വലിയ ആർട്ടിസ്റ്റിലൂടെ വരയ്ക്കാൻ പറ്റില്ല. ലളിതാമ്മയാണെങ്കിലും മഞ്ജു ചേച്ചിയാണെങ്കിലും ഇവരൊക്കെ രക്ഷയില്ലാതെ എനിക്കറിയാം. ആക്ടേഴ്സ് അല്ലേ ഇവരൊക്കെ പെർഫോമൻസ് ചെയ്ത് പഠിക്കാൻ. ചുമ്മാ മഞ്ജുചേച്ചിയുടെ കരയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഈ ബ്രില്യൻ്റ് ആക്ടേഴ്സിന്റെ കൂടെ പിടിച്ചേക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇതേ ഞാൻ പഠിക്കുന്ന സമയത്തുള്ള അതേ സ്ട്രഗിളർ ആക്ടിങ്ങിലും ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് കൊണ്ടുവന്നോ ഡാൻ ചൂട് കോഫിയാണോ? കോഫി. ഓ, അത് വന്നപ്പോ അവന്റെ മുഖത്തൊരു തെളിച്ചം. ഇനി പറഞ്ഞോടാ. അപ്പൊ അങ്ങനെ അവസരം കിട്ടി. ഞാന് അവിടെ കയറി എന്നെല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ച് തുടങ്ങി. അപ്പൊ എനിക്ക് സിംഗ് സൗണ്ട് ആണ്. നിനക്ക് അവിടെ സിംഗ് സൗണ്ട് അല്ലേ? എവിടെ? ബമ്പർച്ചിരിയിലോ? ബമ്പർച്ചിരി അങ്ങനെ തന്നെയല്ലേ? ബമ്പർച്ചിരി സിംഗ് സൗണ്ട് നീ ഉദ്ദേശം എന്തിനാണ്? ഇല്ലടാ, നമുക്ക് അവിടെ ഡയറക്റ്റ് അങ്ങ് പോവേല്ലേ, നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് വേണ്ടല്ലോ. മൈക്ക് കൊണ്ടുവരുന്നതല്ലേ? അപ്പൊ നമ്മള് കറക്റ്റ് സിംഗ് സൗണ്ട് ലാപ്പിലൊക്കെ വെച്ച് നല്ല അക്ഷരസ്ഫുടതയിൽ അത് നിൽക്കൂലേ? അതെ, ലേപ്പലൊന്നും ഇല്ലല്ലോ. ഓ, ഇവിടെ ഉണ്ട് സിംഗ് സൗണ്ട്. നല്ല അക്ഷരസ്ഫുടതയിൽ സംസാരിക്കണം, നല്ല ക്രാക്ക് വരരുത്. ഇത് കുറച്ച് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ വട്ടം കൂടി ടേബിളിൽ ഇരിക്കുന്നു, അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു, ആക്ഷൻ വിളിക്കുന്നു. എനിക്ക് ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നസറിക്കൊക്കെ പിന്നെ നസറിക്കൊക്കെ സ്പോട്ടിലൊക്കെ ഭയങ്കര ഇംപ്രൈസേഷൻ ആണ്. എനിക്ക് ഒട്ടും പറ്റിയിരുന്നില്ല. പിന്നെ അവസാനം എനിക്ക് അവിടുന്ന് ചീത്ത വിളിക്കുകയായി. മഞ്ജേച്ചി, ഓ പിന്നെ എവിടുന്ന കിട്ടിയണ വില. ഡയറക്ടർ ഇപ്പം എല്ലാവരും ഞാൻ വരുന്ന സീനിൽ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. എപ്പോൾ രാത്രിയൊക്കെ സീൻ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ചേട്ടന്മാരൊക്കെ ചീത്ത പറയും, ഓ സാഗർ കയറിയുണ്ട്, അപ്പം ഇന്ന് വണ്ടി എടുക്കാൻ കുറച്ച് പാടാവും. അപ്പം അവിടുന്ന് പോയിട്ട് ചായ കുടിക്കുന്ന ചേട്ടൻ എല്ലാം കൊടുന്നവരൊക്കെ പറയണം, സാഗരം വേഗം തീർക്കുമ്പോൾ പോണ്ടേ എന്നൊക്കെ തലങ്ങും വിലങ്ങൊക്കെ പറയായിരുന്നു. എന്നെ മനോജ് ചേട്ടനൊക്കെ എന്നെ ഒരുപാട് ചീത്ത വിളിച്ച ആൾ നാക്കൊക്കെ കുഴഞ്ഞിട്ടുള്ളൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ ആളാണ് എന്നെ എടുത്തത്, മനോജ് ചേട്ടനാണ് എടുത്തത്. അപ്പോൾ ചാനലിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറായി. അവസാനം മനോരമയിൽ നിന്ന് പ്രഷറായി, ഇവ എന്താണ് കാണിക്കുന്നത്, റേറ്റിംഗ് നമുക്ക് വരുന്നില്ല, നമുക്ക് അവിടെ വേണമെങ്കിൽ മാറ്റാം, അമേരിക്കക്ക് വിടാം, അങ്ങനെയൊക്കെ വിട്ട് അങ്ങനെയൊക്കെ അമേരിക്കക്ക് വിടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ മാമിയുടെ വീട്ടിൽ താമസിക്കാൻ വിടും. ഇതൊക്കെയാണല്ലോ സീരിയലിന്റെ ഒരു പരിപാടി. അപ്പൊ അങ്ങനെ അങ്ങനത്തെ അവസ്ഥകളായി. ഇപ്പൊ അവിടെയും എനിക്ക് സ്ട്രെസ് വന്നു. ദൈവമേ, അവിടെയൊക്കെ ആക്ടിങ്ങിലൊക്കെ വർക്ക്ഷോപ്പൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സാധനമല്ല സിനിമ ഇതിലേക്ക് വന്നപ്പോൾ സിറ്റ്കോമിലേക്ക് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇവർ പ്രത്യേകിച്ച് ഇത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെ പിടിച്ചേക്കാൻ ഭയങ്കര പാടായിരുന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആണ് പരിപാടി. എനിക്ക് സിനിമയെക്കാട്ടൊക്കെ ഭയങ്കര ഏറ്റവും വലിയ പഠനം സിറ്റ്കോം എന്നായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഇംപ്രൈസേഷൻ, ഒരുപാട് പ്രോപ്പർ സ്ക്രിപ്റ്റ് ഒന്നുമില്ലല്ലോ. കയ്യിൽ നിന്ന് ആരാണ് കഴിവുള്ളൻ അവൻ അവിടെ സ്കോർ ചെയ്യും, അല്ലാത്തവൻ അവിടെ മിണ്ടാണ്ടിരിക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഏറ്റവും നല്ല പഠനം എനിക്ക് തട്ടിമുട്ടിയായിരുന്നു. ചാനലിൽ ഇതുപോലെ എന്നെ മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടറാണ് എന്നെ എടുത്തത്. അപ്പോൾ ഡയറക്ടർക്ക് ഒരിക്കലും എന്നെ മാറ്റാൻ പറ്റില്ല, കാരണം ആൾക്ക് മോശമാണ്. കാരണം എന്നെ ഇത്രയും ക്രൂ അവരാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഡയറക്ടർ എന്നെ മുട്ടം കണക്കിന് ചീത്ത വിളിക്കായിരുന്നു. എന്നിട്ട് രാത്രി വന്നിട്ട് പറയും, ഞാൻ തന്നെ ഒരുപാട് ചീത്ത വിളിച്ചിട്ടുണ്ട്, നീ അങ്ങനെ ഇട്ടിട്ട് പോയി എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ സൈക്കോളജിക്കൽ ആളെന്ന് പറഞ്ഞത്, നീ ഇട്ടിട്ട് പോയ കുഴപ്പമില്ലല്ലോ, പക്ഷെ നീ പോയില്ല, നീ പിടിച്ചു തന്നെ ഞാൻ സമ്മതിച്ചു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്കിതിൽ പിടിച്ചു നിന്നാൽ പറ്റൂ, എനിക്കിതിൽ രക്ഷപ്പെട്ടേ പറ്റൂ എന്നുള്ള ഒറ്റ ചിന്ത മാത്രം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഡയറക്ടർ മനോരമയുടെ അടുത്ത് പറഞ്ഞു, ഇവനൊരു ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവൻ വന്നിട്ടുള്ളൂ, അവന് കുറച്ച് സമയം വേണം പെർഫോമൻസ്, ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ കൂടെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്, കുറച്ച് സാവകാശം കൊടുക്കുക. അപ്പോൾ ഒരു 2 ആഴ്ച സമയം കൊടുക്കാം, അതിനുള്ളിൽ ഓക്കെ അല്ലേ നമുക്ക് മാറ്റാം. ശരി,
അങ്ങനെ മീനാക്ഷിയുടെ ഒരു കല്യാണം രണ്ടാഴ്ച 2 ആഴ്ച deadline ആടാ. ആ. മീനാക്ഷിയുടെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് നൈറ്റിന്റെ ഒരു എപ്പിസോഡ്. ഉം. ആ എപ്പിസോഡ് കേറി ക്ലിക്കായി. ഉം. അതില് റേറ്റിംഗ് കേറി സെറ്റായി. അപ്പോൾ എല്ലാരും ഭയങ്കര ഹാപ്പി. അതില് ഞാൻ അവിടെ നിന്നു. ഞാൻ എൻ്റെ ഒരു ഉറപ്പിച്ചു. പിന്നെ അവിടുന്ന് കാലുറപ്പിച്ച അവിടെയാണ്. കാലുറപ്പിച്ച് സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് ലേൺ ചെയ്ത് മഞ്ജു ചേച്ചി ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ ആ ലൊക്കേഷനിലെ എല്ലാ ആൾക്കാരും എനിക്ക് തോന്നുന്നു അവിടെ വെച്ചാണ് മഞ്ജു ചേച്ചി ആയിട്ടുള്ള ഒരു ബോണ്ട് പിന്നെ ഫോം പിന്നെ ചെയ്യുന്നത്. എന്നെ അത്രയ്ക്കധികം സപ്പോർട്ട് മഞ്ജു ചേച്ചി ഗൈഡ് ചെയ്തിട്ടില്ലേ അവിടെ പിന്നെ ഒരുപാട്? ഒരുപാട് എന്നെ എത്രമാത്രം എനിക്കറിയില്ല എത്രമാത്രം ഒരാൾക്ക് ഗൈഡ് ചെയ്തൊന്നും എനിക്ക് മാത്രം ആ ഭാഗ്യം കിട്ടിയിട്ടുള്ള തോന്നുന്നു. നിനക്കും കിട്ടിയിട്ടുണ്ടാവാതിരിക്കാം. എനിക്ക് അടിയാണ് കൂടുതൽ കിട്ടുന്നത്. എന്നെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. എന്നെ ചേച്ചിക്ക് എപ്പോഴും ആരെങ്കിലും വേണം. ഇന്ന് എന്നെ ചെവുക്കനെ കിട്ടിയില്ലേ? ഒരെണ്ണം കിട്ടി. പിന്നെ ഇന്നലെ മന്തി തിന്നാൻ പോയതിന് വിളിക്കാത്തതിന് തല്ലി കിട്ടി. ഓ അങ്ങനെയുണ്ട്. എന്നിട്ട് അത് പെട്ടെന്നൊന്നും തീരെയില്ല. ഒരാഴ്ച ഇല്ല, ചിലപ്പോ പിണങ്ങിയിരിക്കും. നമുക്ക് മനസ്സിലാവില്ല എന്തിനാണ് മഞ്ജുമ്മ പിണങ്ങിയിരിക്കുന്നത്. നീ മഞ്ജു ഉമ്മ എന്നാണല്ലേ വിളിക്കുന്നത്? ഞാൻ മഞ്ജുമ്മ എന്ന് വിളിക്ക. ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോ പറയും, ഇപ്പൊ കൊറേ അമ്മമാരാണല്ലോ, കാർത്തിക് ഉണ്ട്, സന്ദീപ് ഉണ്ട്, ഞാനുണ്ട്, ഇപ്പൊ നമ്മളൊന്നും വേണ്ട. ചേച്ചി ഉണ്ടല്ലോ ഒരു കംപ്ലീറ്റ് ജനറേഷനെ ഇങ്ങനെ സത്യം. അനിയന്മാരും മക്കളുമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നീ നോക്കിക്കോ, കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം മഞ്ജു ചേച്ചിയുടെ പിള്ളേരായിരിക്കും. സത്യം അത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ, അത്രയധികം കൂടെ അടിപൊളിയാണ്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് കണ്ടിട്ട് എനിക്ക് ആദ്യ സിനിമ വന്നു തട്ടിമുട്ടിന്ന്. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടർക്കാണ് കോൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ ആദിശങ്കരൻ. അപ്പോൾ ഡയറക്ടർക്ക് ഡൗട്ട് ഇവൻ തന്നെയല്ല. അപ്പോൾ പിന്നെ മീനാക്ഷിയുടെ അനിയനുണ്ട് കണ്ണൻ, സിദ്ധാർത്ഥൻ. അവനാണോ? അല്ലല്ല, മഞ്ജു ചേച്ചിയുടെ മോനായിട്ട് അവനല്ല, സാഗറാണ് ആദിശങ്കരൻ, മീനാക്ഷിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ളത്. ഓക്കെ. അങ്ങനെ ആദ്യ പടം കിട്ടി, ഉപചാരപൂർവ്വം ഗുണ്ടാജയ് എന്ന് പറഞ്ഞ ഒരു പടം, സൈജു കുറുപ്പിന്റെ. അത് 2018 തോന്നുന്നു എനിക്ക്. 2018. അങ്ങനെ ദുൽഖർ പ്രൊഡക്ഷനായിരുന്നു. സൈജു കുറുപ്പ് ഹീറോ ആയിട്ട് ഒരു 18 അല്ലടാ, അത് ബമ്പർ ചിരിയൊക്കെ തുടങ്ങിയതിന് ശേഷമായിരുന്നു. ആണ്. അപ്പൊ 2021, 22. ഇല്ല, അതിന് മുന്നേ കൊറോണ റിലീസ് ആവുന്നതാണ് ആ സമയത്ത്. കൊറോണ സമയത്തൊക്കെയാണ് റിലീസായത്. അതെ, റിലീസ് ആവുന്നതാണ് ബമ്പർ ചിരി തുടങ്ങിയതിന് ശേഷം. കാരണം സാബുണ്ണ അന്ന് പ്രൊമോഷന് വേണ്ടിയിട്ട് പടത്തിലുണ്ടായിരുന്നു. സാബുണ്ണ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യ സിനിമ കിട്ടി. പക്ഷെ സിനിമ കൊറോണ പിന്നൊക്കെ വന്നപ്പോൾ കുറെ നമ്മളെല്ലാവരും സ്റ്റക്കായപ്പോൾ ആ പടം ഇറങ്ങാൻ ഭയങ്കരമായിട്ട് ഒഴുകി. പക്ഷെ ആ സിനിമ മിനി തിയേറ്ററിൽ പൃഥ്വിരാജിന്റെ മാനേജറുണ്ട് ഹാരിസ് ദേശം. ആ പടം കണ്ടപ്പോൾ എൻ്റെ ക്യാരക്ടർ ആൾക്ക് ഭയങ്കര വർക്കായി. ഇലക്ട്രീഷ്യനായിട്ട് കണ്ടിട്ടുണ്ടല്ലേ? ആ ക്യാരക്ടർ ആൾക്ക് വർക്കായിട്ട് രാജേഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പയ്യനുണ്ട്, ഞാൻ ഒരു പടം കണ്ടു, എനിക്ക് രസമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പയ്യനുണ്ട്, നമുക്ക് കുരുതി പടത്തിലേക്ക് അവനെ നമുക്ക് നോക്കാം. അപ്പോൾ എന്നെ ഓഡീഷൻ ചെയ്ത്, ഷാദ് ബാരേരിയാണ് ഓഡീഷൻ ചെയ്ത്. എന്നെ ഓഡീഷൻ ചെയ്ത് രാജേഷേട്ടന് വീഡിയോ അയച്ചു കൊടുത്ത് എന്നെ ഓക്കെ അടിച്ച്. അങ്ങനെയാണ് കുരുതി എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നത്. കുരുതി എന്ന പടത്തിൽ അടിപൊളിയായിരുന്നു. എന്നെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിന്റ് ആണ് എനിക്ക് കിട്ടിയത്. എനിക്ക് മനസ്സിലായി. കാരണം അത്രയും അടിപൊളി ബാനർ, പൃഥ്വിരാജ് പ്രൊഡക്ഷൻ, എല്ലാ ടെക്നീഷ്യൻ സൈഡും ഭയങ്കര അടിപൊളി. ആർട്ടിസ്റ്റാണെങ്കിലും മുരളിച്ചേട്ടൻ, റോഷന്, ഞാന്, നസ്ലിൻ, മമ്മുക്കോയ സാറ്, ശ്രിന്ദ, അപ്പോൾ മണികണ്ഠൻ ചേട്ടൻ. അപ്പം ഞാൻ സെറ്റായി. ഇതിന് നല്ല പരിപാടി ബാനർ എനിക്ക് തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ കിട്ടാനില്ല. പടം അന്ന് കൊറോണ ആയ കാരണം പല സമയത്തും തിയേറ്ററിലേക്ക് ഇറക്കാൻ നോക്കി, നടന്നില്ല. പടം OTT ഇറങ്ങി. അന്ന് എല്ലാ ആൾക്കാരും ആ പടം കണ്ടിട്ടുണ്ട്. അതൊരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഹോമും ഇറങ്ങി, മഞ്ജു ചേച്ചിയുടെ പടം. ഞങ്ങളുടെ രണ്ടുപേരും രാശി അതായിരുന്നു. ഞങ്ങൾ ലൊക്കേഷനിൽ രണ്ടിന്റെയും സെലിബ്രേഷൻ, കുരുതിയുടെയും ഹോമിന്റെ സെലിബ്രേഷൻ. ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. മഞ്ജു ചേച്ചി തിരിച്ചു വന്ന ഒരു സിനിമയാണ്. മഞ്ജു ചേച്ചിയുടെ ഒരു വൻ തിരിച്ചുവരവായിരുന്നു. ഒന്നും പറയില്ല. അപ്പൊ അങ്ങനെ ആ പടങ്ങള് എനിക്കത് കിട്ടി, ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ തട്ടിമുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൊറോണ സമയത്താണ്. എക്സാക്ട്ലി കൊറോണ ഒതുങ്ങിയ സമയത്താണ് പടം ഇറങ്ങിയത്. ഇപ്പൊ ലൈഫിൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷ, ഇനി നമുക്ക് അത്യാവശ്യം വീട്ടുകാരൊക്കെ നോക്കാൻ പറ്റും, സിനിമ കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ. കാരണം സീരിയലൊക്കെ വളരെ ചെറിയ പേയ്മെന്റ് കിട്ടും. നമുക്ക് കിട്ടുന്ന പൈസ കൊണ്ട് കോസ്റ്റ്യൂം മേടിക്കാനേ തികയുള്ളൂ, അല്ലാണ്ട് വീട്ടിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കുരുതി ഇറങ്ങുമ്പോൾ ഞാൻ സ്റ്റേബിൾ ആവും, നല്ല സിനിമകൾ വരും. നിർഭാഗ്യവശാൽ എനിക്ക് സിനിമകൾ വന്നില്ല. ഞാൻ കുരുതി കഴിഞ്ഞ്, ഞാൻ ഇത്രയും നല്ല ബാനർ ചെയ്തിട്ട് പോലും എന്നെ നസ്ലിനെ പറ്റിയ രാജേഷേട്ടനൊക്കെ ആണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. പല കാര്യങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് രാജേഷേട്ടൻ്റെ ഒരു ഡയറക്ഷൻ പാർട്ടുണ്ടായിരുന്നു. ആള് തന്നെ നമുക്ക് ഡയലോഗ് ഡെലിവറി പറഞ്ഞിരുന്നത്. അപ്പം ഇത്രയും വലിയ
ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ പറ്റി ഇത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രചോദനം ഉണ്ട്, ഇനി ഇവിടെ നിൽക്കാൻ പറ്റും. രാജേട്ടാ അന്ന് നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു നല്ല അല്ലേ? രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഇങ്ങനത്തെ ആൾക്കാർ എന്തെങ്കിലും ഒരു പരിപാടിയിലുണ്ട് അവർ പറയൂല, ഭയങ്കര അപ്രീസിയേഷനും കിട്ടി. പക്ഷെ ഞാൻ സിനിമ ഇറങ്ങുന്നതിനെക്കാട്ടും മുന്നേ തന്നെ എല്ലാ ആൾക്കാരും ഞാൻ ഫോളോ അപ്പും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ സിനിമ ചെയ്തു എന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ടില്ല. എല്ലാ ഡയറക്ടേഴ്സിനും മീറ്റ് ചെയ്യുന്നു, എല്ലാ ഡയറക്ടേഴ്സിനും വിളിക്കുന്നു. പക്ഷെ എനിക്ക് ആ കുരുതി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് എനിക്ക് ഒരു സിനിമ പോലും വന്നിട്ടില്ല. നമ്മൾ 4-5 സിനിമയൊന്നും വേണ്ട, ഒരു നല്ല ബാനറുള്ള ഒരു സിനിമ പക്ഷെ എനിക്ക് വന്നില്ല. ഞാൻ അങ്ങോട്ട് ചോദിച്ച സിനിമകളായിരുന്നു ജനഗണമനയിലെ കുഞ്ഞു സീൻ, അത് ഏതാന്ന് പറഞ്ഞാൽ പോലും അച്ഛനെ അറിയില്ല, ഒറ്റ ഡയലോഗുള്ളൂ. പിന്നെ ജോ ഏഞ്ചല് അതും ജോ ഏഞ്ചൽ ഒരു പരിഷ്കാരി, ചൂണ്ട പിടിക്കാൻ ചൂണ്ടയിടാൻ വരുന്ന ഒരു ക്യാരക്ടർ, ചെറിയൊരു ക്യാരക്ടർ, വളരെ ചെറിയ റോൾ. പിന്നെ കുറി എന്ന് പറയുന്ന ഒരു സിനിമയെ വന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അത് അധികം പേര് കണ്ടിട്ട് പോയില്ല. വിഷ്ണു കൃഷ്ണൻ ഞാൻ ഉള്ള സിനിമയൊക്കെയാണ്. ഒരു പോയിന്റ് എത്തിയപ്പോൾ സിനിമകൾ ഇല്ലാണ്ടായിപ്പോയി. ഞാൻ ഭയങ്കര വീണ്ടും വിഷമത്തിലേക്ക് പോയി. ഇത്രയും നല്ല ബാനറിന്റെ പടം കിട്ടിയിട്ട് പോലും എന്തവസ്ഥയാണ്. എനിക്ക് ഇനിയിപ്പോൾ എന്ത് പറ്റും, ചിലർക്കൊക്കെ പറയാൻ പറ്റില്ല. വളരെ കുഞ്ഞു പടത്തിൽ കുഞ്ഞു റോൾ കിട്ടിയാൽ തന്നെ ഒരുപാട് സിനിമകൾ വരുന്നു. അത് ബന്ധത്തിൻ്റെ ആണോ കണക്ഷൻ്റെ ആണോ, എനിക്കത് എൻ്റെ ജഡ്ജ്മെൻറ്റിന് മൊത്തം താളം തെറ്റിപ്പോയി. എന്തുകൊണ്ടത് വരുന്നില്ല, എനിക്കത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എനിക്ക് എന്തായാലും മുന്നോട്ട് പോകണം. പിന്നെ തട്ടിമുട്ടിയാണെങ്കിൽ ആ സമയത്തൊക്കെ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എപ്പിസോഡ് പിന്നെ ശനി ഞായറാക്കി. ആ കൂടിയുള്ള ഇൻകം നിന്ന് നമുക്ക് ആ കൂടി മാസത്തിൽ 5 ദിവസത്തിൽ ചിലപ്പോൾ 3 ദിവസം വർക്ക് ഉണ്ടാവുള്ളൂ. കയറി വന്ന ഒരു 7,000-6,000 ഒക്കെ സാലറി ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ കോസ്റ്റ്യൂം എടുക്കും, വേറെ ഒന്നുമില്ല. ഞാൻ ഭയങ്കര ബ്ലോക്കായി പോയി. ആ സമയത്താണ് എനിക്ക് ബിഗ് ബോസിന് കോൾ വരുന്നത്. ബേസിക്കലി ഞാൻ ബിഗ് ബോസിൽ അമ്മ ഭയങ്കര ഫാനായിരുന്നു ബിഗ് ബോസ് ഷോൻ്റെ. ഞാൻ എൻ്റെ സീരിയൽ ഒരേ സമയം തട്ടിമുട്ടിയിൽ നടക്കുമ്പോൾ അമ്മ ബിഗ് ബോസ് ആണ് കാണാം. അപ്പം ഞാൻ പറയും, അമ്മ എൻ്റെ ഷോ ഒന്നെക്കി കഴിഞ്ഞാൽ മണൽ മനോരമ എൻ്റെ പരിപാടി കാണാം, അത് പിന്നെ കാണാം, ഇത് ഭയങ്കര പരിപാടിയാണ്, അമ്മ കൊള്ളാലോ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാനൊരു ദിവസം വരും ആ ഷോയില്, അപ്പം അമ്മ ഇരുന്ന് കാണാം. അപ്പം അമ്മ പറഞ്ഞു, എന്നെ കൊണ്ടൊന്ന് കൂടി പറ്റുന്ന പരിപാടിയില്ല, അതൊക്കെ അത്യാവശ്യം മനക്കരുത്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ അമ്മ എനിക്ക് ഫസ്റ്റ് എൻ്റെ ചാനലിൽ തട്ടിമുട്ടിയും വന്ന സമയത്ത് എൻ്റെ മുഖം ആ സ്ക്രീനിൽ കാണുമ്പോൾ ഇപ്പോഴും ചെറിയ കൊച്ചിൻ്റെ പോലെ കൈയടിച്ചിട്ടുള്ള മുഖം, ആ വിഷ്വൽ എനിക്ക് ഇപ്പോഴും ഭയങ്കര ഓർമ്മയുണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ആദ്യ സിനിമ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മക്ക് അപ്പോഴേക്കും പോയിട്ടാ, അമ്മക്ക് അപ്പോഴേക്കും മരിച്ച്. എൻ്റെ ആദ്യ സിനിമ പോലും അമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല, എന്നെ മിനിസ്ക്രീനിൽ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. 5 വർഷമായി അമ്മ ഇങ്ങനെ പോയിട്ട്, അത് കൂടി സീരിയൽ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ. അപ്പം അത് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പം അമ്മ പിന്നെ ഭീകരായിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാണാൻ നമ്മൾ ഈ പണിയെടുക്കുന്നത് നമ്മുടെ അച്ഛനമ്മയും കാണാനാണല്ലോ. ഇവർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് എന്താണ് കാര്യം എന്ന് പലപ്പോഴും ഹാപ്പിനെസ് ഈസ് റിയൽ ഓൺലി വെൻ ഷെയർഡ് എന്ന്. അതല്ലാണ്ട് നമ്മുടെ സന്തോഷം നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുമ്പോഴല്ലേ അതിനൊരു അർത്ഥം വരുന്നത്. അതാണ് ആ പരിപാടി ഭയങ്കര മിസ്സിംഗ് ആണ്. അപ്പം അമ്മ അന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ബിഗ് ബോസ് ഷോയിലൊക്കെ പോകണമെങ്കിൽ കാണണം, നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ഒരു സാധനം അവിടെ എടുക്കുന്നുണ്ട്. ശരി, ഇത് അമ്മയായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കൂടുന്നതായിരിക്കും. പക്ഷെ എനിക്കത് പോകുമ്പോൾ എനിക്കറിയായിരുന്നു ഓൾറെഡി സിനിമ ചെയ്ത് കുരുതി ഇത്ര പടങ്ങൾ ചെയ്തിട്ട് സിനിമ കിട്ടാഞ്ഞിട്ട് ഒരു പോയിന്റിൽ ഞാൻ പോകുന്നതാണ്. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, ശരി നമുക്കത് പോവാം, നല്ല ഫിനാൻഷ്യലി ഭയങ്കര ഗുണമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ ഷോയിൽ ഞാൻ 2 ആഴ്ചയൊക്കെ ഭയങ്കര പുളിയായിരുന്നു. ഞാൻ അധികം ഭയങ്കര ആക്റ്റീവായിട്ട് പോയിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ എനിക്ക് തന്നെ എൻ്റെ ക്യാരക്ടറെ ഞാൻ മറന്നുപോയി. കുറച്ചൊക്കെ നമ്മൾ കണ്ടന്റിന് വേണ്ടി കുറച്ചൊക്കെ അനാവശ്യമായിട്ടൊക്കെ കുറച്ചൊക്കെ റേസ് ആവുന്നു. പല ആൾക്കാരായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഞാൻ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിപ്പോയി. ചില പോയിന്റിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് അവിടെ എത്തിയപ്പോൾ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ 63-ാമത്തെ ദിവസം ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. 63-ൽ ഞാൻ ഔട്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു പോകുന്ന എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഫിനാൻഷ്യലും ഒന്ന് സ്റ്റേബിളായില്ല. 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ പൈസ തരുന്നുണ്ട്, ഇത്രയും പൈസ കിട്ടിയേനെ, സെറ്റായേനെ. അപ്പം ഈ പൈസ വെച്ചിട്ട് കുറച്ച് നാൾ ഡയറക്ടേഴ്സിൻ്റെ ഇവരൊക്കെ പിന്നാലെ നടന്ന് നമുക്കൊന്ന് വീണ്ടും എത്തിക്കാം എന്നുള്ള രീതിയിലാണ്. കാരണം പൊതുവെ എല്ലാവരും പറയും അതിൽ പോയി നമ്മുടെ ലൈഫ് അതോടുകൂടി തീരും, അങ്ങനെയുള്ള സംഭവമാണ് മൊത്തം നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചരിത്രം അങ്ങനെയാണ്. ഓഫ് കോഴ്സ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ചില പോയിന്റിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ തന്നെയല്ലേ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള. ഇനിയും എത്ര പൈസ തന്നെ വേണോളിയാ, എത്രയൊക്കെ മോട്ടിവേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും വല്ലതും വാങ്ങി തിന്നണ്ടേ, കുടുംബം പിന്നെ ഉറപ്പില്ല.
ഇത്രയും പ്രായമായിട്ട് വീണ്ടും ഇനി അച്ഛനോട് പൈസ ചോദിക്കുന്ന ഒരു പരിധിയില്ലേ? ആൾക്കും എടുത്തു തരാനും പറ്റില്ല. ആൾക്കും ഭയങ്കര വിഷമം. ആളുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും തരും. പക്ഷെ ആളിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം എനിക്ക് എന്തായാലും ഞാൻ സിനിമയിലേക്ക് പോകുമ്പോൾ മുരളിച്ചേട്ടനാണെങ്കിലും രാജേഷേട്ടനാണെങ്കിലും എല്ലായിടത്തിനും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ എനിക്കറിയാം ആർക്കും സിനിമയിൽ വന്നിട്ട് പിന്നെ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ വീണ്ടും സിനിമ കിട്ടാൻ ഭയങ്കര പാടാണ്. അതാണ് റിയാലിറ്റി. ഞാൻ പറഞ്ഞു തന്ന ആൾക്കാർ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ ലിറ്ററലി ഞാൻ ഷോയിലേക്ക് പോയി. അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു, ശരി നമുക്ക് പോവാം. പക്ഷെ എൻ്റെ രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എനിക്ക് ആ രീതിയിലൊന്നും എൻ്റെ ഔട്ട് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ഒരു പോയിന്റിൽ. പിന്നെ ഷോ ഞാൻ ഔട്ടായി പോയി. ഞാൻ എയർപോർട്ടിൽ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്ന സമയത്താണ് ജോയി ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. "സാഗറെ, നീ എവിടെയാണ്? ഞാനിവിടെ ആൻ്റണി പടത്തിൻ്റെ ഷൂട്ടിലാണ്. നീ എയർപോർട്ടിൽ എത്തി കഴിഞ്ഞാൽ ലൊക്കേഷനിലേക്ക് വരണം." കേട്ടോ, അത് ഞാൻ എയർപോർട്ടിൽ കൊച്ചിയിലെത്തി. ഞാൻ വീട്ടിൽ നിന്ന് ജസ്റ്റ് പോയി. ഞാൻ നേരെ ആൻ്റണി ലൊക്കേഷനിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് പറഞ്ഞത്, "ഞാൻ ഈ ബിഗ് ബോസിൻ്റെ ഭയങ്കര ഫാനായിരുന്നു. നിങ്ങളുടെ പരിപാടികൾ ഞാൻ കാണാറുണ്ട്. അപ്പം നിൻ്റെ ജൂനിയേഴ്സിൻ്റെയും പരിപാടിക്ക് ഭയങ്കര വർക്കായി. നിങ്ങളുടെ സൗഹൃദവും നിങ്ങൾ തെറ്റിപ്പരുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റഡാണ്." ഞാൻ പറഞ്ഞു, "ജോയി ചേട്ടാ, ഞാൻ സത്യം പറഞ്ഞ റിയാലിറ്റിയിൽ അങ്ങനത്തെ ഒരാളല്ല. എൻ്റെ റിയൽ ക്യാരക്ടർ അതല്ല. ഞാൻ അതിൽ അഭിനയിക്കുകയായിരുന്നു. ചുമ്മാ ദേഷ്യപ്പെടുന്നതും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ ചൂടാവുന്ന ഒരാളെ അല്ല. പക്ഷെ എനിക്ക് എൻ്റെ ആ ക്യാരക്ടറാണ് വേണ്ടത്. ഞാൻ റിയലായിട്ട് ഒരു വർഷം നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആൾക്കാർ കിട്ടില്ലായിരുന്നു." നമ്മൾ ചില സമയത്ത് അപ്പം അന്ന സമയത്ത് ഞാൻ ഷോ ഒന്ന് പുറത്താക്കുമ്പോൾ "നീ ഓവറായിട്ട് എന്തിനാ അങ്ങനെയൊക്കെ കാണിക്കാൻ പോയി?" അപ്പം ഞാൻ ചില കാര്യങ്ങൾ നമ്മൾ നമുക്ക് മോശമാവുന്ന വിചാരിച്ച കാര്യങ്ങൾ പിന്നീട് എനിക്ക് നല്ലതായി ചോദിച്ചിട്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത കാരണമാണ് എനിക്ക് തന്നെ ഭയങ്കര സ്ട്രൈക്കായത്. അങ്ങനെയാണ് പണി എന്ന സിനിമയിലേക്ക് ഞാനും ജുനൈസും നിന്റെ ഉള്ളിലെ സൈക്കോ തരമായിരുന്നു ഞാനും ജുനൈസും അതിലേക്ക് ഇനി എത്തിപ്പെടുന്നത്. അങ്ങനെ പണി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തോളം ഞാൻ ജോയി ചേട്ടൻ്റെ കൂടെ തന്നെയാണ്. 2 വർഷത്തോളം, അതൊരു 3 മാസത്തോളം ജോയി ചേട്ടൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. വേറൊരു സാറിനെ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രി എന്നെ ജുനൈസിനെയും കൊണ്ടിട്ട് ആക്ടിങ്ങിൻ്റെ ജോയി ചേട്ടൻ്റെ ഇത്രയും വർഷത്തെ നോളജുകൾ നമുക്ക് പറഞ്ഞു തരായിരുന്നു. നമ്മൾ പല ഡ്രൈവിന് കൊണ്ടുപോകും. തൃശ്ശൂർ വടക്കുന്നാഥിൻ്റെ മുന്നിലെത്തിയിട്ട് നമ്മൾ പഠിപ്പിച്ചു തരും. ഭീകര ലേണിംഗ് പ്രോസസ്സായിരുന്നു. ഹ്യൂജ് ആയിരുന്നു അത്. അത് എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല. ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് അങ്ങനത്തെ ഒരു സിനിമ കിട്ടിയത്, ജോയിച്ചേട്ടന് കിട്ടിയത്. ആ പടം 1.5 വർഷത്തോളം തന്നെ, 1 വർഷം 105 ദിവസം ഷൂട്ട് പോയിട്ടുണ്ട്. 3-4 മാസം പ്രീ പ്രൊഡക്ഷനും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷനും തന്നെ അത്രയും ടൈം എടുത്തിട്ടുള്ള ഒരു പടമാണ്. ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ പോരായാവും. അത്രയ്ക്കധികം പറയാനുണ്ട് എനിക്ക്. എഫർട്ട് എടുത്തിട്ടുള്ളതൊക്കെ ആ പടത്തിൽ കാണാനും ഉണ്ടായിരുന്നടാ. ആള് ഇത്രയും എഫർട്ട് എടുത്തതിനുള്ള ഭയങ്കര വലിയ വലിയ റിസൾട്ട് കിട്ടി. ഒറ്റ സിനിമ എല്ലാ രീതിയിലേക്ക് അത് എത്തി. എല്ലാ ഭാഷയിൽ നിന്നും എല്ലാവരും ആ പടം കണ്ടിട്ടുണ്ട്. അതല്ല ഏറ്റവും വലിയ ഭയങ്കര പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മച്ചാനെ, ഈ പടത്തിന്റെ ട്രെയിലർ നമ്മൾ ബിഗ് ബോസ് സീസൺ 6 വെച്ചാണ് ലോഞ്ച് ചെയ്തത്. അതും ഞാൻ ഔട്ടായ അതേ ദിവസം അതേ മാസം ഞാൻ ഷോന്റെ ഉള്ളിൽ കയറി പടത്തിന്റെ ടീസർ, ഒരു രക്ഷയില്ല. അത് ഞാൻ വിളിച്ചു, ദൈവമേ അമ്മ കൂടെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് തോറ്റു എന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയിട്ട് സ്വന്തം പടത്തിന്റെ പ്രൊമോഷന് അതിൻ്റെ ഉള്ളിൽ എന്നാണോ ഔട്ടായി ആ ദിവസം അതേ മാസം, വർഷം പിന്നെ എന്തായാലും ചേഞ്ച് ആവുമല്ലോ, അതിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പം അമ്മയുടെ ഒരു പ്രസൻസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പൊളി മൊമെന്റ് ആയിരുന്നു മച്ചാൻ. എൻ്റെ കൂടെ തന്നെയുണ്ട്. അവിടെ നിന്ന് പടം ഇറങ്ങി, പടത്തെ പറ്റി ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പടം ഇറങ്ങി ഇത്രയും വലിയ ഹ്യൂജ് ഹിറ്റ് ആവുന്നു മച്ചാൻ. ഈ പടത്തിലുടനീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മൈൻഡ് ഔട്ട് ആയിട്ടുള്ള, നമുക്ക് തന്നെ ചിലപ്പോൾ പേടി തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ? സത്യം സത്യം. അത് അങ്ങനത്തെ ക്യാരക്ടറായിട്ട് എഴുതിയതാണോ അതോ? അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ജോയി ചേട്ടൻ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അങ്ങനത്തെ ഉള്ള ചെക്കന്മാരുണ്ടോ? ഉണ്ടടാ, ഞാൻ അങ്ങനത്തെ ഉള്ള ചെക്കന്മാരുടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരു പേടിയും കൂളായിട്ട് നടക്കുന്ന ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട്. അവർക്ക് ഒന്നിനും പറ്റി ബോധമില്ല. അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ചെക്കന്മാരായിരിക്കും. അവരെ കണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ മറ്റേ ഈ ഭീമാകാര ഇത് കൊടൂര ഇവൻ മറ്റവനെ തീർത്ത് കളയുമെന്ന് വിചാരിച്ചിരിക്കുന്നത്, ഇവന്മാര് വന്നിട്ട് പുട്ട് കണക്കിനാണ് ചാമ്പിട്ട് പൊക്കളയുന്നത്. അപ്പം നമ്മുടെ ഉള്ളിലോട്ട് ആ ക്യാരക്ടർ
തരുന്നൊരു ഭീതിയുണ്ട്. ഈശ്വരാ, ഇത്രയും ഭീകരത ഉണ്ടായിക്കൊണ്ടിരുന്നവനെയൊക്കെ ഇത്ര അതെ. നിസ്സാരവൽക്കരിച്ച് തീർത്തലാണ് ഇവന്മാരുടെ ഇതെന്തായിരിക്കും അതവരുടെ ഒരു എന്നുള്ളത്. മൈൻഡാണ്. അത് കൂടെ ചെയ്ത പെർഫോമൻസ് ക്യാരക്ടറും അടിപൊളിയായിരുന്നു. ബോബി ചേട്ടനൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് പവർഫുൾ ക്യാരക്ടേഴ്സ് ആയിരുന്നു അവര്. അവരെങ്ങനെ പെട്ടെന്ന് തട്ടി മാറിയപ്പോൾ ജനങ്ങൾ ഭയങ്കര ഷോക്കായിപ്പോയി. ഇത്രയും 2 ചെറിയ പയ്യന്മാര് വന്ന് അതെ. അലക്കി കളയുന്നു. അത് ഒരു രക്ഷയില്ലാത്ത പടമായിരുന്നു. പടം ഇറങ്ങി എല്ലായിടത്തുനിന്നും ഭയങ്കര ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നു. ഭയങ്കര റെസ്പോൺസ്. പിന്നെ ജോയി ചേട്ടൻ ഓൾറെഡി തഗ് ലൈഫിലും റെട്രോയിലൊക്കെ അഭിനയിച്ച കാരണം കമലഹാസൻ സാറും മണിരത്നവും കാർത്തിക് സുബ്ബരാജും ഒക്കെ ഈ പടം കണ്ടിട്ടുണ്ട്. സൂര്യ സാറും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒറ്റ സിനിമ കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ Exposure. ഏറ്റവും വലിയ റെഫറൻസ് ഓയ്യോ. കിട്ടി. ഒരു 10 പടത്തിന്റെ എക്സ്പോഷർ ഒരൊറ്റ പടത്തിൽ ഒറ്റ കിട്ടി. പടം കൊണ്ട് അത് എനിക്ക് കിട്ടി. അതൊക്കെ ഒരു ബ്ലെസ്സഡും അനുഗ്രഹവും. ഇത്രയും വർഷത്തെ ഓട്ടം സ്ട്രഗിളും കഷ്ടപ്പാടൊക്കെ ആയിരിക്കും. നമുക്ക് എല്ലാ സിനിമകൾക്കും ഇത്രയും ടെക്നിക്കൽ ക്വാളിറ്റിയോ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടായിരിക്കാം. പക്ഷെ പണി സിനിമയിലെ A to Z ഹെവിയാണ്. ജോയി ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് ജോയി ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു. ഏറ്റവും നല്ല മ്യൂസിക് ചെയ്യുന്ന വിഷ്ണു വിജയ് ചെയ്യുന്നു. സാംസി ചെയ്യുന്നു. ഏറ്റവും ബെസ്റ്റ് ക്യാമറ വേണു സാറ്, ജിൻഡോ, എല്ലാം എല്ലാം Perfect ടോപ്പാണ്. ആയിട്ട് അപ്പോൾ ജോയി നിൽക്കുകയാണ്. ചേട്ടൻ അത് കഴിയുമ്പോൾ പറയുന്നത് എനിക്ക് അടുത്ത സിനിമ കിട്ടുമ്പോൾ ഇതേപോലെ പറഞ്ഞു തരാനും ഇത്രയും ക്വാളിറ്റിയുള്ള ടെക്നീഷ്യൻസ് ഒരു പക്ഷേ ഉണ്ടായെന്ന് വരില്ല. അതെനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാവുന്നുണ്ട്. അപ്പം അത്രയും ജോയി ചേട്ടൻ അത് ഗൈഡ് ചെയ്തിരുന്നു. പൈസയാണെങ്കിലും ഒരു ഷോട്ടിനോ ഒരു ഫ്രെയിമിനോ വേണ്ടിയിട്ട് കുറച്ചിട്ടില്ല. എന്തോ 2-3 ഷോട്ട് ചിലപ്പോൾ മിസ്സായിപ്പോയി വീണ്ടും റീഷൂട്ട് ചെയ്യുന്നു. അങ്ങനെയൊന്നും എല്ലാ പ്രൊഡക്ഷനും പ്രൊഡ്യൂസേഴ്സും ചെയ്യില്ല. ചെയ്യുന്നില്ല. ജോയി ചേട്ടൻ ആ തരത്തിൽ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നമ്മളെ വെച്ചിട്ട് ഇത്രയും വലിയ ബഡ്ജറ്റിലൊക്കെ പടം ഷൂട്ട് ചെയ്യുന്ന ആ സമയത്തൊക്കെ ഭയങ്കര റിസ്ക് ആയിരുന്നു. എവിടുന്ന് ആ ധൈര്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നല്ല രീതിയിൽ വന്നു. ചെയ്തു. ഭയങ്കര പുളിയായി മച്ചാനെ. അവിടുന്നാണൊന്ന് കര കയറിയത്. അതെ. ഇനിയുണ്ട് ഒരുപാട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇല്ല, അത് പറഞ്ഞു. അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ അടുത്ത് പോലും തഗ് ലൈഫിന്റെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഇപ്പൊ നമ്മളെ പറ്റി പറഞ്ഞു പരാമർശിച്ചു തഗ് ലൈഫിന്റെ. இப்போ பனி படம் பார்த்திருக்கேன். அந்த பசங்க எப்படி இந்த எப்படி 2-3 படம் மட்டுം അത് നടിച്ചിരിക്കുന്നു. അവിടെ സംസാരിച്ച സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓ മാൻ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എങ്ങനെയും ഇരുന്നു ഞാൻ എൻ്റെ പഠിക്കുന്ന 10ാം ക്ലാസ് മുതൽ എൻ്റെ എഞ്ചിനീയറിങ് കാലഘട്ടം ഞാൻ നാടകം പഠിക്കുന്നതാണ്. തട്ടിമുട്ടിയെന്നും അവിടുന്ന് എന്നോട് പലരും നിർത്തി പോകാൻ വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം മീൻസ് പെട്ടെന്ന് അവർക്ക് ചില ടെൻഷനിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പം അന്നത്തെ ഓരോ കാഴ്ചകളുണ്ട്. ഇന്ന് മലയാള ഇൻഡസ്ട്രി ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോപ്പ് ആൾക്കാർ ഇന്നിങ്ങനെ വരുമ്പോൾ ഞാനത് ഭയങ്കര ഹാപ്പിയാണ്. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ധീരം എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചായിരുന്നു. ധീരം ഇന്ദ്രജിത്തിൻ്റെ ഒരു പടം. ആ പടത്തിൻ്റെ ടീസർ അതിൻ്റെ ഡയറക്ടർ ലൊക്കേഷൻ കൊണ്ട് കാണിച്ചു. അപ്പോൾ കണ്ടപ്പോൾ ഇത് പണിയിലെ പയ്യനല്ലേ സാഗർ, സൂപ്പറാണ് നടിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ഇവരാണല്ലോ. അപ്പൊ ഈ ഒറ്റ സിനിമ കൊണ്ട് എവിടെയോ എത്താൻ പറ്റും. ജോയി ചേട്ടനോട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ ലൈഫ്, എൻ്റെ ലൈഫ് ഭയങ്കര ഒരു മാജിക് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്ക് എന്താണോ റൈറ്റ് ആയിട്ടുള്ള കാര്യം അത് കറക്റ്റ് എൻ്റെ അമ്മ കറക്റ്റ് എത്തിച്ചു തരുന്നു. എനിക്ക് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ ഞാൻ പറഞ്ഞില്ല 63 ഞാൻ ഔട്ടായി പോയതാണ്. പിന്നെ അതുപോലെ ഞാൻ തിരിച്ച് കയറുകയും ചെയ്തു. അതുകൂടാതെ ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒരു ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള ടോപ്പ് മീൻസ് മെയിനായിട്ട് അവിടെ നിന്ന് പോപ്പുലർ ആയിട്ടുള്ള ആൾക്ക്. അപ്പം ഞാൻ ഇത്രയും സീസൺ എടുത്തതിൽ എന്നെയാണ് അവർ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത്. ബിഗ് ബോസ് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു വീണ്ടും വീണ്ടും. അപ്പൊ ഇതൊക്കെ എന്നെ സംഭവിച്ചു ഭയങ്കര അതിശയോടാ. അല്ല, അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല പ്രൗഡ് ആവാനുള്ള കാര്യങ്ങളോടെയാണ്. അയ്യോ ഒന്നും പറയില്ല. വേറെ മൂഡ് പറഞ്ഞു വന്നപ്പോ ഭയങ്കര ഒരുപാട് ജേണി ഇങ്ങനെ കടന്ന് അതെ, സത്യം. ഞാൻ ഇപ്പൊ 10ാം ക്ലാസ് മുതൽ കേട്ടോണ്ടിരിക്കുകയാണ്. 10ന്ന് ഇവിടെയുള്ള ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അതെ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അത് ഒറ്റ ദിവസം കൊണ്ടല്ല. അത് നമുക്ക് ചില ദിവസങ്ങളില് ഒന്നും നടക്കൂല, ഇതൊക്കെ നിർത്തിവെച്ച് കെട്ടിയാ പോകുന്ന വരെ തോന്നുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നും പുഷ് ചെയ്ത് പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിട്ടുകളയാതിരുന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലേ? സത്യം. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഞാൻ ജോയി ചേട്ടനെ ആയിട്ട് അങ്ങനെ കോണ്ടാക്ട് സംസാരിക്കാൻ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും വരില്ല. ജോയി ചേട്ടൻ എങ്ങനെയാണ് ആള്? ജോയി ചേട്ടൻ ഭയങ്കര ആൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് ഫാമിലി പേഴ്സണാണ്. വണ്ടിയോട്
ഭയങ്കര ഇഷ്ടമാണ് പ്രാന്തുള്ള അല്ലെ. ഈ മനുഷ്യനാണ്. ഇടയ്ക്ക് എന്തോ റീല് കണ്ടായിരുന്നു, ജോയ് ചേട്ടൻ ഒരു ജീപ്പോ താറോ എന്തോ കസ്റ്റമൈസ് എന്തോ ആണോ? ചെയ്തോണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഒരു റീൽ ഇങ്ങനെ റാൻഡം ആയിട്ട് പോപ്പ് ആണല്ലേ? ചെയ്ത് വന്നായിരുന്നു. ആ വണ്ടിക്ക് നല്ല പ്രാന്തമുണ്ട്. പിന്നെ ആഹാ. നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കും. ഉം. പിന്നെ സിനിമ. ഞാൻ ഇത്രയും പാഷനേറ്റ് ആയിട്ടുള്ള, ഇനി എത്രയും വർഷം വർക്ക് ചെയ്തതിൽ ഭയങ്കര പാഷനായിട്ട് തോന്നിയിട്ടുള്ള രണ്ടാൾക്കാരാണ് ജോയി ചേട്ടനും പൃഥ്വിരാജും. ഉം. ഇവർക്ക് ഈ സിനിമേനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. കാരണം ഞാൻ കുറച്ച് ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടും ഇവർ എടുക്കുന്ന ഈ ഇൻപുട്ട് ഭയങ്കര വലുതാണ്. ഇവർ ഓരോ ഡയലോഗ് പറഞ്ഞ് തരുന്നതിൻ്റെ, ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലാഷ് ബാക്കിൽ ഒരു അരമണിക്കൂറത്തെ സ്റ്റോറി ഉണ്ടായിരിക്കും. എന്നിട്ട് വേണം ഈ ഡയലോഗ് പറയാൻ. അത്രയും കഥ പറഞ്ഞുതരും. കാരണം ഇത്രയും ഈ ഡയലോഗ് പറയുമ്പോൾ ആ ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ വരുന്നത്. മനസ്സിൽ വരുന്നുണ്ട്. ഇത്രയും ഡെപ്തിൽ ഡീറ്റെയിലിംഗിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടറിനെ, ഡയറക്ടറിനെ ഞാൻ കണ്ടിട്ടില്ല. അത് ജോയി ചേട്ടനാണ്. രാജ് ചേട്ടനാണെങ്കിൽ തന്നെ സിനിമ അല്ലാണ്ട് വേറെ ഒരു കാര്യത്തിനും പറ്റും അതില്ല. അതുകൊണ്ട് ഇത്രയും പണിയെടുത്തുകൊണ്ടാണ് അവർ ഈ രീതിയിലേക്ക് എത്തുന്നത്. ഇത്രയും പണിയെടുത്താൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നത്. ടോപ്പ് ആവാൻ അത് പറ്റുള്ളൂ. ടോപ്പാൻ പറ്റുള്ളൂ. സിനിമകൾ ചെയ്ത് പോവാം. ഉം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവല് നമ്മുടെ ജനങ്ങളുടെ ഉള്ളിലേക്ക്, നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കയറി കുഴപ്പമില്ല, അടിപൊളിയാണെന്ന് പറയിപ്പിക്കാൻ ഉം. നല്ല പണിയുണ്ട്. ആ രീതിയിലേക്ക് എത്താൻ ഭയങ്കരമായിട്ട് പണിയെടുക്കണമെന്ന് മനസ്സിലാക്കി തന്നത് ജോയി ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴും രാജ് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്. അങ്ങനെ വലിയ ലെസൺസ് പഠിക്കാൻ പറ്റി ഈ 2 വർഷം. വേറെ ആർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടായി. എനിക്കും ജുനൈസിന് അത് കിട്ടി. അത്രയും നാളത്തെ നോളജാണ് ഈ 1.5 വർഷത്തോളം നമുക്കത് കിട്ടിക്കൊണ്ടിരുന്നത്. 1.5 വർഷം ഒരു സത്യം പറഞ്ഞ ഒരു ട്രെയിനിങ് ക്ലാസ് പോലെ തന്നെ ആയിരുന്നു അതെ, അല്ലേ? ശരിക്കും വലിയൊരു പഠനമായിരുന്നു അത്. ഏറ്റവും ഒന്നും പറയില്ല. ടഫായിട്ട് തോന്നി എന്തായിരുന്നടാ? എനിക്ക് പടത്തിൽ എനിക്ക് ഫസ്റ്റത്തെ സീൻ, പണിയിലെ ഹൈറ്റ് ഫിയറിക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മേലെ നിൽക്കുന്ന ആ സീൻ, അപ്പോൾ അത് നൈറ്റ് ഷൂട്ടാണ്. അത് ഇപ്പോൾ 9 to 6 ഒക്കെ അങ്ങനെ തന്നെ ഒറ്റ നിപ്പായിരിക്കും അത്. അപ്പോൾ നല്ല ഹൈറ്റിൽ നിൽക്കുമ്പോൾ എത്ര റോപ്പ് ഉണ്ടെന്ന് പറയുന്നത്, കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഒന്നും വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ മുഖത്ത് പേടി കാണാൻ പാടില്ല. പക്ഷെ അത് ഭയങ്കര പാടായിരുന്നു. നമ്മളെ ആദ്യത്തെ ഷൂട്ട് അത് തന്നെയായിരുന്നു. ഫസ്റ്റ് തന്നെ മേലെ നമ്മൾ ഹൈറ്റിൽ അത് ഭയങ്കര പാടായിരുന്നു. അത് 2 ദിവസം എടുക്കുകയും ചെയ്തു. ഒരു 2 ഷോട്ട് മിസ്സായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും റീഷൂട്ട് ചെയ്തു. വേറെ വല്ല ഡയറക്ടേഴ്സ് ആണെങ്കിൽ അത് മതി വെച്ച് ഓക്കെ പറയാം, വേറെ കട്ട് ഷോട്ട് എങ്ങാനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. പക്ഷേ ജോയി ചേട്ടൻ അതിൽ കോംപ്രമൈസ് ചെയ്തില്ല. അതാണ് ഭയങ്കര ആളുടെ ഒരു കഴിവ്. ജോയി ചേട്ടൻ തന്നെ എഴുതിയതും കൊണ്ട് ജോയി ചേട്ടന്റെ മനസ്സിൽ കറക്റ്റ് ആയിട്ടുണ്ട് സ്റ്റോറി അല്ലേ? എല്ലാ വിഷ്വലും എല്ലാം ഉണ്ട്. നമ്മള് ഇപ്പൊ പല സിനിമയിലൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിടാൻ, നമ്മൾ ഇംപ്രവൈസ് ചെയ്യാം, അവിടെ ഇല്ല. ജോയി ചേട്ടൻ നടക്കുന്നതും ചിരിക്കുന്നതും നോക്കുന്നതും വരെ ഫുൾ സ്കെച്ച് ആളുടെ മനസ്സിലുണ്ട്. അത് ഭയങ്കര, കാരണം അത്രയും വിഷനും ഉണ്ട്. ജോയി ചേട്ടൻ എന്താണ് വേണ്ടത്, ചില സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് എന്താണെന്ന് വെച്ച് ചെയ്തോളൊക്കെ പറയും, ഇംപ്രവൈസേഷൻ പറയും. പക്ഷെ ജോയി ചേട്ടന് അപ്പൊ നമുക്ക് ഭയങ്കര സുഖമാണ്. വ്യക്തമായിട്ട് ഐഡിയ ആൾക്കുണ്ടല്ലോ, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ മതി. വേറെ ഒന്നും കയ്യിൽ നിന്ന് കൂടുതൽ ഇടാനൊന്നും സമ്മതിക്കില്ല. ഭയങ്കര പഠനമായിരുന്നടാ, ഒന്നും പറയാനില്ല. ഹെവി ആയിരുന്നു. അതിന്നാണ് ലൈഫ് ഒന്ന് എല്ലാരും അറിഞ്ഞ് അത്യാവശ്യം സിനിമകളൊക്കെ വന്ന് ഇന്ന് എത്താൻ പറ്റിയതിന്. ഇപ്പൊ പുതിയതായിട്ട് ഏതെങ്കിലും പ്രോജക്റ്റ് വരുന്നുണ്ടോ? അതിനുശേഷം ഞാനിപ്പോ ഒരു 4-5 പടങ്ങളും ചെയ്തു. ഞാൻ ധീരം എന്ന് പറഞ്ഞൊരു പടം, പിന്നെ പ്രകമ്പനം എന്ന് പറഞ്ഞൊരു പടപ്പ് കഴിഞ്ഞ് ഞാൻ ഗണപതി അമീനായിട്ടുള്ളൊരു ഫിക്ഷൻ, ഒരു ഹ്യൂമർ പരിപാടിയാണ്. അടിപൊളി. പിന്നെ അനന്തൻകാട് എന്ന് പറഞ്ഞൊരു പടം മുരളി ഗോപി സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ, അത് കഴിഞ്ഞു. പിന്നെ ഏതൊക്കെയോ വേറെ 2 പടമൊക്കെ ഏതൊക്കെയാലും ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ പെരുന്നാൾ എന്ന് പറഞ്ഞൊരു പടം, ഞാൻ ഷൈൻ ടോം ജോക്കോ, വിനായകൻ, ജുനൈസായിട്ടുള്ള ടോമി മെട്ടിയൊരു പടം. അങ്ങനെ ഇപ്പോ കുറച്ച് പടങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി. ലൈവാണ് ഷൂട്ട്, ലൈവായിട്ട് നടക്കുന്നുണ്ട് കാര്യങ്ങൾ, ടച്ച് വുഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട്. ഇതാണ് എൻ്റെ വലിയ കഥ. ഞാൻ കൊച്ചാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭയങ്കര രസമുണ്ടടാ. ഇന്ന് ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര കുളിർമ മനസ്സിലേക്ക്. അല്ല, നമ്മള് ചില സമയത്തേടാ നമ്മളൊന്ന് പിറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തോന്നും, ഈശ്വര എങ്ങനെ ഇവിടെയൊക്കെ എത്തിന്നൊരു ഐഡിയ കിട്ടണില്ല. ശരിയാണ്, എന്ത് ധൈര്യത്തില് തിരിച്ചിറങ്ങി, അതൊരു ഭയങ്കര ചങ്കൂറ്റം. അതെ, കാരണം അത് ചില സമയങ്ങളിലേടാ അത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ലൈഫ് നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്. എൻ്റെ ലൈഫും അൺപ്രഡിക്റ്റബിളായിട്ട് നടന്നുകൊണ്ടിരുന്നൊരു സാധനം തന്നെയാണ്. ടി വി ഒന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോണ്ടാക്ട്സ് പതുക്കെ ഡെവലപ്പ് ആവുന്നു, പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്നു. നീ അന്നേരം പറഞ്ഞതിൽ ഒരു കാര്യം ഭയങ്കര വലിയ ഫാക്റ്റാണ്. ഇപ്പം നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല, നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ല, നമുക്ക് ഒരു ഫൈനാൻഷ്യൽ ബാക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ
ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അതിനകത്തോട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയർ ഇമ്പോസിബിൾ ടാസ്ക് ആണ്. അതാണ് ട്രൂ. നമുക്ക് വേണേൽ വെറുതെ മോട്ടിവേറ്റ് ചെയ്യാം. പക്ഷെ റിയാലിറ്റി എനിക്ക് ഇതാണെന്ന് തോന്നുന്നു. അതിന് അത്രയ്ക്ക് മാത്രം ത്വര വേണം. പിന്നെ എന്നാ ഭയങ്കര തീഷ്ണത മാത്രമേ വേണം. അല്ലാണ്ട് നമുക്ക് അതിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ വ്ളോഗിങ്ങിൽ ഇറങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ വ്ളോഗിങ് വേറെ ആരും ചെയ്യുന്നില്ലായിരുന്നു. ലൈഫ് സ്റ്റൈൽ സമയത്ത്. വ്ളോഗിങ് ആ സമയത്ത് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആരും ചെയ്തില്ല. ഞാനാണ് കേരളത്തിലെ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ. അപ്പോൾ വ്ളോഗ് ഉണ്ടായിരുന്നു വേറെ, പക്ഷെ ടെക് വ്ളോഗ്, ട്രാവൽ വ്ളോഗ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല. ലൈഫ് സ്റ്റൈൽ ആദ്യമായിട്ട് ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ 2012 മുതൽ മറ്റേ ലക്ഷ്മി ഇല്ല, നമ്മുടെ മിഥുൻ ചേട്ടൻ്റെ വൈഫ് ലക്ഷ്മിയൊക്കെ പണ്ടുണ്ട്. പക്ഷെ അതൊന്നും ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. അത് മറ്റേ ഈ സൂപ്പർ വുമണിനെ കണക്കുള്ള മറ്റേ സ്കിറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തുടങ്ങി. പിന്നെ അവിടെ നിന്ന് പിന്നെ ടെലിവിഷനിലോട്ടൊക്കെ തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വരവായിരുന്നു. ഏഷ്യാനെറ്റിൽ ഒരു ദിവസം ഗസ്റ്റ് ആയിട്ട് ഇങ്ങനെ വിളിച്ചായിരുന്നു വ്ളോഗിങ്ങിൽ. ഇങ്ങനെ നീ ഓടി വീഡിയോ ഒക്കെ അതെ, ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് മഴവില്ലോട്ട് വിളിക്കുന്നത്. അപ്പം മഴവില്ലോട്ട് വിളിച്ചപ്പോൾ ഓഡീഷൻ അല്ല, കാർത്തിക്കിനെ ഞങ്ങൾക്ക് ആങ്കറായിട്ട് എടുക്കാൻ താല്പര്യമുണ്ട്. ഒരു കാണാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഡീഷന് വരാൻ പറ്റും. അപ്പം ഞാൻ ടി വി കാരണം എനിക്ക് ആങ്കറിങ് അറിയില്ലടാ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളത് നല്ലതായിട്ട് ചെയ്യണ്ടേ. അപ്പൊ എനിക്കൊരിതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഓക്കെ ആവോ പറഞ്ഞു, വരൂ നോക്കാന്ന് പറഞ്ഞ് അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ചെയ്തപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. എന്തോ അവർ ഓക്കെയാണ്. ആദ്യം പറഞ്ഞ് നിങ്ങൾ ഒരു ടണൽ കാണും, അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് ഈ ടണലിൽ നിന്നിട്ട് വേണം കാർത്തിക് അവരെ വെൽക്കം ചെയ്ത് അകത്തോട്ടൊക്കെ വിടാൻ. അപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ കാർത്തിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ പോയി എൻട്രായി അവിടെ ചെന്ന് ഈ എല്ലാ കാസ്റ്റ് മെമ്പേഴ്സും ഈ പ്രൊമോ ഷൂട്ടിനാണ് ആദ്യം ഒത്തുകൂടുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും ആദ്യം സാബുണ്ണൻ വന്നു. സാബുണ്ണനെ നമ്മൾ ഇതിനകത്ത് കണ്ട് പരിചയമുണ്ടല്ലോ, ബിഗ് ബോസിനകത്ത് കണ്ട് സാബുണ്ണൻ, തരികിട സാബുണ്ണൻ, മഞ്ജു ചേച്ചി അവിടെ ഇരിക്കുന്നത്. അന്നാണ് ഞാൻ അപ്പോഴാണ് കാണുന്നത്. ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് ഇവരെല്ലാം കാണുന്നത്. മഞ്ജു ചേച്ചി അവിടെ ഇരിക്കുന്നത്. അപ്പൊ മഞ്ജു ചേച്ചി ഇപ്പോഴത്തെ കണക്ക് തന്നെ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ആങ്കർ ആണല്ലേ, ആർക്കും എന്നെ അറിയില്ല. കാരണം അവരൊന്നും വ്ളോഗൊന്നും അങ്ങനെ അന്ന് കാണുന്ന കൂട്ടത്തിലല്ല. ഈ വ്ളോഗിങ് ലോകത്തിലോട്ടെ ഞാനാണ് ചേച്ചി ഇതാണ് വ്ളോഗ്, എനിക്കിങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നസീറൊക്കെ കാണുന്നു. അത് കഴിഞ്ഞ് പ്രൊമോ ഷൂട്ട് ചെയ്തു. അപ്പം ഞാൻ വായുമ്പോഴേക്കും ഇതെന്താ ഈ സംഭവം? കാരണം ഒരു ക്യാമറ അവതാരന്റെ എന്തൊക്കെയായിരുന്നോ? അല്ലല്ല, അത് സെക്കൻഡ് സീസണിലെ ആദ്യത്തതില് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ. ഞാൻ ആ സമയത്തൊക്കെ ഉണ്ട്. അപ്പോഴല്ലേ ചീനി വലയില് നമ്മള് കാണുന്നത്. അതെ, ആ ഷൂട്ടിന്റെ ഇടയിലാണ്. അപ്പോൾ ആ പ്രൊമോ ഷൂട്ടൊക്കെ കണ്ടപ്പോൾ ഒരു ക്യാമറ ഇങ്ങനെ പിടിച്ച് ഹലോ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്നെ പിടിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ 9 ക്യാമറ ചുറ്റും. എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ 9 ക്യാമറ. അപ്പം ഞാൻ ഇതിൽ ഏത് ക്യാമറ ഞാൻ നോക്കണം എന്നുപോലും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ അടുത്ത് ഇൻട്രോ പറയുമ്പോൾ ഞാൻ ഹലോ അതേ പരിപാടി തന്നെ ഞാൻ ചെയ്തു. അപ്പം അയ്യോ ഇത് വേണ്ട, നമുക്ക് ഇത് വേറെ, ഇത് വ്ളോഗ് അവിടെ നിന്നോട്ടെ, ഇതിൽ വേറെ എന്തെങ്കിലും മറ്റേ ഞാൻ എൻ്റെ എനർജി ഇങ്ങനെ നിന്നുകൊണ്ട് കുറച്ചുകൂടെ താത്തി ഇത് മതി നമുക്ക്, കാരണം മൈക്കുണ്ട്, അപ്പോൾ സൗണ്ടൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി. എന്നിട്ട് ആദ്യത്തെ ആഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞ് മഞ്ജു ചേച്ചി ഫ്ലോറിൽ വന്ന കാർത്തിക് ഇന്നത്തെ ഇൻട്രോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക്കും മഞ്ജു ചേച്ചിയായിട്ട് ഒരു റൊമാൻറ്റിക് ഡാൻസ് കളിക്കണം. ഞാനാണെങ്കിൽ ആദ്യത്തെ ഷെഡ്യൂളിൽ അപ്പം ഞാനാണെങ്കിൽ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ വിറച്ച് നിൽക്കണേടാ. കാരണം ഒന്നാമത് എനിക്ക് ആക്ടിങ് അറിഞ്ഞൂടാ, രണ്ടാമത് ഇവിടെ എങ്ങനെ പിടിച്ചേക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ചേച്ചി ഞാനാണെങ്കിൽ വിറച്ച് നിന്നിട്ടാണ് ചേച്ചി പറഞ്ഞാ ആക്ട് ചെയ്യേ ഇവിടെ പിടി, നിനക്ക് എന്താ ചേച്ചി എനിക്ക് എൻ്റെ അമ്മയെ പോലെ തോന്നണ്. അയ്യോ അപ്പല് മതി പോടാ പട്ടി എന്ന് പറഞ്ഞോ, പോടാ പട്ടി. അയ്യോ ചേച്ചിയുടെ വായിരിക്കണേ കേട്ട് പറഞ്ഞ് ഇത് എന്നെക്കൊണ്ട് പറ്റൂല, ഒരു കാര്യം ചെയ്യ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കാം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ സെറ്റപ്പ് ഒക്കെ ആക്കി. എടാ അങ്ങനെ തുടങ്ങിയതാടാ. കുറച്ച് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ സെറ്റായി. കുറച്ച് ആദ്യത്തെ ഷെഡ്യൂളൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അറിഞ്ഞൂടല്ലോ നമുക്ക്, കാരണം നമ്മൾ ഭയങ്കര റോ ആൻഡ് അൺഫിൽറ്റേർഡ് ആയിരുന്നു. അപ്പൊ എന്റെ ബാക്കി ലൈസൻസ് ഇല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ വാപ്പിളിത്തരങ്ങൾ വിളിച്ച് പറയും. അപ്പൊ പറഞ്ഞു ഇത് ടി വി പറയാൻ പറ്റൂല, ഇത് ക്ലാപ്പൊന്നും ടി വി പറയാൻ പറ്റൂല. പക്ഷെ ഭയങ്കര ഹിറ്റ് ആയിരുന്നില്ല, എത്ര ആൾക്കാർ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു, ഭയങ്കര റേറ്റിംഗ് എപ്പിസോഡ് ആയിരുന്നില്ല. അതെ അത്
വന്ന് ആദ്യം വന്ന സമയത്ത് അവിടെ ഉള്ളവരെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോസ് വരും, പിന്നെ അത് പോവും. ഇപ്പോൾ ഇവിടെ കുറച്ച് ഷോസ് ഉണ്ട്, അതങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് പ്ലേസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തുടങ്ങിയതാണെന്ന് തോന്നുന്നു. 80 എപ്പിസോഡ് അതായിരുന്നു ആദ്യം പറഞ്ഞത്. ആദ്യത്തെ കോൺട്രാക്റ്റിൽ 80 എപ്പിസോഡ്. ശരി, 80 എപ്പിസോഡ് അങ്ങനെ തുടങ്ങിയടാ. ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, അത് കഴിഞ്ഞ് റേറ്റിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്കും മഴവില്ല ഏറ്റവും ബെസ്റ്റ് റേറ്റഡ് പ്രോഗ്രാമായി മാറി. അപ്പോഴത്തേക്കും എത്ര എപ്പിസോഡ് ചെയ്തു മൊത്തം? ഇപ്പൊ 1500 കഴിഞ്ഞ് ടോട്ടല് 1500 എപ്പിസോഡ് കഴിഞ്ഞ് 80 എപ്പിസോഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ ജേണി ഭയങ്കര രസമാണ്. അതെ, അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. എനിക്ക് ഞാൻ ഈ ടെലിവിഷൻ, ഫിലിം ഈ ഏരിയയിലോട്ട് ഇതൊരു പടത്തിൽ ഒന്ന് രണ്ടെണ്ണം വന്നടാ. പക്ഷെ അത് ഓക്കെ ആയിരുന്നില്ല. ഒരെണ്ണം നല്ലത് വന്നത്, പിന്നെ ഡേറ്റും കാര്യങ്ങളും ഒന്നും സെറ്റായില്ല. ഒരെണ്ണം പിന്നെ പേയ്മെന്റ് അധികം സെറ്റായില്ലായിരുന്നു. കാരണം നമ്മളിപ്പോ ഒരു 10-15 ദിവസം കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കംപ്ലീറ്റ് വർക്കും നമുക്ക് എംപ്ലോയീസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവരുടെ എല്ലാം ഇതും നമ്മൾ നോക്കണം. കാരണം നമുക്കിപ്പോ ഒരു 10 ദിവസം ഈ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്ക് മുതലാളിയായി പോകുന്നത്. അപ്പോ അതനുസരിച്ചുള്ള പേയ്മെന്റ് മിനിമം നമ്മൾ ചോദിച്ചു. പക്ഷെ അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ശരി, ഫൈൻ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. കാരണം എല്ലാം വിട്ട് അതിന്റെ പുറകെ പോകാനായിട്ടുള്ളൊരു ഇത് പറ്റൂല. കാരണം നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കുറച്ച്. കാരണം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇപ്പോൾ ഫിലിം ഫീൽഡിലോട്ട് ഉള്ള ആൾക്കാരെ ബമ്പർ സീറ്റിലോട്ട് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോൾ അവരെ പരിചയപ്പെട്ടു തുടങ്ങി. അപ്പൊ ഞാൻ പരിചയപ്പെടാത്ത ഗസ്റ്റുകളില്ലല്ലോ ഇപ്പോ ഇത്രയും എപ്പിസോഡ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ എല്ലാ ഗസ്റ്റുകളും, എല്ലാ ആക്ടേഴ്സും ആക്ട്രസുമാരും അവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോഷർ കൂടുകയാണ്, നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുകയാണ്, അപ്പോൾ നമ്മുടെ കോണ്ടാക്ട്സ് കൂടുകയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് ഇതായിപ്പോ സാഗർ സൂര്യയോട് വന്നിരിക്കുന്നു. അതെ, ഈ പോഡ്കാസ്റ്റിന്റെ ആദ്യത്തെ എപ്പിസോഡിൽ ദിലീപേട്ടനായിരുന്നു വന്നത്. ഫസ്റ്റ് ഗസ്റ്റ് ദിലീപേട്ടൻ മുത്താണ്. നല്ല അടിപൊളി ഡേ ആയിരുന്നു. അയ്യോ, അടിപൊളി ദിവസം, നല്ല ഐശ്വര്യമായിരുന്നു. ദിലീപേട്ടന്റെ ആ പടവും ഹിറ്റായി. പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല ഹിറ്റാണ്. അത് കഴിഞ്ഞ് പ്രിൻസ് ഫാമിലി ഹിറ്റായിട്ടാണോ വന്നിരുന്നത്? അല്ലല്ല, പടം ഇറങ്ങിയിട്ടില്ല. പടം ഇറങ്ങുന്നതിന് മുന്നേ ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ആണ് എനിക്ക് തരുന്നത്. ഒന്നാമത് ആ പടത്തിനകത്ത് മൊത്തം വ്ളോഗർമാരെ കൊല്ലാണ്, അത് വേറെ കാര്യം. പക്ഷേ ആദ്യത്തെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിലോട്ട് ദിലീപേട്ടൻ വരാന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ എന്റെ വീട് ട്രിവാൻഡ്രത്തല്ലേ. അപ്പൊ എറണാകുളം ട്രിവാൻഡ്രം വരെ വന്ന് ഷൂട്ട് ചെയ്യാൻ ടൈം ഇല്ലാത്തത് കൊണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളപ്പോഴാണ് ഞാൻ എന്നാ പിന്നെ നമുക്ക് പോഡ്കാസ്റ്റിലോട്ട് വരാന്ന് പറഞ്ഞ് അങ്ങനെ പോഡ്കാസ്റ്റ് തുടങ്ങി. എല്ലായിട്ട് അങ്ങനെ പോണടാ. ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് ഒന്നും പ്രഡിക്റ്റബിൾ അല്ല ഈ സാധനങ്ങളൊക്കെ. ഈ അടുത്തിറങ്ങിയ പടങ്ങൾ എങ്ങാനും നീ കണ്ടായിരുന്നോ? ഞാനിപ്പോ ലോക കണ്ടോ? ഞാൻ നാളെ കാണാൻ വേണ്ടി. ആണോ? അടിപൊളി പടം, ഗംഭീരം. നമ്മുടെ മലയാള സിനിമ വേറെ രീതിയിലേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു എഫേർട്ട് എടുക്കണ ഭയങ്കര പരിപാടിയാണ്. അടിപൊളി ഫ്രെയിമും കാര്യങ്ങളും എല്ലാരും പൊളിച്ചേക്കണം. മ്യൂസിക്കും ഒന്നും പറയില്ല. മസ്റ്റ് വാച്ച്. കണ്ടില്ലല്ലോ? നാളെ കാണാൻ മനുഷ്യൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കണത് ആണല്ലേ? മസ്റ്റ് വാച്ചടാ, ഒന്നും പറയില്ല, പൊളിയാണ്. എല്ലാ പടങ്ങളും വിജയിക്കട്ടെ, എല്ലാരും വളരട്ടെ, ഇൻഡസ്ട്രി വളരട്ടെ, നമ്മളും വളരട്ടെ. നിനക്ക് ഫേവറേറ്റ് ആക്ടർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ കൊച്ചിലെ വളർന്നു വന്നോണ്ടിരുന്നപ്പോഴത്തേക്കും ഫേവറേറ്റ് ആക്ടർ എനിക്ക് നമ്മളെ തട്ടിമുട്ടി തന്നെ ലളിതാമേനൊക്കെ, മഞ്ജു ചേച്ചിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉർവശി ചേച്ചി ആണെങ്കിലും, പിന്നെ ആക്ടർ ലെവലില് ഫഹദൊക്കെ ആണെങ്കിലും, ഇപ്പൊ ജോയി ചേട്ടൻ. ഞാൻ കാരണം ഇവരുടെ പെർഫോമൻസും നേരിട്ട് കണ്ട് കാരണം എനിക്ക് ഭയങ്കര ചാർജാണ് ഇവരൊക്കെ. എടാ, എനിക്കൊരു സംശയം. ഞാൻ ഈ ഫിലിം സെറ്റിലൊന്നും അധികം അങ്ങനെ പോയിട്ടില്ല. ഈ ആക്ടേഴ്സ് ഒക്കെ ഓരോ സീൻ ചെയ്യുന്നതിന് മുന്നേ അവർക്ക് എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടോ? അത് ഓരോ ആക്ടേഴ്സും പല രീതിയിലുള്ള മെത്തേഡുകളും പ്രോസസ്സാണ്. ചില ആൾക്കാർ സ്പോട്ടിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ സീനിന് മുന്നേ എന്തെങ്കിലും അവർ നൈസായിട്ട് സൈലന്റ് ആയിട്ട് ആ ക്യാരക്ടറിനെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും പെർഫോമൻസ് ചെയ്യുക. ഓരോ ആക്ടേഴ്സും പല രീതിയിലായിരിക്കും. ഇപ്പം നമുക്ക് സിറ്റുവേഷനിൽ ഇപ്പോൾ ഇമോഷണൽ ആകുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇപ്പം നമുക്ക് ഇമോഷൻ വരണമെന്നുണ്ടാവില്ലായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു 5 മിനിറ്റൊക്കെ നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും ഇമോഷണൽ മെമ്മറി, ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളൊക്കെ പമ്പ് ചെയ്തിട്ട് ആ സിറ്റുവേഷനിലേക്ക് അത്
അപ്ലൈ ചെയ്യും. കൊണ്ടെത്തിക്കുകയാണ്. പിന്നെ ബ്രീത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ബ്രീത്ത് വെച്ചിട്ട് നമ്മുടെ ആക്ടിങ്ങിലൊക്കെ ഒരുപാട് രീതിയിൽ കൊണ്ടുവരാം. ഇപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള ആൾക്കാരാണ്. ഇപ്പോൾ മഞ്ജു ചേച്ചിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് സ്പോട്ടിലൊക്കെ ആയിരിക്കും അവരങ്ങനെ മനുഷ്യനൊക്കെ ചുമ്മാ സ്പോട്ടിലൊക്കെ ഇരുന്ന് ആയിരിക്കും. കരഞ്ഞു കളയും. ചുമ്മാ കയറി ഇരുന്ന് കരഞ്ഞിരിക്കും. ചിലവർക്ക് അങ്ങനെ പെട്ടെന്ന് വരുന്നില്ല. എനിക്കൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എപ്പോഴും അങ്ങനെ പറ്റണമെന്നില്ല. ആ. നമ്മൾ ചില നമ്മുടെ അന്നത്തെ ദിവസത്തെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. ചിലപ്പോൾ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. അപ്പോൾ ചിലതൊക്കെ പല ആൾക്കാരും പല ഓരോ രീതിയിലുള്ള ഓരോ രീതിയില്. പ്രോസസ്സുകളാണ്. അങ്ങനെയാണ്. പക്ഷേ നല്ല പണിയെടുത്താലേ ഇതിലേക്ക് എല്ലാവർക്കും സിനിമ ചെയ്ത് പോവാം. പക്ഷെ അതല്ലാണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഒരു സാധനം കാണിച്ചാൽ മാത്രമേ ഇവിടുത്തെ ജനങ്ങളെ പിടിച്ചിരുത്താനൊക്കെ എന്തെങ്കിലും ഒരു യുണീക്ക് പറ്റുള്ളൂടാ. ഫാക്ടർ വേണം എന്തെങ്കിലുമൊക്കെ അല്ലേ? ഒരു വേണം. ചില ആൾക്കാർക്ക് അത് ജന്മേന ചിലപ്പോൾ വോയിസിലുണ്ടായിരിക്കും. ചിലർ ശബ്ദം കേട്ട് ഇരുന്നാൽ തന്നെ നമ്മളങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ശരീരത്തിലൊക്കെ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകം ഉണ്ടായിരിക്കാം. ചിലരെ കാണാൻ തന്നെ കാണാൻ തന്നെ വേറെ ലുക്കായിരിക്കും. നിന്നാൽ തന്നെ സ്ക്രീൻ പ്രസൻസ് വരും. ഇതൊന്നും അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് നല്ല രീതിയിൽ പണി എടുക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ചിലർക്ക് ബോഡി ഭയങ്കര അനുഗ്രഹമായിരിക്കാം, ശബ്ദം ഭയങ്കര അനുഗ്രഹമായിരിക്കും, പിടിച്ചിരുത്താൻ. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ കുറച്ച് സിനിമകൾ വരെ സേഫ് ആയിരിക്കാം. പിന്നീട് ആൾക്കാർക്ക് ഇത് കണ്ട് ചിലപ്പോൾ ഒരു ഇത് വരെ ആയിരിക്കും. അപ്പം നമ്മൾ പുതിയതിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ മച്ചാനെ. അല്ലെങ്കിൽ അത് ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് താന്നുകൊണ്ടിരിക്കും. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയാണ് പാവം നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി അല്ലേ? പിന്നെ പക്ഷെ അതൊക്കെ ഇനി മാറി വരുന്നുണ്ട്. അതിനൊക്കെ എക്സാമ്പിളാണ് ഇപ്പോൾ ലോകം ഇത്രയും ആ ബഡ്ജറ്റിൽ അവർ ഹെവി ആയിട്ട് എടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും കാണണം. മസ്റ്റ് വാച്ച് പടമാണ്. ഒരു രക്ഷയില്ല. അത് എനിക്ക് തോന്നുന്നു ഈ ഓണത്തിനിറങ്ങിയ ഹൃദയപൂർവ്വമാണെങ്കിലും അടിപൊളിയാണ്. കണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അത് കണ്ടിട്ടില്ല. അത് കാണാൻ നല്ല അഭിപ്രായത്തിൽ പോകുന്നുണ്ട്. ലാലേട്ടനുമായിട്ട് ഇല്ല, ലാലേട്ടനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള ബിഗ് ബോസിലുള്ള പരിചയമുള്ളൂ. പിന്നെ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും പിന്നെ ലാലേട്ടനേക്കാൾ കൊണ്ട് എനിക്കൊന്ന് മമ്മൂക്ക ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. മമ്മൂക്കായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഇൻട്രാക്ഷൻ സംഭവിച്ചിട്ടില്ല. പക്ഷെ സിനിമകൾ കണ്ടിട്ടുണ്ട്. കാരണം ജോയിച്ചേട്ടൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിംഗ് ആണ്. കാരണം ജോയിച്ചേട്ടന്റെ പടമായതുകൊണ്ട് ജോയിച്ചേട്ടൻ ജോയിച്ചേട്ടനാണെങ്കിൽ എല്ലാരെയും കൊണ്ട് കാണിക്കും. ജോയിച്ചേട്ടന്റെ അഭിപ്രായം കേൾക്കും. എല്ലാവരും എങ്ങനെയുണ്ട് പടം. അതുകൊണ്ട് ഭയങ്കര ഭാഗ്യമാണ്. എല്ലാ ഇൻഡസ്ട്രിയിലെ എല്ലാ മെയിൻ ആൾക്കാരും കണ്ടിട്ടുണ്ട്. അത് വലിയൊരു ഐഡന്റിറ്റി, ഭയങ്കര സന്തോഷമാണ്. അത് വേറൊരു ചെയ്തപ്പോ കിട്ടിയത് വരില്ല. ജോയിച്ചേട്ടൻ ഡയറക്റ്റ് യുണീക് ഫാക്ടറാണ്. അത് അത് ഭയങ്കര ഭാഗ്യമാണ്. മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ മമ്മൂക്ക ആദ്യമായിട്ട് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാം? അമ്മയുടെ ഷോ മഴവില്ലാണ് ഹോസ്റ്റ് ചെയ്യുന്ന അമ്മ അവാർഡ് ഷോ എന്റർടൈൻമെന്റ് മഴവില്ലഴകിൽ അമ്മ. നിനക്കുണ്ടോ എന്റർടൈൻമെന്റ് അവാർഡിൽ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കില്ലായിരുന്നു. ഇല്ല. അല്ല, ഞാൻ അതിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് പോയായിരുന്നു മനോരമ മാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അതിൻ്റെ മറ്റേ ദീപം തെളിയിച്ച് പരിപാടി തുടങ്ങുന്നതിൻ്റെ അന്ന് മമ്മൂക്കയാണെന്ന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഞാൻ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ മഞ്ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ നോക്കിയിട്ട് മഞ്ചേച്ചി എന്ന് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മമ്മൂക്ക ദൂരം നോക്കിയിട്ട് ഹായ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം മഞ്ചേച്ചിരുത്തി വെച്ച് മഞ്ജുവിൻ്റെ കൂടെ അവിടെ തൊപ്പിയൊക്കെ വെച്ചൊരു പയ്യൻ നിൽക്കുന്നുണ്ടല്ലോ. അതേക്കാ അതാണോ ഇപ്പൊ ഈ ഇന്റർനെറ്റില് വൈറലായിക്കൊണ്ടിരിക്കുന്ന തൊപ്പി? അങ്ങനെയാണോ പറഞ്ഞേ? എടാ മമ്മൂക്ക അപ്ഡേറ്റഡ് ആണെന്ന് ഞാൻ ആലോചിച്ചു. അത് അന്ന് അവനാണെങ്കിൽ എന്തോ ഒരു പോലീസൊക്കെ സീനൊക്കെ ആയി മറ്റേ ഇരുന്ന സമയം മനസ്സിലായി. അപ്പൊ മനുഷ്യ അയ്യോ അല്ലേ ഇത് വേറെ, ഇത് കാർത്തിക് സൂര്യ. ഇപ്പൊ നമ്മുടെ ഇവൻ തൊപ്പി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു, ഇവൻ തൊപ്പിയല്ല. അടിപൊളി. അങ്ങനെയാണ് ഇങ്ങനെ സമയം കിട്ടുന്നല്ലേ ഇത്രയും തിരക്കിന്റെ ഇടയിൽ എല്ലാ ആൾക്കാരും. അത് ഭയങ്കരമാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാരും പറയുന്നുണ്ട് മമ്മൂക്ക എല്ലാരും വീക്ഷിക്കുന്നു. ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. അത് പുള്ളിയും ഇതേ കണക്കാണ്. ഭയങ്കര പാഷനേറ്റ് ആണ്. ആരെടുത്ത് ചോദിച്ചാലും പറയുന്ന ഒരു കാര്യം, പുള്ളി എല്ലാത്തിനെ കുറിച്ചും എല്ലാ ആൾക്കാരെ കുറിച്ചും പഠിക്കും. പുതിയ കാര്യങ്ങൾ പുള്ളിക്കാരൻ്റെ ഇപ്പൊ വന്നുള്ള പടങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഭയങ്കര വെർസറ്റൈൽ റോൾസ് ആണ്. എങ്ങനെയാണ് അത് സെൻസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നത്? അത് ഭയങ്കരമാണ്. ഇത് ജനങ്ങൾക്ക് ഇത് വർക്കാവും തോന്നേണ്ടത്. അതെല്ലാം പുള്ളിയല്ലേ എല്ലാം ചെയ്യുന്നത്. അത് ആ മൈൻഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അതിനു മാത്രം ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓൺ സ്ക്രീൻ ആയാലും ഓഫ് സ്ക്രീൻ ആയാലും ഇതിനെക്കുറിച്ച് പഠിക്കാനും ആൾക്കാരെ മനസ്സിലാക്കാനും ഒരു ഡയറക്ടറെ കിട്ടുന്നത്. അപ്പോൾ ഡയറക്ടറെ കാണുമ്പോൾ ഒന്ന് ഡയറക്ടറെ മനസ്സിലാക്കണം, ഇവൻ ഇത് കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണോ, പിന്നെ സ്കില്ലുണ്ടോ, ഇതൊക്കെ ജഡ്ജ് ചെയ്യണം.
അപ്പൊ ഇത്രയും വർഷത്തെ അവരുടെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് അത് മാജിക് തന്നെയാണ്, ഒന്നും പറയില്ല. അതെ. ഭയങ്കര പരിപാടിയാണ്. ഒരു ലെജൻഡറി ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടെ പിന്നെ മലയാള ഇൻഡസ്ട്രി. ഇപ്പോ നോർത്ത് ഇന്ത്യൻസ് ആയാലും തമിഴ് ആയാലും എല്ലാ ഇൻഡസ്ട്രിയും ഉറ്റുനോക്കുന്ന ഒരു ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രിയാണ്. നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ പൊളിയല്ലേ. നീ ഈ ഇടയ്ക്കിറങ്ങി ഒരു സൂഫ്രം സാ അല്ല ഞാൻ കണ്ടില്ല, ഭയങ്കര അഭിപ്രായം കേൾക്കുന്നുണ്ട്, ഭയങ്കര ഹ്യൂമറാണ്. അത് ഓവർ എക്സ്പെക്ടേഷനിൽ പോലെ ഞാൻ കണ്ടില്ല പടം. എന്ന് പറഞ്ഞാൽ പേര് പോലും വലിയ പിടുത്തമില്ലാതെ പടല്ലേ. ഋഷഭ് ഷെട്ടിയുടെ എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി അതിനകത്തൊരു ഒരു മെയിൻ റോള് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും. ഒരു ഇതില്ലാതെ സുമതി വളവും ഇതും കൂടെ ഒന്നിച്ചാണ് ഏകദേശം സെയിം ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ അന്ന് ഷാസ് പറഞ്ഞു, എടാ ഈ പടം ഭീകര റിവ്യൂ, ഇതിന് പോയാലാ, മറ്റതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ശരി എന്നാ പിന്നെ ഇതിന് പോയി ചെന്നിരുന്നപ്പോൾ പ്ലസന്റ്ലി സർപ്രൈസ് ആയിപ്പോയി. കാരണം അത് മലയാളമായിരുന്നു. അത് അല്ലല്ല, കന്നഡ പടമാണ്. എടാ കന്നഡ ഇൻഡസ്ട്രി ഇപ്പൊ എവിടെയാടാ പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര രസത്തില് അവര് പടങ്ങൾ ഇറക്കി. ആണല്ലേ. കാരണം അത് ഒരു ബിഗ് ബഡ്ജറ്റ് അല്ലല്ലോ, ഹ്യൂമർ പടം, സിമ്പിൾ പടമാണ്. ഗുണ്ടജയന്റെ ഒക്കെ ഒരു വേറെ ടൈപ്പ് ഒരു വേർഷൻ. അല്ല, ഗുണ്ടജയന്റെ ഒരു സ്കെയിലില്ലേ, ആ ഒരു സ്കെയിലിനേക്കാളും ഒരു അല്പം കൂടെ കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തില് നടക്കുന്ന കാര്യങ്ങള് അത്രയും വെച്ചിട്ട് അവർ ചെയ്തിട്ട് അവരെന്ത് രസമാണ്. നമുക്ക് തോന്നും അത് കേരളമാണെന്ന്. കാരണം കർണാടക കേരളമൊക്കെ ഏകദേശം സിമിലർ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഏകദേശം. കിടിലൻ. അതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കും. കുറെ പേര് പറഞ്ഞു, പക്ഷെ മിസ്സായി, കാണാൻ പറ്റി. അത് ഇനിയിപ്പോ എനിക്കൊന്ന് OTT-യിൽ ഇറങ്ങുകയാണെങ്കിൽ അതെന്തായാലും പോയി കാണണം. ഇപ്പോ നല്ല പടങ്ങൾ എവിടെ ഇറങ്ങിയാലും എപ്പോഴും വർക്കൗട്ട് ആവുകയുള്ളൂ. നല്ല പടങ്ങള് നമ്മുടെ മലയാളികള് കറക്റ്റ് സെൻസാണ്. നല്ല പടങ്ങളെ സ്വീകരിക്കാനുള്ള കാര്യം പറയുകയും ചെയ്യും. അതെ, അതുകൊണ്ട് അവരെ പറ്റിക്കാൻ പറ്റൂല. നാടൻപടി ആവില്ല വച്ചാലേ. പിന്നെ ഡബ്ബൊക്കെ ഇറങ്ങേണ്ട ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ പടങ്ങള് പല ലാംഗ്വേജിലുള്ളവർ കാണും. ഈ എല്ലാരും അതെ. പണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക്. കാരണം ഈ ആരെങ്കിലും ഒക്കെ മറ്റേ ഖിലാഡി എന്നും പറഞ്ഞിട്ടൊക്കെ ഹിന്ദിയിലോട്ടൊക്കെ ഏതെങ്കിലും ഒക്കെ തമിഴ് പടം ഡബ്ബാക്കിയാലായി. അതെ. അപ്പൊ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ക്വാളിറ്റി ഡബ്ബ് വരുന്നുണ്ട്, ആൾക്കാർ കൂടുതൽ കാണുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രി കയറി ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എല്ലാരും ഉറ്റുനോക്കുന്ന ഇൻഡസ്ട്രിയാണ് നമ്മുടെ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അതെ. എടാ, എനിക്ക് 2 കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു. ഒന്ന്, ഇപ്പൊ നമ്മള് മാക്സിമം ആൾക്കാരെ നിരുത്സാഹപ്പെടുത്താൻ പറ്റുന്നത് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ. അങ്ങനെയല്ല, നമ്മൾ റിയൽ കാര്യം റിയൽ ആയിട്ടുള്ള കാര്യം അല്ലല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യമാണത്. കാരണം എടുത്തുചാട്ടത്തില് ഞാൻ എൻ്റെ അടുത്ത് സിനിമയില് അഭിനയിക്കാൻ കുറെ പേര് അഭിപ്രായം ചോദിക്കാം. അപ്പൊ പലരും പറയും നമ്മൾ എത്ര വർഷം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോ നമ്മൾ എന്നാലും ഒരിക്കലും എത്തും. അതെനിക്ക് ഉറപ്പാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ ഇതിലേക്ക് ഇറങ്ങണേക്കാട്ടും മുന്നേ എന്തെങ്കിലും രീതിയിൽ ചെറിയൊരു വരുമാനം കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. നമ്മൾ ഫാമിലിയിലൊക്കെ ഭയങ്കര ഇഷ്യൂ ഒക്കെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഇതിലേക്ക് ഇറങ്ങാൻ കുറച്ച് പാടാണ്. പക്ഷെ എന്തെങ്കിലും രീതിയിൽ ഒരു ഇൻകം വരികയാണെങ്കിൽ നമ്മൾ സേഫാണ്. പക്ഷെ അത്രയും പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പറ്റുള്ളൂ മച്ചാൻ. അല്ലാണ്ട് നമുക്ക് ഇന്ന വർഷം സിനിമയിൽ കയറിയിട്ട് അടുത്ത വർഷം വീട് വെക്കാം, അടുത്ത വർഷം കാറ് മേടിക്കാം, അടുത്ത വർഷം കല്യാണം കഴിക്കാം, ഒന്നാണ് എന്നെങ്കിലും ഒരു ദിവസം അടിപൊളിയാവും. അങ്ങനെ നിക്കണം മച്ചാനെ, എന്നാലേ ഇതില് നിക്കാൻ പറ്റുള്ളൂ. കട്ടക്ക് നിക്കണം, ഒരു രക്ഷയില്ല. അങ്ങനെ ചാടി നിക്കണം. നമ്മൾ ചാടി നിന്നില്ലെങ്കിൽ അടുത്താണ് നമ്മുടെ മേലെ ചാടിപ്പോവും. അങ്ങനെ തന്നെയാണ് അത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അയ്യോ, രക്ഷയില്ല. ഇവിടെ ഒരു സിനിമയിൽ കയറാൻ വേണ്ടിട്ട് ഇപ്പൊ എന്തൊക്കെയാണ് ആൾക്കാർ. അത്രയും പാഷനേറ്റ് ആയിട്ട് അത്രയും എനർജി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും പമ്പി തന്നെ നിൽക്കണം. അതെ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ സ്കിറ്റ് ചെയ്യുന്നതായാലും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ റീൽസ് വീഡിയോ ചെയ്യുന്നതായാലും ഇവരുടെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്താണ്? സിനിമയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. എത്ര ആൾക്കാര് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്രീം ഓഫ് ദ ക്രൗഡ് കയറുന്നുണ്ട്. ഇപ്പൊ ഹാഷിറും ടീമും ആയാലും ഇല്ലെങ്കിൽ നമ്മുടെ ആമീൻ, അവന്മാരൊക്കെ സ്റ്റേജ് മാറിയല്ലോ. പണ്ട് ഓഡീഷൻ ആണെങ്കിൽ ഇപ്പൊ ഇതെന്നാണ് പിടിക്കുന്നത്. അതെ അതെ. കാരണം അത് ഇപ്പോഴത്തെ പിള്ളേരോട് പറയാനുള്ള, ഇപ്പൊ നമ്മൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഇപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള ടാലന്റ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്ക് വെച്ച് വേവിക്കുക. അതാണ് ഏറ്റവും അടിപൊളി. ഇപ്പൊ അതൊക്കെയാണ് കൂടുതൽ എടുക്കുന്നത്. ആ ഒരു പ്രോസസ് ഇപ്പൊ മാറിയിട്ടുണ്ട്. ചിലപ്പോ ഈ സ്ക്രോൾ ചെയ്യുക ഏതെങ്കിലും ഡയറക്ടറോ അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടറോ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ കാണുന്ന ഒരു ഫേസിൽ രജിസ്റ്റർ ആവുന്നതായിരിക്കും ചിലപ്പോ ഒരു വിളി വരുന്നത്.
ആണ്. അതെ. അപ്പൊ ആ ഒരു പ്രോസസ്സ് മാറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടാലന്റ് പ്രൂവ് ചെയ്യാൻ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോം ഇങ്ങനെ കിടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. അതായിരുന്നു നിന്റെ അടുത്ത് ചോദിക്കാൻ വന്ന കാര്യം. ആ, അത് എനിക്ക് അതിന് മുന്നേ മനസ്സിലായി. നിനക്ക് എനിക്ക് മനസ്സിലായല്ലേ? മനസ്സിലായി അത് തന്നെയാണെന്ന്. അത് ഞാൻ കയറി പറഞ്ഞത്. അല്ല, അത് കറക്റ്റാണ്. അത് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറയുന്നത് ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നവരുടെ അടുത്ത് എല്ലാം ഞാൻ ഇവിടെ ബിസിനസ്സുകാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാ. ആ, നമ്മുടെ കൊച്ചോസേഫ് ചിത്തിലപ്പള്ളി സാറ് വന്നിട്ടുണ്ട്. നമ്മളെ അജ്മി ഗ്രൂപ്പിന്റെ ആ, ഞാൻ ഓണർ വന്നിട്ടുണ്ട്. കണ്ടായിരുന്നു. അപ്പോൾ എടാ ഇവരൊക്കെ വന്നപ്പോഴും ഇവരെല്ലാം പറയുന്നത് എടുത്തുചാട്ടം കൊണ്ട് ഇറങ്ങേണ്ട ഒരു സാധനമല്ല. എന്തിലോട്ട് കാല് വെച്ചാലും അതെ, അതെ. അതൊരു 1.5 വെപ്പായിരിക്കണം. വെപ്പായിരിക്കണം. ഇല്ലെങ്കിൽ അങ്ങെത്തില്ല. എത്തൂല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു പരിപാടിയില്ല. അങ്ങെത്തില്ല. അതിലേക്ക് എത്തണമെങ്കിൽ അവിടെ അതെ. വേര് ഉറപ്പിക്കണം. അതെ. അവിടെ നിന്ന് കുലുങ്ങാൻ പാടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താണ് പരിപാടികള് എന്ന് ഇത് പറഞ്ഞാൽ അടുത്ത കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത് ഡർബി എന്ന് പറഞ്ഞൊരു പടം സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ അത് കഴിഞ്ഞാൽ പെരുന്നാളിന്റെ ഒരു ബാക്കി ആ. ബാലൻസ് ഉണ്ട്. വീണ്ടും ഷൂട്ട്. ഷൂട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ കഥകൾ കേൾക്കുന്നു. നല്ല നല്ല രീതിയിൽ പ്രൊജക്റ്റുകൾ ഒക്കെ മോട്ടിപ്പിച്ച് ഇത് കേറി പൊളിക്കണം. തമിഴ് സിനിമയൊക്കെ ഇഷ്ടമാണ്. തമിഴ് സിനിമ ഞാൻ ഇപ്പൊ കുറെ നിനക്ക് തമിഴ് നല്ലതായിട്ട് അറിയാം. തമിഴ്നാട്ടിലല്ലേ പഠിച്ചത്? തമിഴ് തെരിയും, കൊഞ്ചം തെരിയും. കൊഞ്ചോ 6 വർഷം തമിഴ്നാട്ടിൽ കിടന്നിട്ട്. ശരിയാ, തമിഴ് അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ കുറെ പടങ്ങള് മിസ്സായിട്ടുണ്ട് കാണാൻ. കുറെ ഇരുന്ന് ഇങ്ങനെ കാണണം. തമിഴിലെ ഫേവറേറ്റ് നടൻ ആരാണ്? തമിഴിൽ എനിക്ക് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. സൂര്യ സൂര്യ fan ആണ്. ആക്ടിങ് ആണെങ്കിലും പേഴ്സണാലിറ്റി ആണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ഭയങ്കര പ്രണയം തോന്നും. നമ്മൾ ജോയിച്ചേട്ടനൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും സൂര്യയുടെ അടുത്ത് പോകുന്നതും ഫ്ലാറ്റിൽ പോകുന്നതും സംസാരിക്കുന്നതും. അപ്പോ ആള് ആള് ഭയങ്കര വന്ന് അടിപൊളിയായിരുന്നു. പറയുമ്പോ നമുക്കും തോന്നും. നമുക്ക് ഓൾറെഡി അറിയാം ഒരാളെ കാണുമ്പോ, വീഡിയോ കാണുമ്പോഴും ആളെ സംസാരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. സൂര്യനൊരു ഭയങ്കര ഉഫ്. ഇഷ്ടമാണ്. മച്ചാൻ ആരാണ് ഇഷ്ടം? എനിക്ക് ധനുഷിനെ അടിപൊളി. പേഴ്സണലി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് എന്തോ ധനുഷിന്റെ അടുത്തൊരു വല്ലാത്ത ഇഷ്ടമാണ്. ധനുഷിന്റെ ഡാൻസ് ഇഷ്ടമാണ്. ഭയങ്കര എനർജി Acting അല്ലേ? ഇഷ്ടമാണ്. VIP പടം എന്താ മച്ചാൻ ഭയങ്കര രസമാണ് അത്. ധനുഷിന്റെ എനർജി ഭയങ്കര. മറ്റേ മന്മഥറാസ ഒരു ടൈമില് ഭയങ്കര തരംഗൂലേ, എനർജിയാണ് അത്. സ്പ്രിങ്ങുകളൊക്കെ പിന്നെ. അതില്ലാത്ത ഒരു ഉത്സവം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായി കാണൂല. ആരെങ്കിലും ഒക്കെ ഒന്ന് അതിലൊരു സിനിമാറ്റിക് ഡാൻസ് കളിക്കും, പിന്നെ അല്ലെങ്കിൽ ഗാനമേളയ്ക്ക് ഒന്ന് പാടെങ്കിലും ചെയ്യും. ഒരു രക്ഷയില്ല. ധനുഷിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സൂര്യയുടെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിലോട്ട് പറഞ്ഞത് വേറെ ഒരു പടമല്ലടാ, അയ്യും പടം. അയ്യോ എന്തായിരുന്നു അത് ഇറങ്ങിയ സമയത്ത്. പാട്ടുകളും ഒക്കെ ഹിറ്റായിരുന്നില്ലേ? എല്ലാം അതിനകത്ത് പല 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 എല്ലാ പടം, എല്ലാ സോങ്ങും സൂപ്പർ ആയിരുന്നു അതില്. സൂര്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാ? സൂര്യയിലേക്ക് പയ്യ പടം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അയൺ ഇഷ്ടമാണ്. അയനാണ് ഞാൻ പറഞ്ഞത്. അയണാണ് പറഞ്ഞത്. പയ്യ കാർത്തിയുടെ അയൺ ഭയങ്കര വർക്കായിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഡയമണ്ട് കടത്തുന്നേക്കാന്ന് അതൊക്കെ ഭയങ്കര സ്കില്ലിഞ്ഞല്ലേ ഓരോന്നില്ലേ. അതൊക്കെ എഴുതി ഉണ്ടാക്കുന്നവന്മാരുടെ കയ്യിലുണ്ട്. പിന്നെ തമന്നെ ആ പടത്തിലൂടെയാണ് എനിക്ക് ഇഷ്ടമാവണത്. അയണിലെ അയനില് കണ്ടപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു രസമായിരുന്നത്. എല്ലാ പടം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഓൾമോസ്റ്റ്. എല്ലാ പടം ഓൾമോസ്റ്റ് തിയേറ്ററിൽ പോയി കാണുന്നുണ്ടല്ലേ? ആര്, ഞാനോ? ആ, എടാ ഇല്ലടാ, അന്നൊന്നും തിയേറ്ററിൽ പോകാനുള്ള വകുപ്പൊന്നും ഇല്ലായിരുന്നു നമ്മുടെ കയ്യില്. അന്നും ശരിയാണല്ലേ. കാലങ്ങൾ കുറച്ചായിരിക്കും. ശരിയാണ്. എത്ര വർഷമായില്ല അതൊക്കെ? എനിക്ക് 7-8 വർഷമായിണ്ടോ അത്? അല്ലടാ, അത് എനിക്ക് തോന്നുന്നു അയനൊക്കെ ഇറങ്ങുന്ന നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെങ്ങാണ്ടാ. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അയൻ ഇറങ്ങുന്നത്. 2014 അല്ലേ? 14-13 നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. 13-14 മുന്നേ 2009 അയൻ ഇറങ്ങുന്നത്. എന്റെ പള്ളി, എന്റെ പൊന്നെ, വർഷങ്ങൾ പോയ പോക്കേ കളിയാ. പ്രേമം ഇറങ്ങിയ ഏത് വർഷമാണെന്നറിയാവോ? 2010 15 വർഷം കഴിഞ്ഞ് പ്രേമം ഇറങ്ങിയിട്ട്. ചിന്തിക്കാൻ പറ്റില്ല. പഠനത്തിന്റെ ചില വർഷങ്ങൾ കാണുമ്പോഴാണ് നമ്മുടെ പ്രായം ഇത്രയായിന്ന് മനസ്സിലാവുന്നത്. എടാ ഞാൻ ഇടയ്ക്ക് ആരോ വന്ന് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മളിങ്ങനെ നോക്കിയ പ്രേമമൊക്കെ ഇറങ്ങിയിട്ട് എത്ര നാളായെന്ന്. അപ്പോഴാണ് 15 വർഷമായി. ഇത് 16 വർഷമായി പടം ഇറങ്ങിയിട്ട്. പിന്നെ വാരണമായിരുന്നു എനിക്ക് സൂര്യയുടെ ഭയങ്കര ഇഷ്ടമുള്ള. പ്രണയിപ്പിക്കാൻ പഠിച്ച പടങ്ങളൊക്കെയാണല്ലോ. ബോഡി വലിയ കഥയുണ്ടോ പോയല്ല? ഇല്ല, അതില് സൂര്യയുടെ ബോഡി കണ്ടിട്ട് അന്ന് കുറച്ച് കസറത്തൊക്കെ വീട്ടിൽ കിടന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പം ബോഡി വരണില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് സൂര്യ ആദ്യം മറ്റേ വെള്ളം അടിച്ച് കുളമായിട്ടാണ് ബോഡി ബിൽഡിങ്ങിലോട്ട് ഇറങ്ങണത്. അപ്പൊ പിന്നെ
അതാണ് പ്രശ്നം. അപ്പൊ ആ പ്രായത്തിലൊന്നും നമുക്ക് അക്സസിബിളും അല്ലല്ലോ. അതില്ലാത്തോണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ബോഡി വരേണ്ടതാണ്. പിന്നെ ഇത് സൂര്യ നടന്നാണെങ്കിൽ നടക്കണമെന്ന് ആ വിവരം ഉള്ളന്ന്. അയ്യോ, അതും 2000 ഏത് വർഷമാണ്? 2009 സൂര്യയുടെ ടൈമിന് അല്ല 2009 അല്ല 2009 അല്ലെന്ന് തോന്നുന്നു. വാരണം 1000 വേറെ ഏതോ ഇയറാണ് ഇറങ്ങിയത് ആണെന്ന് തോന്നുന്നു. നോക്കാം. വാരണം 1000 സൂര്യ മൂവി അത് ഇറങ്ങിയേക്കുന്നത് 2008. 2008 2009 അയൻ. അതൊരു ഹിറ്റ് കാലഘട്ടമായിരുന്നു തോന്നുന്നു കേട്ടോ സൂര്യക്ക്. പൊളിയായിരുന്നു. അതിലും പാട്ടുകളും സോങ്ങും എല്ലാവരും അഡിക്റ്റഡ് ആയിരുന്നു. അത് ഒന്നും പറയില്ല. ഇതിലെ പാട്ടുണ്ടല്ലോ മറ്റേ ട്രെയിനില് ആ ട്യൂൺ തന്നെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കില്ലേ. ആ പാട്ടുണ്ടല്ലോ, ആ പാട്ട് ആ സീനൊക്കെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ കയറി പഠിക്കാൻ പോകുന്നത് എനിക്ക് 2011 കഴിഞ്ഞ സമയത്താണ്. അപ്പോൾ അച്ഛനാണ് കൊണ്ടുപോകുന്നത് ഡൽഹിയിലോട്ട് ഒരു എൻട്രൻസ് എഴുതാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമയെ കണ്ടിട്ടല്ലേ ഇരിക്കണത്. നമ്മളാണെങ്കിൽ അപ്പം മനസ്സിൽ രാത്രി ആകുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെണ്ണ് ഗിറ്റാർ വായിക്കാൻ അറിഞ്ഞുകൂടാ, ബെഞ്ച് കൊട്ടിപ്പാടാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും നമ്മളടുത്ത് വന്നിരിക്കണത് ഏതെങ്കിലും മാമന്മാര്, ഏതെങ്കിലും ആന്റിമാര്, ഏതെങ്കിലും മറ്റേ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ ബംഗാളികളും ആസാമികളും ഗുജറാത്തികളും UP-ക്കാരും ആയിരിക്കും. പക്ഷെ എന്നാലും വകുപ്പുള്ള അല്ലെങ്കിൽ ഇത്തിപ്പൂരം മെനയുള്ള ഒരെണ്ണത്തിന് ഇതുവരെ എന്റെ അല്ല ഈ ട്രെയിൻ യാത്രക്കിടയിൽ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. കൊള്ളാം. നമ്മൾ ട്രെയിനിന്റെ പ്രശ്നമായിരിക്കോ നമ്മൾ കയറി ട്രെയിനിന്റെ അടിക്കാനേ വഴി. അതെ, അല്ലെങ്കിൽ നമുക്ക് രാശിയില്ല. അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ആലോചിക്കും, നീ ഇതും ആലോചിച്ചല്ലടാ, കാരണം നിനക്കൊരു തേങ്ങയും തരും, പോയി കളവന്റെ അടുത്തൊന്ന്. അയ്യോ. അപ്പൊ നമ്മള് എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ളത്. 10 തുടങ്ങി. സൂര്യയുടെ ഫേവറേറ്റ് മൂവി ആണ്, അതാണ് ഞാൻ ചോദിച്ചോണ്ട് നിന്റെ അടുത്ത്. വാരണായിരമാണ് ഏറ്റവും ഇഷ്ടം. അയൻ അതൊക്കെ തന്നെയാ ഇഷ്ടപ്പെട്ട, മനസ്സിൽ നിൽക്കുന്ന കുറെ ഷോട്ടുകളും സീൻസും പാട്ടൊക്കെ. ഈ തമിഴന്മാരെ ഇഷ്ടമാണോ? തമിഴ്നാട്ടിൽ എനിക്ക് തമിഴന്മാര് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഭയങ്കര സ്നേഹമാടാ തമിഴന്മാര്. എനിക്ക് ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിരിക്കുന്ന മച്ചാന്മാരൊക്കെ ഭയങ്കര കട്ടക്കി നിൽക്കുന്നു. ഇവര് കോളേജിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴന്മാർ ഒരുപാടുണ്ടായിരുന്നു, മിക്സ്ഡ് ആയിരുന്നു. അപ്പൊ പകുതി മെജോറിറ്റി തമിഴന്മാരും പിന്നെ 40% 30% മലയാളീസും. ഇവരുടെ ഒരു സംസാരം, ഇവരുടെ ഒരു സ്നേഹപ്രകടനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെസ്പെക്ട്ഫുൾ ആണ്. അടിപൊളിയാണ്. ഒരുപാട് സാർ എന്ന് വിളിക്കണ ഇവര് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോ ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇവര് വണക്കം സാർ, വണക്കം സാർ. അത് ഈ ഭയങ്കര രസമാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളും. നിനക്ക് ഫ്രണ്ട്സ് ഇല്ലേ അവിടെ അങ്ങനെ പഠിച്ചപ്പോ? ഞാൻ പഠിച്ചതൊക്കെ ഡൽഹിയിലായിരുന്നടാ. നീ തമിഴ്നാട്ടിലോട്ട് പോയപ്പോ എന്നെ അച്ഛൻ മേളിലോട്ടാണ് കയറ്റി വിട്ടത്, ഡൽഹിയിലോട്ടാണ് കയറ്റി വിട്ടത്. അപ്പൊ അവിടെ ഹിന്ദിക്കാരാണ്. അപ്പം ഹിന്ദിക്കാര് ഓക്കെയാണ്. പക്ഷെ തമിഴ്നാട്ടിലുള്ളവർക്ക് കുറച്ച് റെസ്പെക്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവര് നൈസാണ്, പുളിയാണ്, ഒന്നും പറയാനില്ല. നമ്മുടെ കൂടെയുള്ള ബാച്ചിലുള്ള എല്ലാ പിള്ളേരും കട്ടക്ക് നിൽക്കായിരുന്നു. കോളേജിലൊക്കെ ഇടിയൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തമിഴന്മാരാണ് നമ്മൾ നിൽക്കുക ഹൈലൈറ്റ്. പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ കഥകൾ ഒക്കെ ഓർമ്മ വരുന്നു. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് നമ്മള് ഫ്രണ്ട്സൊക്കെ. തമിഴ്നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വെച്ച ഫ്രണ്ട് ആരായിരുന്നു? എന്റെ സഞ്ജയ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, സുദർശൻ എന്ന് പറഞ്ഞ സഞ്ജയ് മച്ച, സുദർശൻ മച്ച. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും കോളേജിലൊക്കെ ജൂനിയേഴ്സ് ആയിട്ടൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരൊക്കെയാണ് ലോക്കൽസിലൊക്കെ കൂട്ടി വന്ന് ഫ്രണ്ട്ലി നിന്നിട്ട് ഫുൾ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്നൊക്കെ. അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല, കൂട്ടത്തിലെ ഗ്യാങ്ങിന്റെ കൂടെ ഒക്കെ അങ്ങനെയൊക്കെ നിൽക്കുക. അവസാനം പെട്ടുപോകുന്ന ആള് ഞാനായിരിക്കും. അപ്പൊ കോളേജിലൊക്കെ ഇടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് മുങ്ങണം. പക്ഷെ ഞാനൊക്കെ ഇടി ഉണ്ടായപ്പോൾ ഞാൻ ഇവിടെ ലോക്കായി പോയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പൊ ഓർമ്മ വരിക. എന്നിട്ട് നമ്മുടെ പിള്ളേരൊക്കെയാണ് കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്ത്. അതൊക്കെ പോട്ടെ അതിലേക്കൊന്നും കിടക്കണ്ട. ഈ കഥ പറഞ്ഞപ്പോഴാണ് നമ്മുടെ അവിടെ ഒരുത്തൻ ഉണ്ട്. അവനാണെങ്കിൽ ചെമ്പഴന്തി കോളേജിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാർട്ടിക്കാര് 2 പാർട്ടി തമ്മിൽ അടി. ഇവനാണെങ്കിൽ സ്വന്തം പാർട്ടിയുടെ മുങ്ങി മതില് ചാടി അപ്പുറത്ത് കയറി എസ്കേപ്പ് ആവാനായിട്ടുള്ള പ്ലാൻ ഉണ്ട്. ഇവൻ ചാടി ചെന്ന് നിന്നത് മറ്റേ പാർട്ടിക്കാരുടെ മുമ്പിൽ. ഇവന് പാർട്ടി മനസ്സിലായില്ല, ഇവന്മാര് മറ്റേ നോർമലായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവന്മാരെ 10 പള്ള് ഉമ്മാര് ചുടുകട്ട എങ്ങാണ്ടെടുത്ത് മണ്ടയ്ക്ക് അടിച്ചു കൊടുത്തു. നോക്കിയപ്പോഴത്തേക്ക് രക്തസാക്ഷിയായിട്ട് എടുത്ത് നടന്നു പറഞ്ഞു, നിനക്കെന്ത് പറ്റിയടാ? എന്നെ അവന്മാർ ഇടിച്ചടാ. പിന്നെ അവിടെ കൂട്ടത്തല്ലായി.
അയ്യോ. കോളേജിൽ അത്യാവശ്യം നല്ല ഓർമ്മകളുണ്ടല്ലേ? ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓ. ഫ്രണ്ട്സും കാര്യങ്ങളും ഇവരിപ്പോഴും കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ആ ഉണ്ടോ? എൻ്റെ സത്യം പറഞ്ഞ കല്യാണത്തിന് വിളിച്ചതില് ഡൽഹിന്ന് എൻ്റെ ഒരു കാശ്മീർ എന്നുള്ള എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു. ആ അവനാണ് വന്നത്. അവൻ വന്ന് അവൻ്റെ വൈഫിനെയും കൂട്ടി വന്ന്. അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ദൂരം ഇല്ലേടാ ഡൽഹിന്ന്. വരാന്ന് ആ പറയുന്നത് ഇങ്ങ് വരെ വരാന്ന് പറയണത് ചില്ലറ അത്ര ഇതല്ലല്ലോ. അറ്റാച്ച്മെന്റും സ്നേഹം ഉണ്ടെങ്കിലൊക്കെ അതെ. അവിടുന്ന് വരാൻ പക്ഷെ അവൻ വന്നു. തോന്നുള്ളൂ. അപ്പോൾ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷമായി എനിക്ക്. നിങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ റീച്ച് ചെയ്തിരുന്നു. എന്റെ ബാച്ചിന്റെ ഒരു ഫോട്ടോ നിൽക്കുന്നത് 90s-ന്റെ. ആ ആ കൂടിയുള്ള എല്ലാരും കല്യാണം കഴിഞ്ഞാണോ? ഓൾമോസ്റ്റ് ഒരു കഴിഞ്ഞു. 4-5 പേരുടെ കല്യാണം കഴിയേ ഉള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയതായിരുന്നു. അത് കല്യാണം കഴിയുമ്പോഴത്തേക്കും ലൈഫ് ഒരു ചേഞ്ച് ആവും കേട്ടോ. ചേഞ്ച് ആയോ? കല്യാണം കഴിയുമ്പോൾ കഴിഞ്ഞിട്ടില്ല. എടാ നീ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നാരായണൻകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ് സാഗറിന്റെ അടുത്ത് വൈഫിനെ കുറിച്ച് ചോദിക്കണം. ഞാൻ പറഞ്ഞു അവന്റെ കല്യാണം കഴിഞ്ഞാ? ഞാൻ ചോദിച്ചു എടാ ഇല്ലടാ നീ നോക്ക് ഇല്ല കടത്തി ഫോട്ടോ ഒക്കെ ഉണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരുന്നോണ്ട് ചോദിച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇവൻ ആദ്യം ചോദിച്ചാൽ അതാണ് ആള് നിന്റെ കല്യാണം കഴിഞ്ഞാ? എടാ പോടാ കഴിഞ്ഞിട്ട് എന്നിട്ട് അവൻ ഫോട്ടോ കാണിച്ചു തന്നില്ല എനിക്ക്. കാണിച്ചെന്ന് ആരാന്നറിയോ? ഞാൻ തട്ടി വീട്ടിൽ അഭിനയിച്ച എന്റെ അമ്മ മനീഷ ചേച്ചി എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഇതല്ലേ എന്റെ ഞാൻ പോടാ തട്ടി വീട്ടിൽ അഭിനയിച്ച എന്റെ അമ്മയാടാ. കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നോക്കുന്നുണ്ടോ വീട്ടിലതോ? അല്ല ഇപ്പാണെങ്കിൽ വീട്ടില് എന്റെ വീട്ടില് അമ്മ പോയതിനു ശേഷം ഞങ്ങളുടെ അമ്മയുടെ അമ്മയാണ് വീട്ടില് നിന്നിരുന്നത് ഒരു 5 വർഷം. ഇപ്പോൾ അമ്മൂമ്മയ്ക്ക് ഹെൽത്തൊക്കെ കുറച്ച് പ്രശ്നമായി. ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ അമ്മൂമ്മരെ വേറൊരു മോളുണ്ട്, അവിടെയാണ് താമസം. ഇപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ അച്ഛനും ഞാനും അനിയനുള്ളൂ, 3 പേരുള്ളൂ. അപ്പം ഇപ്പോൾ കുറച്ച് ഭയങ്കര ഒരു പ്രഷറുണ്ട്. കഴിക്കണം, നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ പുറകെ നടക്കുമ്പോൾ കഴിക്കണം എന്തായാലും. പിന്നെ ഒരു ഉണ്ടായിരുന്നു, പിന്നെ അത് ഒന്നും ഓക്കെ ആയില്ല. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് വേണം നോക്കണടാ. എന്ത് കല്യാണം കഴിഞ്ഞപ്പോ ഹാപ്പിയാണ് നീ? ഇപ്പോ എത്ര 50 ദിവസം ആവുന്നു. ഓ നീ എണ്ണിയിരിക്കുകയാണോ? അല്ല എടാ ഞാൻ ഇത് വർക്ക് ഉള്ളത് കൊണ്ടേ ഇത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം ആയി എന്നൊരു ഐഡിയ ഉണ്ട്. നമ്മളെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഇന്ന ദിവസം വർക്കുണ്ട്, ഇത്ര ദിവസം പേയ്മെന്റ് വരാനുണ്ടെന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും വർക്കും പ്രഷറൊക്കെ കുറഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോ അങ്ങനെ തോന്നിയായിരുന്നോ? ഷെയർ വർക്കും പ്രഷറും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എന്തോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മള് വീട്ടിലോട്ടല്ലേ റൂമിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് കേട്ടോ. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടിയൊന്നും അല്ല ഞാൻ മാരേജിലോട്ട് കടന്നത്. ഞാൻ ഓക്കെ നമുക്ക് കുറെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് റിലേഷൻഷിപ്പിലൊക്കെ. അപ്പം അതൊക്കെ വെച്ചിട്ട് നീ കറക്റ്റ് വീട്ടില് നോക്കുന്ന അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? എനിക്ക് ഫാമിലി ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലോകത്ത് പോയി എന്ത് ഏണിയെടുത്താലും അല്ലെങ്കിൽ എത്ര പണിയെടുത്താലും ഇരുട്ട വെളുക്ക പണിയെടുക്കാൻ എനിക്ക് ഉറക്കം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. പക്ഷെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചിരിച്ച ഒരു മുഖം, വയറ് വീർക്ക, സമാധാനമായിട്ട് എന്തെങ്കിലും ഭക്ഷണം തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അതെ. എന്നിട്ട് അതൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വീട്ടിലിട്ടുകാരുടെ കഥയൊക്കെ കേട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേട്ട് നാട്ടിലെന്താണ് നടക്കണമെന്നൊക്കെ കേട്ടിരിക്കുമ്പോൾ അതൊക്കെയല്ലേ സന്തോഷം. അച്ഛൻ ഭയങ്കര രസമാണ്. അച്ഛൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണോ? അച്ഛൻ ഹൈലി അല്ല ഓവർ എഡ്യൂക്കേറ്റഡ് ആണ്. സംസാരിക്കുന്നൊക്കെ ഭയങ്കര. അച്ഛന് കുറെ ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അയ്യോ ഇഷ്ടം പോലെ ഉണ്ട്. അച്ഛൻ ആദ്യം നമ്മുടെ ചെമ്പഴന്തി കോളേജിൽ നിന്ന് BSc ഫിസിക്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് CET-ന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് എൻട്രൻസ് ബാച്ച് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ CET-ന്ന് തന്നെ MBA ഇൻ ഫൈനാൻസ് ആൻഡ് മാർക്കറ്റിംഗ് എടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയൊക്കെയോ എടുത്തു. സമയം കിട്ടുന്ന വാക്കിന് അച്ഛൻ ഇഷ്ടമുള്ളതൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രായമായി, ഇപ്പോൾ റിട്ടയറായി, വീട്ടിൽ ഇപ്പോൾ വീട് വെക്കുന്ന തിരക്കിലാണ്. പണിയുണ്ടല്ലോ വീട്. അച്ഛൻ പറയും ഇനി വേണം എനിക്ക് വെറുതെ ഇരിക്കാൻ. എന്നിട്ട് ഇന്ന് വരെ ഞാൻ വെറുതെ ഇരിക്കണം കണ്ടിട്ടില്ല. അയ്യോ അത് എൻ്റെ പൊന്നി ചുമ്മാ ഇരിക്കാൻ. ഞാൻ വിചാരിക്കും ഞായറാഴ്ച അല്ലേ ഈ ഞായറാഴ്ച അച്ഛൻ വെറുതെ ഇരിക്കുമായിരിക്കും. ഇല്ലടാ നോക്കുമ്പോൾ എന്തെങ്കിലും പണി കണ്ടുപിടിച്ചെടുക്കും. വീട്ടിൽ ഇന്ന മരത്തിന്റെ തടം ശരിയല്ല, അതിനെ ഇപ്പുറത്തെ സൈഡിലോട്ടാക്കാന്ന് പറഞ്ഞാൽ ആ മരം അതിന്റെ മുട്ടിൽ കളയ്ക്കാൻ പോകും. അതങ്ങനെയാണ്. എനിക്ക് നമ്മളൊക്കെ അങ്ങനെ ആവുമായിരിക്കും ഇവിടെ. ആവുമായിരിക്കും. നമ്മളെന്തായാലും അപ്പോഴും പണിയെടുത്തോണ്ടിരിക്കും. നമ്മൾ ഇന്നുള്ള ചിന്താഗതി ആയിരിക്കില്ലല്ലോ നാളെ. നമ്മുടെ പ്രോസസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. 5 വർഷം ചിന്തിക്കുന്നതായിരിക്കില്ല. അത് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പണ്ട് ഉള്ള ചിന്തകളല്ല. ആ ചിന്തകളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. നമ്മള് ഈ
ഏജ് കൂടുന്നു, എസ്പെഷ്യലി ഒരു 30 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് സെറ്റിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. ഉറപ്പായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25-ാമത്തെ വയസ്സില്ല, 20-ാമത്തെ വയസ്സ് ഞാൻ ഇരുന്നത് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റണില്ല. കാരണം അന്നേരത്തെ തോട്ട് പ്രോസസ് ഇപ്പോഴത്തെ തോട്ട് പ്രോസസ്സായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അതെ അത് നമ്മളെ പഠിപ്പിക്കാൻ കാലം തെളിയിക്കും, കാലം പഠിപ്പിക്കും. ഒരു സമയമായപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ വീട്ടിലൊന്നും അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യില്ല, ഫുൾ ടൈം പുറത്തും ഫ്രണ്ട്സിൻ്റെ കൂടെ അലമ്പുലമ്പും ഒക്കെ ആയിട്ട് നടന്ന്. ഒരു 30 കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നമ്മൾ റൗണ്ട് അടിച്ച് തിരിച്ച് വീട്ടിൽ തന്നെ എത്തി എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു കോൺസ്റ്റന്റ് അതാണ്. അപ്പോൾ ആ വീട്ടിലത്തേക്കാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്നു. ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ടച്ച് വുഡ് സമാധാനപരമായിട്ട് കാര്യങ്ങൾ. അതെ, പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും കേട്ടോടാ. നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ നമ്മുടെ കാര്യത്തിനാണല്ലോ എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് എപ്പോഴും നമുക്ക് കാണും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിലും ഒക്കെ ഒരാളൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ കാണും. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം മഞ്ജു ചേച്ചി എന്നെ ചീത്ത വിളിക്കും. മഞ്ജു ചേച്ചിയുടെ അടുത്ത് എൻ്റെ സ്നേഹം കുറഞ്ഞു എന്നും പറഞ്ഞിട്ട്, ഓയ്യോ ഇന്നലെ മന്തി കഴിക്കാൻ പോയെന്നടാ, എൻ്റെ ഫസ്റ്റ് നൈറ്റിന്റെ സ്കിറ്റ് 2 കളിച്ച് അവിടെ. ഫസ്റ്റ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് സ്കിറ്റ് ശ്രീജിത്തും എന്റെ ക്യാരക്ടർ സ്കിറ്റ് അവിടെ കളിച്ചു. എടാ ടെലികാസ്റ്റ് ആയി 1 ലക്ഷം അടിച്ചടാ, ഗോൾഡൻ ബസർ. എന്നെ അവന്മാർ കൊന്നു പോലെ വിളിച്ചേട്ടാ. അതുകൊണ്ട് അവനല്ലേ അമലെന്ന് പറഞ്ഞിട്ട് എടുത്തനാണെങ്കിൽ മറ്റേ അവനാണ് വർഷയുടെ വേഷം കളിച്ചത്. അവനാണെങ്കിൽ മറ്റേ മൊറൊക്കെ എടുത്ത് പാറ്റിക്കൊണ്ട് വന്നപ്പോൾ മറ്റേ എന്താ മൊറൊക്കെ, അത് മൊറപ്പെണ്ണാണെന്ന് രജിസ്റ്റർ ചെയ്യാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ സ്കിറ്റ് കളിച്ച് ഗോൾഡൻ അടിച്ച്. ശരിക്കും മൊറപ്പെണ്ണാണോ? എന്റെ മൊറപ്പെണ്ണാണ്. എന്റെ അമ്മയുടെ ആങ്ങളയുടെ മോളാണ്. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ആലോചനയായിരുന്നു. അങ്ങനെ അത് നടന്ന്. അപ്പോൾ ഈ സ്കിറ്റ് കളിച്ച് ഇവന്മാർ എന്നെ കൊന്നതുകൊണ്ട് ഞാൻ പറയടാ, എനിക്കും കൂടെ എന്തെങ്കിലും നീയൊക്കെ താടാ, മാപ്പ് പറയടാ, പ്രായശ്ചിത്തം ചെയ്യടാ, കൊന്നില്ലേ. അപ്പോൾ അവന്മാരോട് കാർത്തികിന് മന്തി വാങ്ങിച്ചു തരാമെന്ന്. അങ്ങനെ മന്തി വാങ്ങിച്ചു തന്നത് ഇന്നലെ ആയിരുന്നു. അപ്പോൾ മന്തി വാങ്ങിച്ചു തരാൻ ഉച്ചയ്ക്ക് ഞാൻ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് അത് മഞ്ജു ചേച്ചിയുടെ അടുത്ത് പോയില്ല എന്നും പറഞ്ഞിട്ട് പ്രശ്നം ഇന്നലെ മുതൽ എന്നെ കൊന്നു തിന്നോണ്ടിരിക്കുകയാണ്. ഈ കൈ നീര് വെച്ചിരിക്കുന്ന കണ്ടാ, അത് ചേച്ചിയുടെ അടികൊണ്ട് നീര് വെച്ചതാണ്. അയ്യോ ചേച്ചി ഭയങ്കര കാര്യമാണ്, ഭയങ്കര കെയറിങ്ങുമാണ്, ഭയങ്കര കെയറിങ് ആണ്. പിന്നെ ജാനി എന്ന് പറഞ്ഞ മനുഷ്യച്ചിക്ക് ജീവനാണ്. മോള് ചേച്ചിക്കിട്ടും കൊടുത്തായിരുന്നു സ്കിറ്റിന്റെ ഇടയിൽ. കൊടുത്തായിരുന്ന ചേച്ചിക്ക് മഞ്ചമ്മയ്ക്ക് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്, ഓരോന്നൊക്കെ വരുമല്ലോ. ഇതിന്റെ ഇടയില് എന്റെ ഫസ്റ്റ് നൈറ്റ്. അപ്പൊ എന്റെ ഫസ്റ്റ് നൈറ്റ് എനിക്ക് ഫസ്റ്റ് നൈറ്റ് ഇല്ലായിരുന്നു. അന്നും ഷൂട്ടായിരുന്നു. അല്ല, അന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയടാ എല്ലാം കൂടെ ചെക്കന്മാര്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രാവലറിനകത്ത് അടിച്ചിട്ട് DJ ഒക്കെ അടിച്ചിട്ട് നേരെ സെയിന്റ് ആൻഡ്രൂസ് ബീച്ചിൽ കൊണ്ടുപോയി അവിടെ ഇറക്കി കുറെ രാവിലെ 2 മണിയിൽ അവിടെ ഇരുത്തിയിരുന്നു. അപ്പോൾ 12:30 ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കി, ഫസ്റ്റ് നൈറ്റിന്റെ ടൈം അല്ലേ, 12:30 ആകുമ്പോഴത്തേക്ക് കിടക്കുമല്ലോ. മഞ്ജു ചേച്ചിയുടെ കോള് വരുന്നു. ഞാൻ മഞ്ജു ചേച്ചി എന്തിനാ ഈ സമയം വിളിക്കണം? കോൾ എടുത്തിട്ട്, ഹലോ ചേച്ചി എന്തരായി ഇവിടെ തെരഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ചേച്ചി തെരഞ്ഞിരിക്കണം. നീ എന്തിനാ തെരയണ? ഞാൻ പറഞ്ഞു ചേച്ചി ഫസ്റ്റ് നൈറ്റ് ആണ്, പക്ഷെ എല്ലാം ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോയി. അയ്യോ അത് വൈഫൊന്നും പറഞ്ഞില്ലടാ. പക്ഷേ അവള് ഭയങ്കര ചില്ലാണ് കേട്ടോ. അത് എന്തോ അത് ഭാഗ്യമാണെന്ന് തോന്നുന്നു, കറക്റ്റ് പാർട്ട്ണറിനെ കിട്ടി. എന്താ കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഉഗാണ്ടയിലോട്ട് പോകണമെന്ന് പറയണം. ബാ ചേട്ടാ ബാഗ് എടുക്കാം എന്ന് അവള് പറയുള്ളൂ. വേറെ ചോദ്യമോ പറച്ചിലൊന്നുമില്ല. അവള് ഫുൾ ഓണാണ്. പിന്നെടാ ഇപ്പൊ എനിക്ക് തോന്നുന്നു അവള് 2002 ബോണാണ്. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട്, 9 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ ഇമോജിക്കൊക്കെ വേറെ അർത്ഥങ്ങളാണ്ടാ ഇവരുടെ. അത് ഞാൻ മനസ്സിലാക്കണുള്ളൂ. അപ്പൊ നമ്മള് തംസപ്പ് ഇമോജി അയച്ചാണ്ടല്ലോ, അത് റോങ് ആണ്. അത് അയക്കാൻ പാടില്ല. അത് അയച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻട്രസ്റ്റ് ഇല്ലാന്ന് കാണിക്കുന്നതാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയാണ്. ഞാനാണെങ്കിൽ എല്ലാത്തിനും തംസപ്പാണ് അയച്ചോണ്ടിരിക്കണത്. വെറുതെ പല ബന്ധങ്ങളും പോയത് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്നിട്ട് നമ്മൾ മറ്റേ സാഡ് ആയിരിക്കണ ഇമോജി അയച്ചു കഴിഞ്ഞാൽ അത് സാഡ് അല്ല,
അത് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിരിക്കണാണെന്ന്. കരയണ ഇമോജി മനസ്സിലായി. ആനന്ദാശ്രു പറ്റി ഭയങ്കര മനസ്സിലായി. ശരിക്കും സാഡ് ആയിട്ടിരിക്കുന്ന ഇമോജി ഉണ്ടല്ലോ, രണ്ട് കണ്ണൊരു കുഞ്ഞു സ്മൈലി ഉണ്ടല്ലോ, ഒരു കുഞ്ഞു സ്മൈല്, അതാണ് സാഡ്. അത് ഹൃദയം തകർന്നിരിക്കുന്ന ഇമോജിയാണ്. പറഞ്ഞത് നന്നായി. എന്റെ പൊന്നളി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പഠിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശരിയാണ്. പക്ഷെ അത് രസമാണ് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊരു വൈബാണ്. കൊള്ളാം. കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ രസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ് കാണും. പിന്നെ എല്ലായിടത്തും ഒക്കെ കൊണ്ടുപോകാനൊക്കെ എനിക്ക് ഭയങ്കര എപ്പോഴും നമ്മളെ കൂടെ ഒരാൾ കാണുമല്ലോ. കുക്കിംഗ് ഒക്കെ ചെയ്യോ? പഠിച്ചു തരണോ? അമ്മ മറ്റേ ഈ ഇടയ്ക്ക് ബിബിൻ ബ്രോ ഉണ്ടല്ലോ, ബിബിൻ ജോർജ് വീട്ടിൽ വിരുന്നിന് വന്നു. വീട്ടിൽ വിരുന്നിന് വന്നായിരുന്നു ബിബിൻ ബ്രോ. ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങൽ ഒരു ഇനോഗ്രേഷൻ വന്നപ്പോഴത്തേക്കും വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ രാവിലെ പോയി മീനൊക്കെ ലേലം വിളിച്ച് വാങ്ങിക്കൊണ്ട് വന്ന്, ലേലം വിളിക്കാൻ പോയി കിട്ടിയില്ല, അവസാനം മത്സ്യഫെഡിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പൊ അമ്മ അവിടെ മറ്റേ മീൻ പൊരിക്കുന്നു, ഇപ്പുറത്ത് കറി ഉണ്ടാക്കുന്നു, ചോറ് വെക്കുന്നു, എവള് കോൺ സലാഡ്. അമ്മ ഇത്രയും കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അവള് കോൺ സലാഡ്. എന്നിട്ട് ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്കും ബിബിൻ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റുമായിട്ട് വരുന്നു അവള് കോൺ സലാഡ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണ കേട്ടോ. അത് പക്ഷെ ഇൻട്രസ്റ്റ് ആണ് അതിലൊക്കെ, പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. എന്ത് ധൃതി നമുക്ക്. ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് നമ്മളെ മനസ്സിലാക്കി, നമ്മളുടെ വർക്ക് പ്രഷറും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ, അതാണ്. അതെ അതെ, അത് എന്തോ ടച്ച് വുഡ്, ദൈവം സഹായിച്ച് കറങ്ങി തിരിഞ്ഞ് എങ്ങനെയൊക്കെ എല്ലാം നടക്കട്ടെ. അതെ 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 അതെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. അതെ, ഈ ഓണം എല്ലാവർക്കും നല്ലൊരു ഓണം തന്നെ ആയിരിക്കട്ടെ. അപ്പോ അളിയ ഒന്നുകൂടെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം മച്ചാനെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളവിടെ ഉള്ള സമയം? പൊളി. ഞാൻ കുറെ നാളെയൊന്നും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട്, കുറെ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു ചില്ല് അല്ലേ, ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇങ്ങനെ ഒന്ന് ഒരു സംസാരിക്കുന്ന ഒരാളെ കിട്ടാൻ തന്നെ ഭയങ്കര പാടാ. അത് പിന്നെ വേറെ ഇത്ര സമയം നമ്മൾ വേറെ സോഷ്യൽ മീഡിയയുടെ ഒന്നിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതിന് ഭയങ്കര റെയറാണ്. പിന്നെ പണ്ടൊക്കെ നമ്മള് ചായക്കടയിലെ സൈഡിലൊക്കെ പോയിരുന്ന് ഫ്രണ്ട്സുമായിട്ട് വാദൂരാതെ സംസാരിക്കും. കോളേജിലൊക്കെ പഠിക്കുന്ന സമയമാണെങ്കിൽ അന്നൊന്നും ടെക്നോളജി ഇത്ര അഡ്വാൻസ് അല്ല, ഫോണും ഇത്ര കിടലൊന്നും അല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല. സത്യം. ഞാൻ പാലിക്ക് ഇത്രയും എൻ്റെ അടുത്ത് കൂട്ടുകാരനുണ്ടായിട്ടോ എൻ്റെ അടുത്ത് അച്ഛനുണ്ടായിട്ടോ ഇത്രയും മണിക്കൂർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. നീയും ചിലപ്പോ അങ്ങനെ ആയിരിക്കും. ഈ സമയം തുടങ്ങിയത് തന്നെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഷൈൻ ടോൺ ചാക്കോ വന്നതിൻ്റെ 3.25 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച്. 3.25 മണിക്കൂർ ഇരുന്ന് സംസാരിച്ച്. അന്ന് എനിക്ക് തോന്നുന്നു നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയിട്ടില്ല എന്ന് വരെ എവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പറയാത്തൊന്നുമില്ല, പ്രപഞ്ചത്തെ പറ്റി മൊത്തം പറഞ്ഞേക്കണം. അതെ, മറ്റേ എർത്ത് ഉണ്ടല്ല എന്ന് വരെ പറഞ്ഞു. അയ്യോ എന്തൊക്കെ ആയിരുന്നെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അയ്യോ വർക്ക് ചെയ്തില്ലേ ഷൈൻ? ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുരുതി പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് മച്ചൻ ഭയങ്കര സൈലന്റ് ആണ് കേട്ടോ. ഭയങ്കര പ്രൊഫഷണൽ, ഭയങ്കര കമ്മിറ്റഡ്, സംസാരം, ക്യാരക്ടർ പിടിച്ചു നിൽക്കുക. പിന്നെ ആള് ഭയങ്കര ആക്റ്റീവായ സമയത്ത് ഞാൻ പിന്നെ പ്രൊജക്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പൊ ഈ പടത്തിലാണെങ്കിലും കോമ്പിനേഷൻ സീൻ വന്നിട്ടില്ല. ഇനിയാണ് വരാൻ പോകുന്നത്. ആക്ച്വലി ഇപ്പൊ ആള് ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി ഭയങ്കര പുള്ളിയായിട്ടുണ്ട് മച്ചാ. ഓക്കെ, പുള്ളിയുടെ ഫാദർ ആക്സിഡന്റിൽ മരിക്കുന്നതിന് 1 വീക്ക് മുന്നെയാണ് നമ്മള് പോഡ്കാസ്റ്റ് എടുത്തത്. 1 വീക്ക് മുന്നേ. അച്ഛൻ ഭയങ്കര നല്ല മനുഷ്യനാണ്. ആളാണ് എല്ലാ കാര്യങ്ങളും, കഥ കേൾക്കുന്നതും ചാർട്ട് ചെയ്യുന്നതും. ഞാൻ വിചാരിച്ചിരുന്നില്ലായിരുന്നു കേട്ടോ. എന്നോട് ടോമി മെട്ടിയാണ് പറഞ്ഞത്. അതായത് പെരുന്നാളിന്റെ ഡയറക്ടർ പറഞ്ഞ അച്ഛനാണ് കഥ കേട്ടിട്ട് ഒക്കെ പറയും, നമുക്ക് ഈ സിനിമ ചെയ്യണം, ഞാൻ മോനെ കറക്റ്റ് സമയത്ത് എത്താം, ഞാനാണ് ചാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു അച്ഛനൊക്കെ ഭയങ്കര അടിപൊളി. അത് ബ്ലെസ്സിങ് ആണ്. അത് പുള്ളിക്കാരനെ ഭയങ്കര ടേക്ക് കെയർ ചെയ്താണ്. അമ്മയും നല്ല ഫാമിലി, അമ്മ, ബ്രദേഴ്സ് എല്ലാരും അവർ ഫുൾ ഒരു ഫാമിലി ആയിട്ടാണ് വണ്ടിയിൽ ഇവിടെ വന്ന്. അപ്പോ ഷൈൻ ബ്രോ ഇവിടേക്ക് വരുമ്പോ ഫാമിലി ആയിട്ടാണ് വന്നത്. അമ്മ അവിടെ ഇരിക്കായിരുന്നു. അച്ഛൻ താഴെ ഇരിക്കുകയായിരുന്നു. അമ്മ അച്ഛനും കാണുമ്പോ എനിക്ക് ഇപ്പോഴാ മുഖം ആളുടെ ഇപ്പോഴും വിട്ടു പോയിരുന്നു ചടങ്ങിനൊക്കെ. അപ്പൊ അത് ഭയങ്കര ഒരു ഷോക്കായി പോയി. കാരണം ഒട്ടും എക്സ്പെക്ട് അല്ലാതെ ഇതുപോലെ സെന്ററിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിക്കെന്തോ ആണ് ആക്സിഡന്റ് ആയത്. നല്ലൊരു തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ നമുക്കൊന്നും, പരീക്ഷണം എന്ന് പറയുന്നതാണ്. അത് ഈ ദൈവം നമ്മളെ പരീക്ഷിക്കാവുന്നതിന്റെ മാക്സിമം പരീക്ഷിക്കും.
ഒന്നുകിൽ നീ നന്നായിക്കും. ഇത്രയും അഡ്വേഴ്സ് കാര്യങ്ങൾ വന്നിട്ട് നിന്റെ ജീവിതത്തിൽ ഇത്രയും വിഷമങ്ങൾ വന്നിട്ടും നീ അത് തരണം ചെയ്ത് വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, ഒന്നും നിനക്ക് എളുപ്പത്തിന് തരൂല എന്ന് തന്നെയാണ് അവിടുത്തെ പ്ലാൻ. അതെ, അപ്പോ അടിപൊളിയാണ്, വൈബ് അപ്പോ നമ്മൾ പറഞ്ഞ പോലെ നമ്മള് ഹാപ്പി ഓണം. അതെ അതെ സുഹൃത്തുക്കളെ. അപ്പോൾ ഒരുപാട് സന്തോഷം സാഗർ ഇത്രയും നേരം വന്നിരുന്നു, സംസാരിച്ചു. എനിക്ക് തോന്നുന്നു എനിക്കൊരു പുതിയൊരാളുടെ അടുത്ത് സംസാരിക്കണ പോലെ തോന്നില്ല. നമ്മൾ ഭയങ്കര കാഷ്വലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. എനിക്കും നിൻ്റെ അടുത്ത് ഇരുന്ന് നിൻ്റെ പാസ്റ്റിനെ കുറിച്ചൊന്നും ചോദിക്കാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ എനിക്ക് അതും കേട്ടതിൽ ഒരുപാട് സന്തോഷം. അത് ഓരോ ആൾക്കാരുടെ ലൈഫിലെ അപ്ബ്രിങ്ങിങ്, ഓരോ വഴിത്തിരിവുകളുണ്ടല്ലോ, അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. കാരണം ഈ ഒന്നും അറിഞ്ഞുകൂടാതെ ഇനി എങ്ങോട്ട് തിരിയണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സമയവും അതും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു റൂട്ടിലാണ്. അതെ, രണ്ട് ഫീൽഡ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷെ റൂട്ട് ഏകദേശം ഫാമിലി ആണെങ്കിലും വഴിയാണെങ്കിലും രസമുണ്ട്. അതെ, അപ്പോൾ അളിയ ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ വരട്ടെ, ഫാമിലിയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദ ഫ്യൂച്ചർ എൻഡവേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു കാർത്തിക് സൂര്യ അൺലീഷ്ഡ്. താങ്ക് യു മച്ചാൻ, എനിക്ക് ഭയങ്കര സന്തോഷം മച്ചാനെ, ഇനിയും വന്ന് ഇവിടെ ഇരിക്കാൻ പറ്റട്ടെ. അതെ തീർച്ചയായിട്ടും, ഇനി നല്ലൊരു പടം റിലീസോടനുബന്ധിച്ച് വീണ്ടും വരുന്നതായിരിക്കും. അതെ, വീണ്ടും വരിക. അപ്പോൾ നമുക്ക് വീണ്ടും വിശദമായിട്ട് വേറെ തലങ്ങളിലോട്ട് പോയി സംസാരിക്കാം. അപ്പോൾ വൺസ് അഗെയിൻ ഗൈസ്, ഹാപ്പി ഓണം. എല്ലാവരും ഓണത്തിന് ചില്ലൊക്കെ അടിച്ച് വീട്ടിൽ പായസമൊക്കെ കുടിച്ച് മത്തൊക്കെ അടിച്ച് കിടന്നുറങ്ങിക്കോളൂ, പോഡ്കാസ്റ്റ് കേട്ട് തീർന്നതിന് ശേഷം. ഹാപ്പി ഓണം. ബൈ ബൈ. താങ്ക് യു. ബൈ.